കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നാണെന്ന് ഹദീസിലുണ്ട്. കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നാണെന്ന് ഹദീസിലുണ്ട്. കേട്ടോ. പക്ഷെ എന്താ പ്രശ്നം? ഹദീസിലുണ്ടല്ലോ, അത് മതിയല്ലോ അല്ലെ? പോരാ. ഹദീസിലുള്ളതൊക്കെ ശരിയാവോ? ശരി. അപ്പോ ഹദീസിൽ ഉണ്ട്. പക്ഷെ ഹദീസിലുള്ളതൊക്കെ ശരിയാ. പ്രിയപ്പെട്ട സുഹൃത്തെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന് തെളിവായി നമ്മൾ ഹദീസ് കൊണ്ടുവന്നു. മുഹമ്മദിന് വിഷാദം ബാധിച്ചിട്ടുണ്ട്, മുഹമ്മദ് ആത്മഹത്യക്ക് ശ്രമിക്കാൻ പോയിട്ടുണ്ട് എന്നൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അത് ട്രൂ ആണോ അതോ തെറ്റാണോ? ജാസ് സംസാരിച്ചോളൂ. അതിന്റെ ഒരു റെഫറൻസ് തരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. റെഫറൻസ് എനിക്ക് അറിയില്ല. എന്നാൽ അത് തെറ്റാണ്, 100% തെറ്റാണ്. സഹിഹ് അൽ ബുഖാരി 2 വോളിയം 9 നമ്പർ 111 അകത്ത് മുഹമ്മദിന്റെ സൂയിസൈഡിനെ പറ്റി, മുഹമ്മദ് ട്രൈ ടു കിൽ ഹിംസെൽഫ് എന്ന് പറയുന്നതിനെ പറ്റി പറയുന്നുണ്ടല്ലോ. ഒരാൾ നേരത്തെ അത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞിരുന്നു. ഇത്തരം പറഞ്ഞിട്ട് പോലും തുറന്നൊന്ന് നോക്കി അതിൽ താങ്കൾ പറയുന്ന കാര്യമില്ല. ഇപ്പൊ കേൾക്കാമോ? ശബ്ദം കേൾക്കാമോ എന്ന് പറയണേ. തുടങ്ങാം. എല്ലാം ഓക്കെ ആണോ? പോളിൽ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന വേർഡ് മിസ്സിംഗ് ആണെന്ന് പറയണു. ശബ്ദമില്ല എന്ന് പറയണു. സൗണ്ട് ഇല്ല എന്ന് പറയണു. ഇപ്പോഴും ശബ്ദം കേൾക്കുന്നില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്നില്ല എന്നാണോ? ഓക്കെ, കേൾക്കാം. അപ്പൊ ഇനി നമുക്ക് തുടങ്ങാലോ അല്ലേ? ഇസ്ലാം മത വിമർശകരെ നേരിടാൻ വേണ്ടി വിശ്വാസികളുടെ കയ്യിലാകെയുള്ളത് പരിഹാസമാണ്, ഉഡായിപ്പാണ് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വ്യക്തികൾ അവർക്ക് പഠിച്ചിട്ടില്ല, അവർക്ക് വിവരമില്ല, അവർ സത്യസന്ധരല്ല, അവർ കുത്തഴിഞ്ഞ ജീവിതം നയിക്കാൻ വേണ്ടി പോവാണ്, അവർ ധാർമ്മികതയില്ലാത്തവരാണ്, അവർ മോശക്കാരാണ്, അവർ സംഘപരിവാറിനെ കുഴലൂതുന്നവരാണ്, അവർ ജൂതന്മാരെന്ന് ഫണ്ട് മേടിക്കുന്നവരാണ്, അവരിതുകൊണ്ട് ഉപജീവനം നടത്തുന്നവരാണ് എന്നതല്ലാതെ വിമർശകർ ഉന്നയിക്കുന്ന വ്യക്തമായ വാദങ്ങൾക്ക്, ഞാനിപ്പോൾ എൻ്റെ കാര്യം സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാലോ, ഞാൻ ഇന്ന് വരെ ഉന്നയിച്ച വിമർശനങ്ങളോട് കൃത്യമായ രീതിയിൽ വസ്തുതാപരമായിട്ടുള്ള ഒരു മറുപടിയും ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാനൊരു കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം പറഞ്ഞു ഉരുണ്ടുമറിഞ്ഞു പോവുക എന്നതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഗണ്ണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പരസ്യമായ വെല്ലുവിളി അവിടെ നിലനിൽക്കുകയാണ്. അബ്ദുള്ള ബാസിലുമായി നേരിട്ട് ഇതിനു മുൻപ് നടന്ന ആ തോട്ടം വിഷയത്തിലുള്ള, അല്ലെങ്കിൽ പ്രവാചകന്റെ ധാർമ്മികതയും ഇസ്ലാമിൻ്റെ ധാർമ്മികതയും ആധുനിക മനുഷ്യൻ്റെ, മതമേതുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ്റെ ധാർമ്മികതയും തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള വെല്ലുവിളി, അത് തോട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടത്താമെന്ന വെല്ലുവിളി അവിടെ നിൽക്കുകയാണ്. ഇന്ന് ആ വെല്ലുവിളി സ്വീകരിക്കാനുള്ള അവസാന ദിവസമാണ്. ഇന്ന് രാത്രി 11:59 വരെ ആ വെല്ലുവിളി സ്വീകരിക്കാൻ കഴിയും. അത് ബാസിൽ തയ്യാറാണെങ്കിൽ അത് അറിയിക്കുക എന്ന് ആമുഖമായിട്ട് ഈ അവസാന നിമിഷം ഓഫർ തീരാൻ പോകുമ്പോൾ അതൊരു അറിയിപ്പായി പറഞ്ഞുകൊണ്ട് വേണമല്ലോ തുടങ്ങാൻ. അതുകൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തോട്ടത്തിലെ വിഷയം ചർച്ച ചെയ്ത സമയത്ത് ആകെ അബ്ദുള്ള ബാസിൽ അതിൽ നിന്ന് ഉരുട്ടിയെടുത്തത്, ഞാൻ എൻ്റെ വിഷയാവതരണത്തിൽ പറഞ്ഞ, അല്ലെങ്കിൽ ഈ വിഷയം സംസാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ ചില വാദങ്ങളെ അവിടുന്ന് ഇവിടുന്നും മുറിച്ചൊപ്പിച്ച് ഒരു ട്രോള് പോലെ ഉണ്ടാക്കി പുറത്തു വിട്ടതാണ്.
അത് മാത്രമാണ് ബാസിലിന് ആകെ കിട്ടിയത്. എന്തായിരുന്നു അത് നിങ്ങളൊന്ന് കേട്ടോ. അത് ശരിക്ക് കേൾക്കുക, അതിൻ്റെ വ്യംഗ്യം എന്താണെന്ന് മനസ്സിലാക്കുക, അതിലെന്താണ് ഞാൻ പറയുന്നതെന്നും എന്താണ് അബ്ദുള്ള ബാസിൽ അവിടെ പരിഹാസച്ചിരി കൊണ്ട് മറക്കാൻ ശ്രമിക്കുന്നത് എന്നും മറുപടി പറയാതെ ഒരു നമ്മുടെ അനിൽ മുഹമ്മദ് വേർഷൻ ഒരു ചിരിയിൽ ഒതുക്കുന്നത് എന്നും നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക. എന്നെ പരിഹസിക്കാൻ വേണ്ടി എൻ്റെ വീഡിയോയിൽ നിന്ന് കട്ടുമുറിച്ചെടുത്ത് അതിനോട് റിയാക്ട് ചെയ്യുന്നു എന്ന രീതിയിൽ ചില ഭാവങ്ങളൊക്കെ ഇട്ട് നമ്മുടെ എന്താണ് ആ ചങ്ങാതിൻ്റെ പേര് സിനിമയിൽ പച്ചാളം ബാസി പറഞ്ഞു കൊടുത്ത ഒന്ന് രണ്ട് പുതിയ ഭാവങ്ങളൊക്കെ അദ്ദേഹം തന്നെ കയ്യിൽ നിന്നിട്ട ഒന്ന് രണ്ട് ഭാവങ്ങളൊക്കെ ചേർത്ത് മിക്സ് ചെയ്തുണ്ടാക്കിയ ആ വീഡിയോ ഭാഗം നിങ്ങൾക്കൊന്ന് കേൾക്കാം. അത് കണ്ടിട്ട് നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നാണ് ഹദീസിലുണ്ട്. ഹദീസിലുണ്ട്, ഓക്കെ, ഹദീസിലുണ്ട് കേട്ടോ. പക്ഷെ എന്താ പ്രശ്നം? ഹദീസിലുണ്ടല്ലോ, അത് മതിയല്ലോ അല്ലെ? പോരാ, ഹദീസുണ്ട്, കല്യാണം കഴിച്ചു എന്നുള്ള ഹദീസുണ്ട്, തെളിവുണ്ട്. പക്ഷെ പറ്റൂല. പിന്നെന്താ? അത് ഇസ്ലാമിക രീതിയിലുള്ള വിവാഹമാണ് എന്ന് സമർത്ഥിക്കാൻ കഴിയുമോ? ഇല്ല. അതൊരു വിവാഹമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുമോ? ഇല്ല. വിവാഹമാണെന്ന് സ്ഥാപിക്കാൻ പറ്റും. അപ്പൊ വിവാഹമാണെന്ന് ഹദീസ് ഉണ്ട്, പക്ഷെ വിവാഹമാണെന്ന് സ്ഥാപിക്കാൻ പറ്റൂല. അത് ശരി, അത് വല്ലാത്തൊരു കാര്യമാണല്ലോ. ഇത് പുതിയ പേഴ്സ്പെക്റ്റീവ് ആണോ? ബാക്കി കേട്ട അത് വിവാഹമാണോ? അല്ല. അത് ശരി, വിവാഹമല്ല. അപ്പൊ വിവാഹമാണെന്ന് ഹദീസ് ഉണ്ട്, വിവാഹമാണോ? അല്ല. ഇനി സംശയം ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഞാൻ ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഹദീസിലുണ്ടോ? ഉണ്ട്. ഹദീസിലുണ്ട്. ഹദീസിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഹദീസിലുണ്ടോ? ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം? പിന്നെന്താ പ്രശ്നം? അപ്പൊ തെളിവുണ്ട്, ഹദീസിലുണ്ട്, ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നെന്താ പ്രശ്നം? എന്താ നമുക്ക് മനസ്സിലാകുന്നില്ല. ഹദീസിലുള്ളതൊക്കെ ശരിയാവുമോ? അത് ശരി. അപ്പൊ ഹദീസിലുണ്ട്, ഹദീസിൽ ഉണ്ടോ? ഉണ്ട്. പക്ഷെ ഹദീസിലുള്ളതൊക്കെ ശരിയാ. പ്രിയപ്പെട്ട സുഹൃത്തെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന് തെളിവായി നമ്മൾ ഹദീസ് കൊണ്ടുവന്നു. ഓക്കെ. അപ്പൊ ഈ പരിഹാസ ചിരിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ വിശ്വാസികളെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഹദീസിലുണ്ട് മതി. ഹദീസിലുണ്ടോ? അത് ശരിയാണ്, ഹദീസിലുണ്ടായാൽ മതി. ഈ ചങ്ങാതി മനസ്സിലാക്കേണ്ടത്, വിമർശകർ വിമർശിക്കുന്ന കാര്യം ഹദീസിലുണ്ടോ? ഹദീസിലുണ്ട്. കൂട്ടിക്കൊണ്ടുവന്നത് ഹദീസിലുണ്ടോ? തോട്ടത്തിൽ കൊണ്ടുവന്നത് ഹദീസിലുണ്ടോ? കയറി ചെന്നത് ഹദീസിലുണ്ടോ? ശരീരം ചോദിച്ചത് ഹദീസിലുണ്ടോ? ഒക്കെ ഹദീസിലുണ്ട്. അപ്പൊ അതുകൊണ്ട് സമ്മതിക്കണ്ടേ? അപ്പൊ അത് പറ്റൂല, അത് നമുക്ക് ജം ആക്കണം. എന്നിട്ട് എന്തിലേക്ക് ജം ആകുന്നത്? പരസ്പര വിരുദ്ധമായ രണ്ട് ഹദീസുകൾ തമ്മിൽ ജം ആക്കിയിട്ട് പ്രധാനപ്പെട്ട ഹദീസിന്റെ ബാക്കിൽ തേച്ചു കൊടുക്കാം. അപ്പൊ മുത്തഫഖുൻ അലൈഹി ആയിട്ട് വന്ന ഹദീസ് എന്താ ചെയ്യുക? അത് നമ്മൾ ഈ വീക്കായ ഹദീസിലേക്ക് ജം ചെയ്യാം. മനസ്സിലായോ? അതായത് ഇന്നത്തെ കാലത്ത് തോട്ടത്തിൽ കയറിയിട്ട് ശരീരദാനം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒതന്റിക് ആയിട്ടുള്ള ഏറ്റവും സ്വീകാര്യമായ മുത്തഫഖുൻ അലൈഹിയായി വന്ന ഹദീസിനെ അവിടെ വെക്കുക, എന്നിട്ട് മറ്റേതിലേക്ക് കണക്ട് ചെയ്യുക. ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ആകെ പറഞ്ഞു വന്നത്, നമ്മൾ ആ വിഷയത്തിലേക്ക് പോകല്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആരാണ് കളവ് പറഞ്ഞത്, ആരൊക്കെയാണ് കോട്ടിമാട്ടിയത്, ആരൊക്കെയാണ് തരികിട കാണിച്ചത് എന്നൊക്കെ പരസ്യമായി പൊതുജനങ്ങളുടെ മുന്നിൽ വിശദമായ പരിശോധനയ്ക്ക് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. പല ഓഫറുകളും വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. ഞാൻ എൻ്റെതായ രീതിയിൽ കൊടുത്ത ഓഫറാണ് 30,000 രൂപ 25,000 രൂപ അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹത്തെ വേദിയിലേക്ക് കൊണ്ടുവരാൻ സന്നദ്ധമാകുന്ന സംഘടനയ്ക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ 10,000 രൂപ പ്രത്യേക ഇനാം പ്രഖ്യാപിച്ചിരുന്നു. അത് ഏറ്റെടുക്കാനുള്ള 7 ദിവസം നമ്മൾ അവധി കൊടുത്തു. അത് ഏറ്റെടുക്കാനുള്ള ദിവസം ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് രാത്രി 11:50 അത് അവസാനിക്കും. അപ്പം നമ്മൾ ഇന്നത് കേൾപ്പിച്ചത് എന്താ വെച്ചാൽ, ഇതാണ് ഇദ്ദേഹത്തിന് ആകെ ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിച്ച് എടുക്കാൻ പറ്റിയിട്ടുള്ള സാധനം. ഇതിങ്ങനെ ഇട്ട് കേൾപ്പിച്ചുകൊണ്ട് എനിക്ക് തന്നെ വിരുദ്ധമായി എന്തോ പറഞ്ഞു എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതെന്താണ് ഞാൻ പറഞ്ഞത് എന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ വീഡിയോ വന്ന് കണ്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ. ഇനി നമ്മളിവിടെ ഇദ്ദേഹം ഈ പറഞ്ഞത് വെച്ച് വിശ്വാസികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഒരു കാര്യം സ്വഹീഹായ ഹദീസിൽ ഉണ്ടെങ്കിൽ പിന്നെ അതിൽ എന്താ പ്രശ്നം? അത് തെളിവാണ് എന്നാണ്. ഹദീസ് ആയിക്കൊണ്ട് തന്നെ തെളിവാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ക്രിസ്ത്യൻ മിഷണറിമാരും ഇവരും തമ്മിൽ നടക്കുന്ന ഏറ്റവും വലിയ വാദപ്രതിവാദങ്ങളിൽ ഒന്നാണ് മുലകുടി ഹദീസ്. നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നക്കലും മറ്റു പല ക്രിസ്ത്യൻ പാതിരിമാരും ഒക്കെ മുലകുടി ഹദീസുമായിട്ട് ബന്ധപ്പെട്ട് ഈ മുഹമ്മദ് ഈസയായിട്ടും പല ഇമാം അക്ബറുമായിട്ടൊക്കെ പല തർക്കങ്ങളും നടക്കാറുണ്ട്. ഇതൊന്നും നമ്മളെ വിഷയമല്ലാത്തതുകൊണ്ട് നമ്മളിതിൽ എടുക്കാറില്ല. പക്ഷെ അത് ഹദീസിലുണ്ടോ? ഉണ്ട്. അപ്പം ഇദ്ദേഹം പറഞ്ഞ ന്യായം വെച്ചിട്ടോ, അതായത് മുഹമ്മദ് നബി വളർത്തുമകൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ വേണ്ടി മുഹമ്മദ് നബി
വളർത്തുമകന്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ വേണ്ടി ദത്ത് സമ്പ്രദായം നിർത്തലാക്കാൻ തീരുമാനിച്ചു. ആ നാട്ടിൽ അന്നുണ്ടായിരുന്ന ഒരു കസ്റ്റം അനുസരിച്ച്, മുഹമ്മദും പിന്തുടർന്നിരുന്ന കസ്റ്റം അനുസരിച്ച് ഒരാളെ ദത്തുപുത്രനായി സ്വീകരിക്കുകയും അയാളെ സ്വന്തം പേര് ചേർത്ത് വിളിക്കുകയും അങ്ങനെ സ്വന്തം മക്കളെ പോലെ പരിഗണിക്കുകയും ചെയ്തിരുന്ന ഒരു സംസ്കാരത്തെ ഇല്ലാതാക്കി ദത്തുപുത്രന്മാരെ നിങ്ങൾ യഥാർത്ഥ പുത്രന്മാരായി കാണരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനം വരുന്ന ഒരു സന്ദർഭം. അത് വരുന്നത് മുഹമ്മദ് നബിക്ക് സൈനബിനെ കല്യാണം കഴിക്കാനുള്ള ആ നാട്ടിലെ കസ്റ്റം അനുസരിച്ചിട്ടുള്ള നാട്ടുകാരെ പേടിച്ചിട്ടുള്ള തടസ്സം മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ നിയമം അവതരിപ്പിക്കുന്ന സമയത്ത് സാലിം എന്ന് പറയുന്ന ഒരു 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 പയ്യനെ എടുത്തു വളർത്തിയ രക്ഷിതാക്കൾ മുഹമ്മദ് നബിയെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു. സാലിമിനെ എടുത്തു വളർത്തി. ആ സാലിം ഇപ്പം മുതിർന്ന പൗരനായി, മീൻസ് വലിയ മുതിർന്ന ആളായി. സാലിമിൻ്റെ വളർത്തു മാതാവിനും സാലിമിന് ഇപ്പോൾ ഈ ആയത്ത് വന്നതോടുകൂടി ഇവർ അന്യ സ്ത്രീ പുരുഷന്മാരായി. ഇവർക്ക് പരസ്പരം കാണാനോ മിണ്ടാനോ പോലും പറ്റാത്ത അവസ്ഥയായി. സാലിമിൻ്റെ ഉമ്മ വന്നിട്ട്, ഉമ്മ എന്ന് പറയുമ്പോൾ വളർത്തു മാതാവ് വന്നിട്ട് പറയാണ്, സാലിമും ഞാനും തമ്മിൽ അത്രയും സ്നേഹത്തിൽ മകനെ പോലെ ഞാൻ സ്നേഹിച്ച് വളർത്തിയതാണ്. എൻ്റെ പൊന്നോമന പുത്രനാണ്. ഞാൻ എൻ്റെ ശരീരഭാഗങ്ങളും സൗന്ദര്യമൊക്കെ അവന് അന്യമല്ല, അവനത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ അത്ര കാഷ്വൽ ആയിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ച് അങ്ങനെ നടന്നിരുന്ന ആളാണ്. കാരണം സ്വന്തം മോനായിട്ടാണല്ലോ അതുവരെ കണ്ടിരുന്നത്. അപ്പം നിങ്ങൾ ഈ ആയത്ത് അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു നിയമം വരുമ്പോൾ എനിക്ക് അവനെ കാണാനോ കാണാതിരിക്കാനോ അവനെ പിരിഞ്ഞിരിക്കാനോ കഴിയില്ല, എനിക്കതിനൊരു പരിഹാരം വേണം എന്ന് പറയണം. ആലോചിക്കണം, ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ഏറ്റവും ഉത്തമ മാതൃക കാണിക്കാൻ വേണ്ടി മുഹമ്മദ് നബിയുടെ മാനം പോലും പോകുന്ന കേസായിട്ടും അള്ളാഹിൻ്റെ ഒരു നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന രീതിയിൽ മുഹമ്മദ് നബി മനോവേദനയോടുകൂടിയാണ് വളർത്തുമാതാവിൻ്റെ മകളെ കെട്ടുന്നതെന്നാണ് ഇവർ വ്യാഖ്യാനിക്കുക. കാരണം അത് അള്ളാഹിൻ്റെ ഒരു തീരുമാനമായിരുന്നു, വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല നബിക്ക് എന്നാ പറയാം. അങ്ങനെ കഷ്ടപ്പെട്ട് മുഹമ്മദ് നബിക്ക് ചീത്തപ്പേരുണ്ടാക്കി ലോകാവസാനം വരെ മുഹമ്മദ് നബിക്ക് നാറ്റക്കേസാവുന്ന ഒരു പ്രക്രിയയിലൂടെ ഒരു കസ്റ്റം, അതൊരു വലിയ പ്രശ്നമാണെന്നാണ് പറയുന്നത്. വളർത്തു മക്കളെ സ്വന്തം മക്കളെ പോലെ പരിഗണിക്കുന്ന അന്ധവിശ്വാസം, അനാചാരം, അത് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ഒരു സംഭവം ചെയ്തിട്ട് ആ അന്ധവിശ്വാസത്തിൽ തുടരാനുള്ള പോംവഴി ചോദിച്ചുകൊണ്ട് മുഹമ്മദ് നബിയോട് അടുപ്പമുള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ അനുയായിയായിട്ടുള്ള ഒരു സ്ത്രീ വന്നു. എനിക്ക് എൻ്റെ വളർത്തു മകനെ പിരിഞ്ഞിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം മുഹമ്മദ് നബി പറഞ്ഞു, ഇജോ എനിക്ക് മുല കൊടുക്കുക എന്ന് പറഞ്ഞു, നീ അവനെ മുല കുടിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പം അവൾ ചോദിച്ചു, ഞാൻ എങ്ങനെ അവനക്ക് മുല കൊടുക്കുക? ഓന് മുതിർന്ന വളർന്ന ഒരു പുരുഷനാണ്, ഒത്തൊരു പുരുഷനാണ്, ഞാൻ എങ്ങനെ അവനക്ക് മുല കൊടുക്കുക? അതെനിക്കറിയാം, ഈ മുല കൊടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്ത്രീ 5 പ്രാവശ്യം മുല കൊടുത്തു എന്നും ബ്രസ്റ്റ് ഫീഡിങ് നടത്തിയെന്നും സക്കിൾ ചെയ്തു എന്നും അങ്ങനെ മുലകുടി ബന്ധത്തിലുള്ള മകനായി ഈ ചങ്ങാതിനെ മാറ്റിക്കൊടുത്തു എന്നുമാണ് ഹദീസിലുള്ളത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് എല്ലാവരും പറയാൻ എന്താണെന്നറിയോ? ഇത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്, ഇതൊക്കെ ചർച്ചയാവുന്ന സമയത്ത് നമുക്ക് പറയാം. അപ്പോൾ ഒരു കാര്യം ഹദീസിലുണ്ടെങ്കിൽ ഹദീസിലില്ലേ, പിന്നെന്താ? ഹദീസിലുണ്ടോ? ഹദീസിലുണ്ട്. ഹദീസിലുണ്ടെങ്കിൽ അത് പോരെ, അത് മതി. അപ്പം മുല കൊടുക്കാൻ പറഞ്ഞു. മുതിർന്ന പുരുഷനെ വളർത്തുപുത്രനാക്കാൻ മുല കൊടുക്കാൻ പറഞ്ഞ ഒരു ഹദീസിനെ കുറിച്ച് എന്താ അഭിപ്രായം? അത് വിശദീകരിക്കുമ്പോൾ ഓൽക്ക് ഹദീസ് പോരാ. ഓൽക്കപ്പോൾ പാൽക്കുപ്പി വേണം, ബ്രസ്റ്റ് പമ്പ് വേണം, ഒക്കെ വേണം. എന്നിട്ട് മക്കളില്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ ഒരു പക്ഷേ വളർത്തു മകനായിട്ട് കണ്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ വളർത്തിയെടുത്ത മകൻ മുതിർന്ന പയ്യനായിട്ട് യുവാവായി നിൽക്കുന്ന സമയത്ത് മുല കൊടുക്കാൻ പറയുന്ന പ്രവാചകനെ കുറിച്ച് ആലോചിക്കാം. എന്നിട്ട് ഇപ്പം ന്യായം എന്താ വെച്ചാൽ, ആ ഹദീസിൽ അങ്ങനെ ഉണ്ട്, പക്ഷെ വായിക്കേണ്ടത് അങ്ങനെയല്ല, അതിൻ്റെ വിശദീകരണം വേറെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കണേ, അത് പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുത്ത് കറന്നെടുത്ത് കൊടുത്തതാണ് എന്ന്. ഈ കറന്നെടുത്ത് കൊടുത്തത് ഹദീസിലുണ്ടോ? ഇല്ല. മുല കൊടുക്കാൻ പറഞ്ഞ ഹദീസിലില്ലേ? ഉണ്ട്. മുല കൊടുത്തു എന്ന് പറയുന്ന ഹദീസിലില്ലേ? ഉണ്ട്. അപ്പം മുല കൊടി ഹദീസ് ഉള്ളതല്ലേ? അപ്പോൾ ബാസിൽ പറയില്ല, അല്ല അങ്ങനെ പറ്റില്ല, അത് പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കും. പൊന്നാര ബാസിലെ പാത്രം എവിടുന്ന് കിട്ടി? വേറെ ഗ്രന്ഥത്തിൽ തപ്പിപ്പോണ്ടേ? ഇതിന് വിശദീകരണം പിന്നീട് നാണോ മാനവും വന്നതിന് ശേഷം എഴുതിയ കിതാബുകളിലെ വിശദീകരണം, ന്യായീകരണത്തിലേക്ക് തപ്പിപ്പോണ്ടേ? ഹദീസിൽ കിട്ടുമോ? അപ്പം ഹദീസിലുള്ളതൊക്കെ ശരിയാവുമോ? ഹദീസിലുള്ളത് അതുപോലെ വിശ്വസിക്കാൻ പറ്റുമോ? അബ്ദുള്ള ബാസിലോടാണ് ചോദ്യം. ബാക്കി വിശ്വാസികൾക്കും മറുപടി പറയാം. അപ്പം ഇവർ പറയും ഇത് പാത്രത്തിലെടുത്തതാണ്,
ഇവരുടെ ഒരു ലോജിക്കും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പോൾ അവർ പറയും ഇത് പാത്രത്തിൽ പിഴിഞ്ഞു കൊടുത്തതാണ്. എന്നിട്ട് അതേ ഇവർ പറയും ഇത് എല്ലാവർക്കും ഉള്ളതല്ല, ഈ ചങ്ങാതിക്ക് മാത്രം ഉള്ളതാണ്. പാത്രത്തിൽ പിഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആർക്കും വേണമെങ്കിൽ കൊടുത്തൂടെ? ഇപ്പം നമ്മളുടെയൊക്കെ പണ്ട് കണ്ണിൽ കരട് പോയി കഴിഞ്ഞാൽ അയൽക്കത്ത് എവിടെയെങ്കിലും മുല കൊടുക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ കണ്ണിൽ കരട് പോവുകയോ മറ്റേ ചെങ്കണ്ണ് പോലത്തെ അസുഖങ്ങൾ വരികയൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ഒരു നാട്ടുപ്രയോഗമാണ് മുലപ്പാൽ കണ്ണിലിറ്റിക്കുന്ന പരിപാടി. അതുകൊണ്ട് അപ്പം അത് ആർക്കും വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണല്ലോ. അത് സ്ത്രീകൾ തമ്മിൽ ചെയ്ത് നമുക്ക് കണ്ണിലേക്ക് ഒറ്റിക്കാനുള്ളത് കിട്ടിയാൽ മതിയല്ലോ. പാത്രത്തിൽ പിഴിഞ്ഞു കൊടുക്കാനാണെങ്കിൽ എന്തിനാണ് ഇദ്ദേഹത്തിന് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയത്? എന്തിനു വേണ്ടി പരിമിതപ്പെടുത്തി? മുഹമ്മദ് നബിയുടെ ഏതെങ്കിലും ഭാര്യമാരെ പിടിച്ചിട്ട് നമ്മുടെ ഹാരിസിനെ കൊണ്ട് ഒരു 4 പ്രാവശ്യം മുല കൊടുപ്പിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സോറി, ഹാരിസിനെ കൊണ്ടല്ല, എന്താ അവൻ്റെ പേര്, സെയ്ദിനെ കൊണ്ട് 10-12 ഭാര്യമാർ, എമ്പാടും കുട്ടികളും മുലകുടി പ്രായമുള്ള കുട്ടികളൊക്കെ ഉള്ള ഭാര്യമാർ എമ്പാടും ഉണ്ടായിരിക്കെ അതിലേതെങ്കിലും ഒരു ഉമ്മഹാത്തുൽ മുഅ്മിനീനെ കൊണ്ട്, മുഹമ്മദിന്റെ ഏതെങ്കിലും ഒരു ഭാര്യനെ കൊണ്ട് സെയ്ദിന് ഒരു 5 പ്രാവശ്യം മുലപ്പാൽ കുടിപ്പിച്ചിരുന്നെങ്കിൽ, ഇനിയിപ്പോൾ കറന്നെടുത്തിട്ട് കുടിപ്പിച്ചിരുന്നെങ്കിൽ സെയ്ദിന് ഈ വല്ല ഗതികേടും വരുമായിരുന്നോ? അപ്പം മുലകുടി ബന്ധത്തിലുള്ള വളർത്തുമകനാകുമായിരുന്നില്ലേ? അപ്പൊ സൈനബിനെ കല്യാണം കഴിക്കാതിരിക്കാമായിരുന്നില്ലേ? അപ്പൊ സൈനബ് രക്ഷപ്പെടുമായിരുന്നില്ലേ? എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. മുലപ്പാൽ കൊടുക്കാൻ തയ്യാറായ എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു വാദം. രണ്ടാമത്തെ വാദം, ഇത് ആരും വേറെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നാ. ആയിഷ പ്രാക്ടീസ് ചെയ്തു എന്ന് ഹദീസിലുണ്ട്. സുനൻ അബൂദാവൂദിൽ വൃത്തിയായി എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം വന്ന സമയത്ത് ഹദീസിലുള്ള കേട്ടോ പറയുന്നത്, അബ്ദുള്ള വാസിൽ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെ ഹദീസ് വന്നപ്പോൾ ആയിഷ ഇതിനെ ഒരു തക്കമായിട്ട് എടുത്തു. ആയിഷ എന്ത് ചെയ്തു? ആയിഷ താത്താന്റെ മക്കളോടും ആങ്ങളാരുടെ മക്കളോടും മറ്റുള്ള ആയിഷന്റെ ബന്ധത്തിലുള്ള ആൾക്കാരോടും ആയിഷന്റെ മുറിയിലേക്ക് ആരെങ്കിലും കയറ്റണം, പുരുഷന്മാരെ ആരെങ്കിലും ആയിഷന്റെ അടുത്തേക്ക് വരണം, ഹിജാബ് ഇല്ലാതെ ഏതെങ്കിലും പുരുഷന്മാരുമായിട്ട് ഇടപഴകണം എന്ന് ആയിഷ ആഗ്രഹിച്ചാൽ ആ ചെക്കന്മാരെ പിടിച്ച് ഈ ആയിഷയുടെ സഹോദരിമാരോടോ സഹോദരന്റെ ഭാര്യമാരോടോ അങ്ങനെയുള്ള ആൾക്കാരോട് ആരെങ്കിലും മുല കൊടുക്കാൻ പറയും. അങ്ങനെ മുല കൊടുത്തു കഴിഞ്ഞാൽ ആയിഷക്ക് ഈ ചങ്ങാതി മുലകുടി ബന്ധത്തിലുള്ള സഹോദരനോ അമ്മാവനോ കൈമാറും. അപ്പോൾ ആയിഷന്റെ അടുത്തേക്ക് ആണുങ്ങൾക്ക് കയറാം. ഇത് ആയിഷ പ്രാക്ടീസ് ചെയ്തു എന്ന് ഹദീസിലില്ലേ? ഹദീസിലുണ്ടായ പോരെ? ഹദീസിലുണ്ടായ മതിയല്ലോ അല്ലേ അബ്ദുള്ള ബാസിലെ? അപ്പം ഞാൻ ഇനി ഷറഹ് തേടി പോണോ? ഹദീസ് കാണണോ? ഇപ്പം ആർക്കെങ്കിലും ഹദീസ് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ആയിഷ ഇതൊരു സൂത്രമായി പ്രയോഗിച്ചിരുന്നു എന്ന ഹദീസ് ഇല്ല എന്ന് വാദമുള്ള വിശ്വാസികൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയാൽ ഞാൻ സ്ക്രീനിൽ ഹദീസ് കാണിക്കും. ഹദീസിലുണ്ട്. മറ്റു നിരവധി ഹദീസുകളിൽ പറയുന്നു മുഹമ്മദ് നബിയുടെ ആയിഷ ഒഴികെ ബാക്കി ഒരു ഭാര്യമാരും ഈ ഏർപ്പാട്, ഇങ്ങനെ ഒരു മുല കൊടുക്കൽ ഏർപ്പാടിലൂടെ ആളുകളെ സഹോദരന്മാരോ മുലകുടി ബന്ധത്തിലുള്ള മക്കളോ ആക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് ഇഷ്ടംപോലെ ഹദീസിലുണ്ട്. എന്ന് പറഞ്ഞാൽ ആയിഷ ഇത് ചെയ്തിരുന്നു എന്ന് മുഹമ്മദിന്റെ മറ്റ് ഭാര്യമാർ സ്ഥിരീകരിക്കുന്നതായിട്ടുള്ള ഹദീസ് ഉണ്ട്. ആയിഷ ഇത് ചെയ്തിരുന്നു എന്നും അത് മുഹമ്മദിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നും സുനൻ നസായിയുടെ വേറെ ഹദീസിലുണ്ട്. എന്താ സംഭവം? ഒരു ദിവസം മുഹമ്മദ് നബി കയറി വരികയാണ്. ഇന്ന് ലൈവ് നീണ്ടു പോകും, പിന്നെ ഞാൻ അതുകൊണ്ടാണ് ശനിയാഴ്ച ആക്കണമെന്ന് ചോദിച്ചത്. കാരണം ഇവരുടെ നുണ പറച്ചിൽ ഒരു മഹാമഹമാണ്. അത് പൊളിക്കലാണ് നമ്മളുടെ ഇന്നത്തെ പ്രധാന അജണ്ട. പറയുമ്പോൾ ഹദീസിലുണ്ടെങ്കിൽ പിന്നെ ഒന്നും കുഴപ്പമില്ല, ഹദീസിലുണ്ടെങ്കിൽ അതന്നെ മതിയായ തെളിവാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതുകൂടി പറയാം. അപ്പോൾ ഒരു ദിവസം മുഹമ്മദ് നബി ആയിഷാന്റെ വീട്ടിൽ കയറി വരിക. അപ്പൊ ആയിഷാന്റെ കൂടെ ഏതോ ഒരു അന്യ പുരുഷൻ ഇരിക്കുന്നു. ഏതോ ഒരു പുരുഷൻ ആയിഷയുടെ കൂടെ ആയിഷയുടെ വീട്ടിലിരിക്കുന്നത് മുഹമ്മദ് കാണുന്നു. മുഹമ്മദിന് അത് ഇഷ്ടപ്പെട്ടില്ല. മുഹമ്മദിന് ദേഷ്യം വന്നു. ഹദീസിലുള്ളതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അബ്ദുള്ള അബ്ബാസിലെ ഹദീസിലുള്ളതാണ്. പിന്നെന്താ വേണ്ടത്? ഹദീസിലുണ്ടെങ്കിൽ അത് പോരെ, അത് മതി കേട്ടോ. തൽക്കാലം ഹദീസിലുള്ളത് മതി. അപ്പൊ മുഹമ്മദ് നബിക്ക് ദേഷ്യം വന്നു. മുഹമ്മദ് നബിക്ക് ദേഷ്യം വന്നപ്പം ആയിഷക്ക് മുഹമ്മദ് നബിക്ക് ദേഷ്യം വന്ന കാര്യം മനസ്സിലായി. അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞു, നിങ്ങൾ ബേജാറാകല്ലേ, ഇത് മുലകുടി ബന്ധത്തിലുള്ള എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു. അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞു, ആയിഷ ഇത് നല്ലോണം ആലോചിച്ചോ, മുലകുടി ബന്ധം കൊണ്ടൊക്കെ ബന്ധം സ്ഥാപിക്കപ്പെടണമെങ്കിൽ അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അത് വിശപ്പ് മാറാൻ വേണ്ടി മുല കൊടുത്താലേ ഉള്ളൂ കേട്ടോ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാവുക എന്ന് ആയിഷ പറഞ്ഞതായി ഹദീസിൽ സഹീഹായി ഉദ്ധരിക്കപ്പെട്ട് രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്.
എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഒത്ത പുരുഷനായ ഒരു ചെറുക്കനെ, ഒരു യുവാവിനെ കൊണ്ട് വളർത്തുമാതാവിനോട് മുതിർന്നതിന് ശേഷം മുല കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അത് ഒരു ന്യായമായി കണ്ടുകൊണ്ട് ആയിഷയുടെ അടുത്തേക്ക് ആരെങ്കിലും വരുത്തണം എന്ന് ആയിഷ വിചാരിച്ചാൽ അവരെ കൊണ്ട് ആയിഷയുടെ കുടുംബത്തിലുള്ള മറ്റു സ്ത്രീകളെ കൊണ്ട് മുല കൊടുപ്പിച്ചു. എന്നിട്ട് ആയിഷ അവരെ വീട്ടിൽ കയറ്റി. ആയിഷ ഇങ്ങനെ ആളുകളെ വീട്ടിൽ കയറ്റിയിരുന്നു എന്നതിനെന്താ തെളിവ്? അത് വേറെ ഹദീസുണ്ട്. ആയിഷ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ മുഹമ്മദ് കയറി വരുമ്പോൾ ആയിഷയുടെ കൂടെ മറ്റൊരു പുരുഷനെ കണ്ടു. അങ്ങനെ കണ്ട സമയത്ത് മുഹമ്മദ് നബിക്ക് ദേഷ്യം വന്നു. ആയിഷ പറഞ്ഞു, പേടിക്കണ്ട, ഇത് മുലകുടി ബന്ധത്തിലുള്ള എൻ്റെ സഹോദരനാണ്. ഇതൊക്കെ ഹദീസില്ലേ ബാസിലെ? ഞാൻ ഈ വക ചീഞ്ഞ കേസൊന്നും എടുക്കാത്തതാണ്. പക്ഷെ പരിഹാസവും അഹങ്കാരവും കൊണ്ടല്ല ആശയങ്ങൾ സ്ഥാപിക്കപ്പെടേണ്ടത് എന്ന് അബ്ദുള്ള ബാസിലിന് നേരം വെളുക്കുന്നത് വരെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഡോസ് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ വാദങ്ങൾ ഗണ്ണിക്കുകയാണെങ്കിൽ ഗണ്ണിക്കുക, മുറിച്ചെടുത്ത് പൊട്ട് പീസ് വീഡിയോ ചെയ്ത് ആളുകളുടെ മുമ്പിൽ പരിഹസിച്ചുകൊണ്ട് ചിരിച്ചാൽ നിങ്ങൾ വിജയിക്കുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ മുഹമ്മദിന്റെ സകല നാറ്റക്കേസും പുറത്തിടാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഏതോ ഒരു അവതാരമായിട്ടാണ് കാണുക. അപ്പൊ ഈ മുലകുടി ഹദീസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഹദീസിലുള്ളതാണ്, സഹിഹായി വന്നതാണ്, തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ നിരാകരിക്കാൻ പറ്റില്ല, കാരണം ഹദീസിലില്ലേ. അതുപോലെ ഹദീസിൽ പോരെ, ഹദീസിലുണ്ടായ പോരെ ബാസില്? വേണമെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കേട്ടോളി. ആ ഹദീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആ പുള്ളി പറഞ്ഞ ഒന്നുകൂടി കേട്ടോളി. ഇപ്പൊ ഒന്നുകൂടി കേട്ടോക്കിയ ബാസിൽ പറയണത്. കല്യാണം കഴിഞ്ഞ് കൊണ്ടെന്നാണ് ഹദീസിലുണ്ട്. ഹദീസിലുണ്ട്, ഓക്കെ, ഹദീസിലുണ്ട് കേട്ടോ. പക്ഷെ എന്താ പ്രശ്നം? ഹദീസിലുണ്ടല്ലോ, അത് മതിയല്ലോ അല്ലെ? പോരാ, ഹദീസുണ്ട്, കല്യാണം കഴിച്ചു എന്നുള്ള ഹദീസുണ്ട്, തെളിവുണ്ട്. പക്ഷെ പറ്റൂല. പിന്നെന്താ? അത് ഇസ്ലാമിക രീതിയിലുള്ള വിവാഹമാണ് എന്ന് സമർത്ഥിക്കാൻ കഴിയുമോ? ഇല്ല. അതൊരു വിവാഹമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുമോ? ഇല്ല. വിവാഹമാണ് സ്ഥാപിക്കാൻ പറ്റും. അപ്പൊ വിവാഹമാണെന്ന് സ്ഥാപിക്കാൻ പറ്റൂല. ശരി, അത് വല്ലാത്തൊരു കാര്യമാണ്. പുതിയ പേഴ്സ്പെക്റ്റീവ് ആണോ? ബാക്കി കേട്ട അത് വിവാഹമാണോ? അല്ല. അത് ശരി, വിവാഹമല്ല. അപ്പൊ വിവാഹമാണെന്ന് ഹദീസ് ഉണ്ട്, വിവാഹമാണോ? അല്ല. ഇനി സംശയം ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഞാൻ ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഹദീസിലുണ്ടോ? ഉണ്ട്. ഹദീസിലുണ്ട്. ഹദീസിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഹദീസിലുണ്ടോ? ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം? പിന്നെന്താ പ്രശ്നം? അപ്പൊ തെളിവുണ്ട്, ഹദീസിലുണ്ട്, ഹദീസിലുണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നെന്താ പ്രശ്നം? എന്താ നമുക്ക് മനസ്സിലാകുന്നില്ല. ഹദീസിലുള്ളതൊക്കെ ശരിയാവോ? അത് ശരി. അപ്പൊ ഹദീസിലുണ്ട്, ഹദീസിൽ ഉണ്ടോ? ഉണ്ട്. പക്ഷെ ഹദീസിലുള്ളതൊക്കെ ശരിയാ. പ്രിയപ്പെട്ട സുഹൃത്തെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന് തെളിവായി നമ്മൾ ഹദീസ് കൊണ്ടുവന്നു. പ്രിയപ്പെട്ട ബാസിലെ, മുഹമ്മദ് നബി ചെയ്തതും ആയിഷ ചെയ്തതും അതിന്റെ തെളിവും ഹദീസിലുണ്ട് എന്ന് നമ്മൾ തെളിവ് കൊണ്ടുവന്നു. 3 ഹദീസുകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. ഇനി ഹദീസ് ഏതാ തെളിവ് വെക്കുക എന്നൊക്കെ പറയേണ്ടവർ, തെളിവ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ആവശ്യപ്പെട്ടാൽ തെളിവുകൾ കാണിക്കും. സാലിമിന്റെ ഹദീസിന് പ്രത്യേക തെളിവ് ആവശ്യമില്ല, കാരണം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഞാൻ കുറച്ചുകൂടി കടത്തി പറഞ്ഞ 2 ആരോപണങ്ങൾക്ക് ഇത് മറയാക്കി ആയിഷ സ്വന്തം വീട്ടിലേക്ക് ആളെ കയറ്റാൻ വേണ്ടി സ്വന്തം ജ്യേഷ്ഠത്തിന്റെ മക്കളെ കൊണ്ടും ആങ്ങളാരുടെ ഭാര്യമാരെ കൊണ്ടൊക്കെ മുല കൊടുപ്പിച്ചിരുന്നു എന്ന് ഹദീസിൽ തെളിവുണ്ട്. തെളിവ് ആവശ്യമുള്ളവർ ചോദിച്ചോ. മുഹമ്മദ് നബി ഒരു ദിവസം വീട്ടിൽ കയറി വന്ന സമയത്ത് ആയിഷാന്റെ കൂടെ വേറൊരു പുരുഷൻ ഇരിക്കുന്നത് കണ്ടപ്പോ മുഹമ്മദ് നബിക്ക് ദേഷ്യം വന്നതും ആയിഷ അത് മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് എന്ന് പറഞ്ഞതും, അതിനുശേഷം മുഹമ്മദ് അങ്ങനെ മുലകുടി ബന്ധത്തിലൊക്കെ സാഹോദര്യം സ്ഥാപിക്കപ്പെടണമെങ്കിൽ അതിന് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ എന്ന് ആയിഷയെ ഓർമ്മിപ്പിച്ചതും ഹദീസിലുണ്ട്. അപ്പോൾ ആളുകൾ പറയണു തെളിവ് വേണം എന്ന്. തെളിവ് വേണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ തെളിവ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അല്ലാതെ ബാസിൽ പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നമ്മൾ തെളിവ് വെക്കാൻ പോവാണ്. അപ്പോൾ തെളിവ് പിടിച്ചോളി. തെളിവ് തരാം കേട്ടോ. ഇതാണ് ഒന്നാമത്തെ തെളിവ്. അബൂദാവൂദിൽ നിന്ന്, സുനൻ അബൂദാവൂദിൽ സഹീഹായി ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്.
ഈ ഹദീസിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾ തന്നെ വായിച്ചു നോക്കിക്കോളൂ. തെളിവ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. തെളിവ് വേണം എന്ന് പറഞ്ഞു, തെളിവ് തന്നു. ആയിഷയെ ആരെങ്കിലും സന്ദർശിക്കണമെന്നും ആയിഷയ്ക്ക് ആരെങ്കിലും കാണണമെന്നും ആയിഷ ആഗ്രഹിച്ചാൽ, ആയിഷ ഈ ഹദീസിന്റെ, അതായത് ഈ സുനൻ അബൂദാവൂദിന്റെ 2061 ഈ സാലിമിന്റെ കേസ് വളരെ വിശദമായി പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഇത് വരുന്നത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഹദീസ്. ഇനി ഇത് ആയിഷ ചെയ്തിരുന്നു എന്നും ആയിഷയല്ലാത്ത മറ്റൊരു ഭാര്യമാരും ഈ തരത്തിലുള്ള ഒരു മുലകുടി ബന്ധം കൊണ്ട് സാഹോദര്യം സ്ഥാപിച്ചിരുന്നില്ല എന്നും ഇതേ ഹദീസിലുണ്ട്. സുനൻ അബീദാവൂദിൽ കൃത്യമായി എഴുതപ്പെട്ടിട്ടുണ്ട്, ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഉള്ളത് കൃത്യമായി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ആയിഷ ചെയ്തിരുന്നു എന്നതിനൊരു തെളിവ് വേണ്ടേ? അതിൻ്റെ തെളിവാണ് സുഹൃത്തുക്കളെ ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഇത് ആയിഷ പ്രയോഗവൽക്കരിച്ചു എന്നതിൻ്റെ തെളിവാണ് സുനൻ നസായിലെ 33:12 ഹദീസ്. ഒരു ദിവസം അള്ളാഹുവിൻ്റെ പ്രവാചകർ ആയിഷയുടെ അടുക്കൽ പ്രവേശിച്ചപ്പോൾ ആയിഷയുടെ കൂടെ മറ്റൊരാളുണ്ടായിരുന്നു, ഒരു പുരുഷനുണ്ടായിരുന്നു. മുഹമ്മദ് നബി അത് കണ്ട് അസ്വസ്ഥനായി. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ദേഷ്യം വന്നതായിട്ട് ആയിഷ മുഹമ്മദ് നബിയുടെ മുഖത്ത് ദേഷ്യം വന്നതായിട്ട് കണ്ടു. അപ്പൊ ആയിഷ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇത് മുലകുടി ബന്ധത്തിലൂടെ എനിക്ക് സാഹോദര്യം സ്ഥാപിക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഇത്തരം സാഹോദര്യത്തെക്കുറിച്ച് നല്ലോണം ശ്രദ്ധ വേണം എന്ന് പറഞ്ഞു. എന്താണത്? എണ്ണം അനക്ക് ഓർമ്മ വേണം. അല്ലെങ്കിൽ ആർക്കൊക്കെ എത്ര തവണ മുല കുടിച്ചാലാണ് ബന്ധം സ്ഥാപിക്കുക എന്ന് മനസ്സിലാക്കണം. അതും പോരാഞ്ഞിട്ട് മുല കുടിക്കുന്നു എങ്കിൽ, മുല കുടിക്കുന്നത് വിവാഹബന്ധം നിഷിദ്ധമാകുന്ന തരത്തിലുള്ളതാവണമെങ്കിൽ മുലകുടി വിശപ്പ് മാറാനുള്ള അവസ്ഥയിലുള്ള മുലകുടിയായിരിക്കണം എന്ന് മുഹമ്മദ് ആയിഷയെ ഓർമ്മിപ്പിച്ചു. അപ്പൊ തെളിവ് കിട്ടിയില്ല എന്ന് പറയരുത്. അപ്പൊ ഇനി ബാസിലിനോട് ചോദിക്ക, ബാസിലിക്ക ഹദീസിലില്ലേ? ഹദീസിലുണ്ടെങ്കിൽ അത് പോരെ? ഹദീസിലുള്ളതൊക്കെ ശരിയാവുമെന്ന് ഞാൻ ചോദിച്ചു അബ്ദുള്ള ബാസിനോട്. ഹദീസിലുണ്ട് എന്നതുകൊണ്ട് ഒരു കാര്യം സ്ഥിരപ്പെടുമോ? ഹദീസിലുള്ളതൊക്കെ അതുപോലെ വിശ്വസിക്കണോ? കാരണം ഞാൻ എടുക്കാറില്ല ഹദീസിലുള്ള ഇതുപോലെയുള്ള ചീഞ്ഞ കേസുകളൊന്നും ഞാൻ എടുത്ത് വിഷയം അവതരിപ്പിച്ചിട്ടില്ല. ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഇതിനെയൊക്കെ ന്യായീകരിച്ചു വരുമ്പോൾ ആ ന്യായീകരണത്തിന്റെ പരിഹാസ്യത പറഞ്ഞിട്ടുണ്ടാവും. അതല്ലാതെ ഇതൊന്നും വലിയ ഇസ്ലാമിനെതിരെയുള്ള വിമർശനമായിട്ട് ഞാൻ ഉന്നയിക്കാറുള്ളതല്ല. എന്നെ കൊണ്ട് ഈ ഹദീസ് എടുപ്പിച്ചതാണ്. എന്തുകൊണ്ട്? ഹദീസിലുള്ളതൊക്കെ ശരിയാകുമോ എന്ന് ബാസിലിനോട് ഞാൻ ചോദിച്ചപ്പോൾ അബ്ദുള്ള ബാസിലിന് ഒന്നുകിൽ ഹദീസിലുള്ളതൊക്കെ ശരിയാവും എന്ന് പറയാം, അല്ലെങ്കിൽ ഹദീസിലുള്ളത് കൊണ്ട് മാത്രം ശരിയാവില്ല, അതിന് വേറെ ചില ഷർത്തുകളുണ്ട് എന്ന് എന്നോട് പറയാം. അതിന് പകരം അബ്ദുള്ള ബാസിൽ അഹങ്കാരം നിറഞ്ഞ ആ വഷളൻ ചിരി ഒരു പരിഹാസ ചിരിയിൽ ഒതുക്കുകയാണ് ചെയ്തത്. അത് കാപട്യമാണ്, അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കലാണ്. ഇനി വിശ്വാസികൾ പറയൂ, ഇത് ഹദീസിലില്ലാത്തതാണോ? ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഹദീസിലാണോ? ഇത് സഹിഹായ ഹദീസാണോ? ഹദീസിലില്ലേ? ഹദീസിലുണ്ടെങ്കിൽ സമ്മതിക്കുമോ? ഹദീസിലുള്ളതൊക്കെ ശരിയാകുമോ? അബ്ദുള്ള ബാസിലും കീജയ് വിളിക്കുന്ന കുട്ടികളും പറയണം, ശരിയാകുമോ? ഞാൻ ഒന്നുകൂടി സ്നേഹത്തോടെ ചോദിക്കുക, അബ്ദുള്ള ബാസിലെ ഹദീസിലുണ്ട് എന്നതുകൊണ്ട് എല്ലാം ശരിയാവുമോ? ശരിയാവുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീനായിട്ടുള്ള ആയിഷ ഈ ചെയ്തു എന്ന് ഹദീസിലുള്ള ഭാഗം മുസ്ലിം സ്ത്രീകൾക്ക് മാതൃകയാക്കാവുന്നതാണോ? ആയിഷ എന്ന് പറഞ്ഞാൽ ചില്ലറ പുള്ളിയല്ലല്ലോ. മുഹമ്മദ് നബിയെ 8-ാം വയസ്സിൽ അല്ലെങ്കിൽ 7-ാം വയസ്സിൽ 6-ാം വയസ്സിൽ കല്യാണം കഴിപ്പിച്ച് 9-ാം വയസ്സിൽ മണിയറയിൽ എത്തിച്ചത് മുഹമ്മദ് നബിയുടെ ജീവിതം അങ്ങനെ പഠിച്ച് മനസ്സിലാക്കി, പ്രത്യേകിച്ച് ദാമ്പത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലോണം മനസ്സിലാക്കിയിട്ട് 2 തലമുറക്കെങ്കിലും പകർന്നു കൊടുക്കുക എന്ന വലിയ ആത്മീയമായ ദൗത്യം നിർവഹിച്ച, ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെയും പ്രവാചക വിജ്ഞാനത്തിൻ്റെയും വലിയ സ്രോതസ്സായിട്ടുള്ള ആയിഷ ഇതിനെങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന് ഹദീസിലുണ്ട്, സഹീഹാണ്. ഞാൻ ഇതൊക്കെ മുൻനിർത്തിയിട്ട് ബാസിനോട് ഒന്നുകൂടി ചോദിക്കുകയാണ്, ഹദീസിലുണ്ടായാൽ മതിയോ ബാസിലെ?
ഞാൻ പറയുന്നു ഹദീസിലുണ്ട് എന്നതുകൊണ്ട് അതെല്ലാം കൂടി മുഹമ്മദിനെതിരെ ആരോപിക്കുന്നത് ഉചിതമല്ല. അതിൻ്റെ ലോജിക്ക് നോക്കണം, അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാരസ്പര്യം നോക്കണം, അത് ഇന്നത്തെ കാലത്തെ മനുഷ്യനെ ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അത് നോക്കിയിട്ട് വിമർശിച്ചാൽ മതിയെന്നാ എൻ്റെ പക്ഷം. അതെന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ തള്ളിമറിച്ചും അഹങ്കാരം കൊണ്ട് കെറിവ് കൊണ്ട് ഇങ്ങനെ പുറത്തിറങ്ങി വരുമ്പോൾ കൃത്യമായിട്ട് ചോദിക്കും. അപ്പം അതിന് മറുപടി പറയും. ഇത് ബാസിൽ പ്രത്യേകമായിട്ട് ചോദിച്ചു വാങ്ങിയതാണ്. യു എ കുട്ടികൾ മൊത്തത്തിലല്ല, അബ്ദുള്ള ബാസിൽ സ്പോൺസേർഡാണ്. അബ്ദുള്ള ബാസിലിന് വേണ്ടി അബ്ദുള്ള ബാസിൽ എന്നോട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ഹദീസിലുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യത്തെ അപ്പടെ വിഴുങ്ങാൻ കഴിയില്ല എന്ന് അബ്ദുള്ള ബാസിൽ പറയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചോദിച്ചതാണ്. അല്ല ഇതൊക്കെ ഹദീസിലുണ്ടോ, അതിനെന്താ കുഴപ്പം എന്നാണെങ്കിൽ അബ്ദുള്ള ബാസിൽ അത് ചോദിക്കട്ടെ, അപ്പം നമുക്ക് അതിന് മറുപടി പറയാം. ഇനി നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നാൽ ഇങ്ങനത്തെ നാറ്റക്കഥകൾ വേറെ ഉണ്ട് കേട്ടോ. അബ്ദുള്ള ബാസിനോട് പറയാം, എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒന്നുകൂടി പറയാം, എനിക്ക് ഇങ്ങനത്തെ ചീഞ്ഞ കഥകളിൽ പുറകെ പോകാൻ താല്പര്യമില്ല, അതുകൊണ്ട് നിർത്തിയതാണ്. നിങ്ങൾ തോട്ടത്തിൽ വരികയാണെങ്കിൽ അപ്പം നമുക്ക് ആലോചിക്കാം. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഹദീസിലുണ്ട് എന്നതുകൊണ്ട് ഒരു കാര്യം അബ്ദുള്ള ബാസിൽ അംഗീകരിക്കുമോ ഇല്ലയോ? ഇല്ല. ഒരു വിഷയത്തെക്കുറിച്ച്, മുഹമ്മദിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ട, ആയിഷയിൽ നിന്ന് നിവേദനം ചെയ്തു വന്ന ഹദീസിന്റെ ഭാഗമായ ഒരു കാര്യം ഒരു 3 വർഷം മുൻപ് നടന്ന ക്ലബ് ഹൗസ് ചർച്ചയിൽ, അബ്ദുള്ള ബാസിൽ തുടങ്ങി വെച്ച ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ ഒരു വിമർശനമായിട്ട് ഉന്നയിക്കപ്പെടുന്നു. വിമർശനം ഉന്നയിക്കുന്നത് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുടെ ഭാഗമായി നിൽക്കുന്ന ഒരു സഹോദരിയും വേറെ ഒരു കിങ് വേർഷിപ്പർ എന്ന് പറയുന്ന ഒരു ഐഡിയയും കൂടെ ചേർന്നാണ്. അപ്പൊ ഈ സ്നേഹ എന്ന് പറയുന്ന ഈ ഐഡിയയിലുള്ള ആൾ വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതായത് മുഹമ്മദിന്റെ വഹിയൊക്കെ കിട്ടിത്തുടങ്ങിയ ആദ്യ കാലഘട്ടത്തിൽ വറക്ക മരിച്ചതിന് ശേഷം മുഹമ്മദ് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു അസ്വസ്ഥത ഉണ്ടായി. കാരണം വറക്ക ഇബ്നു നൗഫലായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ഒരു സൂത്രകാരന്മാരിൽ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആളുകളിൽ ഒരാളാണ് വറക്ക. ഖദീജയുടെ അമ്മാവനാണെന്നാണ് തോന്നുന്നത്, അമ്മാവൻ എളാപ്പയൊക്കെയാണ്. അപ്പോൾ വറക്ക മരണപ്പെട്ടു, വഹിയൊക്കെ വന്നു, കുറച്ച് ദിവസം പേടി സ്വപ്നമൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസത്തേക്ക് വഹിയൊന്നുമില്ല. അതിൻ്റെ ഇടയിലാണ് ഈ വറക്ക മരിക്കുകയും ചെയ്തു. അപ്പം മുഹമ്മദ് ആകെ നിരാശനായി. മലയുടെ മുകളിൽ ഓടും, താഴത്തോട്ട് പോരും, വഹിയുമില്ല. മറ്റേ ആൾ പറഞ്ഞ മാതിരി ജ്യോതിയില്ല, തീയും വന്നില്ല, ജ്യോതിയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല. മുഹമ്മദിന് നിരാശയായി. മുഹമ്മദ് നിരാശ മൂത്തു. മുഹമ്മദ് ഈ മലമുകളിലോട്ട് കയറിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയാലോ എന്ന് മുഹമ്മദ് ചിന്തിച്ചു എന്ന് ഹദീസിലുണ്ട് കേട്ടോ, ഹദീസിലുണ്ട്. അപ്പൊ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ചു. വിഷയം എന്തായിരുന്നു? നിരീശ്വരവാദികൾ വിഷാദ രോഗവും ആത്മഹത്യ പ്രവണതയും കൂടുതലാണ്. ഇതായിരുന്നു അവരുടെ ക്ലബ് ഹൗസ് ചർച്ച. അപ്പൊ അതുമായി അനുബന്ധമായിട്ട് നടന്ന ചർച്ചയുടെ തുടർച്ചയായിട്ട് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സഹോദരി അവിടെ കയറിയിട്ട് ചോദിക്കുകയാണ്. ആ ചോദ്യവും അവിടെ നിന്ന് എങ്ങനെയാണ് അവരതിനോട് പ്രതികരിക്കുന്നത് എന്ന് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 1.5 മണിക്കൂറാണ്. ഹദീസിലുണ്ടോ, ഒരു സംഭവമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് മറുപടി പറയുന്നതിന് പകരം അതിനെ വക്രീകരിക്കാനും കോട്ടിമാട്ടാനും ആളുകളെ കബളിപ്പിക്കാനും ക്ലബ് ഹൗസിൽ ഇരിക്കുന്നവരെ കബളിപ്പിക്കാനും ചോദ്യം ഉന്നയിച്ചവരെ അപമാനിക്കാനും വേണ്ടി 1.5 മണിക്കൂറിലധികം അവർ നടത്തിയ ഉരുളലുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് സംഗ്രഹിച്ച ഒരു 28 മിനിറ്റോളം അവരുടെ വീഡിയോ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. അതിനിടയിൽ എൻ്റെ സംസാരം കുറവായിരിക്കും. എനിക്ക് പറയാനുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഹദീസിലുണ്ട് എന്നതുകൊണ്ട് ഒരു കാര്യം സ്ഥിരപ്പെടുമെന്ന്, അല്ലെങ്കിൽ ഹദീസിലുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം ആരോപിക്കുന്നത് ശരിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നതാണ് എൻ്റെ എല്ലാ കാലത്തും നിലപാട്. ഇസ്ലാമിനെതിരെയുള്ള വിമർശനമായിട്ട് ഏതെങ്കിലും ഒരു ഹദീസിലുണ്ട് എന്നതുകൊണ്ട് മാത്രം ഞാനൊരു വിമർശനവും ഉന്നയിക്കാറും ഇല്ല. ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങളൊന്ന് കേട്ടോ. അതിനിടയിൽ പറയാനുള്ളത്, ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പോൾ ശ്രദ്ധിക്കാം, അതിനോട് പ്രതികരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. ഇത് മുന്നോട്ട് പോക്കിന് കുറച്ചുകൂടിയൊക്കെ, കാരണം അവർ സംഘടിതമായ ഒരു ശക്തിയായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ അതിന് കുറച്ചുകൂടി അധികം സമയവും അധ്വാനവും എഫേർട്ടും ഒക്കെ ഇടേണ്ട ഒരു സാഹചര്യത്തിലാണ്. കുറച്ച് സംവിധാനങ്ങളൊക്കെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഇവർക്ക് മറുപടി കൊടുത്തേ പറ്റൂ എന്നൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ നമ്മളുടെ വർക്ക് ലൈഫ് ബാലൻസിലൊക്കെ ചെറിയ മണിക്കൂറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെയുള്ള ചെറിയ ആലോചനകളൊക്കെ ഉണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലാവും. എനിവേ, അപ്പോൾ ആ പോളിൽ പങ്കെടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്, അതിന് നിങ്ങൾ പ്രതികരിക്കുക. ഉണ്ട്, ഉണ്ടില്ല, ഇപ്പോഴുണ്ടും എന്ന്, അല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടില്ല എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം.
ഞാൻ കേട്ടൊരു കാര്യമാണ്, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ട്രൂ ഓർ നോട്ട്. മുഹമ്മദിന് വിഷാദം ബാധിച്ചിട്ടുണ്ട്, മുഹമ്മദ് ആത്മഹത്യക്ക് ശ്രമിക്കാൻ പോയിട്ടുണ്ട് എന്നൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അത് ട്രൂ ആണോ അതോ തെറ്റാണോ? ഇതാണ് ചോദ്യം. മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ അല്ലേ? നിരീശ്വരവാദവും നിരാശയും വിഷാദവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിലിൽ നടക്കുന്ന ചർച്ചയിൽ മുഹമ്മദിന് ഇതുപോലെയുള്ള നിരാശയും വിഷാദവും ആത്മഹത്യാ ചിന്തയും ഒക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിന് വളരെ ലളിതമായിട്ട് മറുപടി പറയാവുന്ന കാര്യമേ ഉള്ളൂ. ഇവരാദ്യം ടാർഗറ്റ് ചെയ്യുന്നത്, ഇവർ ഈ മറുപടി പറയാൻ വേണ്ടി ഈ ചോദ്യത്തിന് ഡയറക്റ്റ് ഉത്തരം പറയുന്നതിന് പകരം ഇവരുടെ തരികിടകളും നാടകങ്ങളും 22 സ്റ്റെപ്പ് വരെ ഞാൻ എണ്ണി, 22 തരത്തിൽ 22 തരികിടകൾ ഞാൻ എണ്ണി അത് പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് പിന്നെയും കുറച്ച് തുടർച്ചയുണ്ട്, അത് ഞാൻ എണ്ണൽ നിർത്തി. കാരണം ലൈവ് വൈകും എന്നുള്ളത് കൊണ്ട് പിന്നെയും എണ്ണാൻ, പിന്നെയും ഒരു തവണ കൂടി കേൾക്കാനുള്ള സമയം എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാനത് നിർത്തി. അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഈ ചോദ്യകർത്താവിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ആരാണെന്ന് നമുക്കറിയാം, നിങ്ങൾ അതിന് വന്നതല്ലേ, നിങ്ങൾ വിഷയം മാറ്റാൻ വന്നതല്ലേ. ചോദ്യം ഞാൻ പറയുന്നത്, നിങ്ങൾ എന്താണ് ഇവിടെ ഇനി നടക്കുന്നത്, എങ്ങനെയാണ് ഇവർ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹദീസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പ്രതികരണം എന്താണ് നിങ്ങൾ കണ്ടു? നിരീശ്വരവാദികളുടെ കാര്യമൊക്കെ തീർന്നോ ഇവിടെ? നമ്മളിപ്പോ ഇവിടെ ചർച്ച നിരീശ്വരവാദവും വിഷാദവും അല്ല, നിരീശ്വരവാദം ഒരു ദൈവമായി അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ആരാധിക്കുന്ന ഒരാളാണ് അല്ല, മുഹമ്മദ് ഏത് എന്ന് പറയുന്ന വിശ്വാസിയാണ് ഒരാളാണ്. ആരാധിക്കുന്നത്? സ്നേഹ ഒന്ന് പറയാവോ? ഏത് മുസ്ലിമാണ് പ്രവാചകനെ ആരാധിക്കുന്നു എന്നല്ല, നിങ്ങൾ ഒരു തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്? ആരാധിക്കുന്നതല്ല ചെയ്യുന്നത്. നിങ്ങൾ മുഹമ്മദ് നബി എന്ന് മുഹമ്മദ് നബി ഒന്നും ആരാധിക്കുന്നത് ഇവിടെ താങ്കളുടെ ഉദ്ദേശം നമുക്ക് വളരെ വ്യക്തമാണ്. താങ്കളെ ആരാണ് പറഞ്ഞു വിട്ടതെന്നും എല്ലാം നമുക്കറിയാം, എന്തിനാണ് വിട്ടതെന്നും എല്ലാം അറിയാം. ഇവിടെ ഇങ്ങോട്ടേക്ക് ഈ ചർച്ച കുളമാക്കാനും ഈ ചർച്ചയെ ഡൈവേർട്ട് ചെയ്യാനും അത് ഉദ്ദേശം വളരെ വ്യക്തമാണ് സ്നേഹ. അപ്പൊ ഈ ചർച്ചയുടെ ആ ഒരു സ്കോപ്പിൽ നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അത് എന്റെ പേഴ്സണൽ ചോദ്യമാണ് ഞാൻ ചോദിച്ചത് സുഹൈൽ. ഈ ചർച്ചയുടെ സ്കോപ്പിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. നിരീശ്വരവാദികളായി കഴിഞ്ഞാൽ ആകെ നിരാശയും വിഷാദവും ആത്മഹത്യാ പ്രവണതയുമാണ് എന്ന് സ്ഥാപിക്കുന്ന ചർച്ചയിൽ ഇവർ ചോദിക്കുന്നത് ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. പക്ഷെ ആ ചർച്ചയിൽ അവർ ചോദിക്കുന്ന ചോദ്യം വളരെ കൃത്യമാണ്. പക്ഷെ അതിന് ഇവർ ടാർഗറ്റ് ചെയ്യാണ്. അപ്പോൾ മുഹമ്മദ് നബിനെ നിങ്ങൾ ആരാധിക്കുന്ന എന്ന് പറഞ്ഞപ്പോൾ ആദ്യമേ കയറി പിടിക്കുക, വാക്കുകളിൽ കയറി പിടിക്കുകയും ആളുകൾ ചോദ്യം ചോദിക്കുമ്പോൾ അവരുടെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുകയും അവരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുകയും ചോദ്യത്തോട് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ അടവ്. രണ്ടാമത്തെ അടവ്, അപ്പോൾ ഇവരോട് ചോദിക്കുകയാണ്, പിന്നെ ഇത് റെഫറൻസ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാരണം റെഫറൻസ് കയ്യിലുണ്ടെങ്കിൽ ഒരു സൂത്രപ്പണിയാണ്, റെഫറൻസ് കയ്യിലില്ലെങ്കിൽ വേറെ തരികിടയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, അതൊക്കെ നിങ്ങൾ കണ്ടോളി. ഇങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടു, ഇസ് ഇറ്റ് റൈറ്റ് ഓർ റോങ്? അത് ശരിയാണോ തെറ്റാണോ? അത് ശരിക്കും ഉള്ളതാണോ ഇല്ലാത്തതാണോ? അത് ഗോസിപ്സ് ആയിട്ട് അല്ലെങ്കിൽ റൂമേഴ്സ് ആയിട്ട് പറയണതാണോ അതോ ശരിക്കും ഉള്ള കാര്യമാണോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് എന്ന് ഇപ്പോൾ പറഞ്ഞ വ്യക്തിയുടെ പേര് നവാസ് ജാനെ എന്നാണ്. നവാസ് ജാനെയാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. എൻ്റെ പേഴ്സണലായിട്ട് ചോദ്യമാണ്, നിങ്ങൾ ഇത് ശരിയാണോ അതോ വെറും റൂമറാണോ? ഒന്നുകിൽ അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഹദീസ് ഉണ്ടോ എന്ന് അറിയില്ല നോക്കിയിട്ട് പറയണം എന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് പറയാം, എന്തുത്തരം പറയാം. പക്ഷേ ഇവിടെ നിങ്ങൾ കേട്ടത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് എന്നൊരാൾ പറയുന്നു. ഇങ്ങനൊരു സംഭവം ഉള്ളതായിട്ട് ഹദീസിലുള്ളതായിട്ട് ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് പറയുന്ന ആള് നവാസ് ജാനെയാണ്. ഈ ശബ്ദം ഓർത്തു വെക്കുക. ഓക്കെ. അടുത്തത് ജാസ് ഉസ്താദ് എന്ന് പറയുന്ന ഒരു ഉസ്താദ്, ബദറുദ്ദീൻ മുത്തനൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ക്ലബ് ഹൗസിൽ ജാസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലാണ് വന്നിരുന്നത്. ജാസ് ഉസ്താദ് ക്ലബ് ഹൗസിൽ അന്നത്തെ കാലത്ത് വളരെ ഫേമസ് ആണ്. നമ്മളൊക്കെ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ ഇനി അടുത്തത് ആ ഉസ്താദിന്റെ ഊഴമാണ്. ആ ഉസ്താദിനെ അതിനുവേണ്ടി ക്ഷണിക്കുന്നത് ആരാന്നും കൂടി നോക്കൂ. ഓക്കെ, ജാസ് സംസാരിച്ചോളൂ. ജാസിനെ ക്ഷണിച്ചത് അബ്ദുള്ള ബാസിലാണ്. അബ്ദുള്ള ബാസിൽ ആ ഗ്രൂപ്പിന്റെ മോഡറേറ്റർ ആണ്. അബ്ദുള്ള ബാസിലാണ് ഈ ചർച്ച തുടങ്ങി വെച്ചത്. ഓക്കെ, അത്രയൊക്കെ മനസ്സിലാക്കി വെക്കാം. അപ്പൊ ജാസിനെ വിളിക്കുകയാണ്. ജാസ് ഉസ്താദ് വന്നിട്ട് എന്താ പറയണത് നോക്കാം. ആ സ്നേഹയാണല്ലോ അങ്ങനെ ഒരു വാദം പറഞ്ഞു. സ്നേഹ അത് അതിന്റെ ഒരു റെഫറൻസ് തരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. റെഫറൻസ് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജസ്റ്റ് കേട്ട കാര്യമാണ് അത്. മുഹമ്മദ് വാസ് ഡിപ്രസ്ഡ് ആൻഡ് ഹി ട്രൈ ടു ഡു സൂയിസൈഡ് എന്നുള്ളത്. അപ്പം ജാസിന് വേണ്ടത് റെഫറൻസ് ഉണ്ടോ സ്നേഹയുടെ കയ്യിൽ നിന്ന് അറിയണം.
അപ്പൊ സ്നേഹയുടെ കയ്യിൽ റെഫറൻസ് ഒന്നും ഇപ്പൊ കയ്യിൽ റെഡി ആയിട്ടില്ല. അപ്പൊ അങ്ങനെ ഉണ്ടോ എന്ന് അറിയണം. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, ശരിയാണോ എന്ന് അറിയണം. ജാസ് ഉസ്താദിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല സുഹൃത്തുക്കളെ. അങ്ങനെ ഒരു സംഭവം ഇല്ല. 100% അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനെ ഒരു ഹദീസിൽ ഇല്ല. കേട്ടോളി. അത് എനിക്ക് കറക്റ്റ് ആണോ എന്ന് അറിയില്ല, അതാണ് ഞാൻ ചോദിച്ചത്. എന്നാ അത് തെറ്റാണ്. വലാ തുൽക്കു ഐദിയക്കും ഇല തഹ്ലുക എന്ന് ഖുർആന്റെ വ്യക്തമായ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് അത് തെറ്റാണ്, 100% തെറ്റാണ്. ഓക്കെ. അതായത് വന്ന് ചോദിച്ച സ്നേഹയുടെ കയ്യിൽ റെഫറൻസ് ഉണ്ടോ എന്നാണ് ആദ്യം അറിയേണ്ടത്. റെഫറൻസ് ഇല്ലാന്ന് സ്നേഹ പറഞ്ഞു. അപ്പൊ ഒന്നും ആലോചിക്കല്ല, അതിൽ ഖുർആനിൽ വേറെ വചനുണ്ട്, അങ്ങനെ ഒരു സംഭവം അല്ല, തെറ്റാണ്. എന്ത് തെറ്റാണെന്ന്? അങ്ങനെ ഒരു സംഭവം ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ചോദിക്കണത്. അത് തെറ്റാണ്, അങ്ങനെ ഒരു സംഭവമില്ല. ജാസ് ഉസ്താദ് 100% ഉറപ്പിച്ചു പറയുന്നു. നമ്മുടെ നവാസ് ജാനെ സംവാദകൻ അദ്ദേഹം പറയുന്നു അങ്ങനെ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇത്രയും ഭാഗം കേട്ടല്ലോ. അബ്ദുള്ള ബാസിൽ പിന്നെ ഒന്നും പറഞ്ഞില്ല. അബ്ദുള്ള ബാസിൽ വേറെ ജാസ് ഉസ്താദിന് മൈക്ക് കൈമാറി. ഇത്രയും ഭാഗം ഓക്കെ അല്ലേ? അടുത്ത സ്റ്റെപ്പ്, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവര് ഒരു 5-10 മിനിറ്റ് വേറെ വിഷയം സംസാരിച്ച് വേറെ വഴിക്ക് പോവാണ്. കേട്ടോ. ഓക്കെ, നമ്മള് കൺക്ലൂഡ് ചെയ്യാണ്. പിന്നെ സ്നേഹക്ക് അവസാനമായിട്ട് എന്തെങ്കിലും പറയണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ഇത് തെറ്റാണെന്ന് അങ്ങ് സ്ഥാപിച്ചു വെച്ചു. സ്നേഹയുടെ റെഫറൻസ് അപ്പൊ കയ്യിൽ കൊടുക്കാനില്ല എന്ന് അറിഞ്ഞപ്പം അത് തെറ്റാണെന്ന് പറഞ്ഞതിന് ശേഷം ഒരു വേറൊരു സ്ത്രീ, അവിടെ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്ത്രീ, ഒരു നീണ്ട ഒരു 10 മിനിറ്റ് സംസാരം. ആ സംസാരത്തിൽ ആകെ പറയണത് ഇങ്ങനത്തെ ആൾക്കാർ വരും, അവർ വിഷയം മാറ്റിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നാണ് പറയണത്. അവസാനം ഇവര് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. അവസാനമായിട്ട് ഇനി സ്നേഹക്ക് എന്തെങ്കിലും പറയാണ്ടോന്നാണ്. സ്നേഹന്റെ അകത്ത് റെഫറൻസ് ഇല്ലല്ലോ. അപ്പൊ ആ ധൈര്യത്തിൽ അബ്ദുള്ള ബാസിൽ വിളിക്കുകയാണ്. അവസാനം സ്നേഹക്ക് എന്തെങ്കിലും പറയാണ്ടോ? അപ്പൊ സ്നേഹക്ക് കൃത്യം ഹദീസിന്റെ റെഫറൻസ് ആരോ അയച്ചു കൊടുത്തു. സ്നേഹ റെഫറൻസ് ഉദ്ധരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. സ്നേഹ റെഫറൻസ് പറയുന്ന സമയത്ത് ആ ഗ്രന്ഥത്തിന്റെ പേര് പറയുന്നുണ്ടോ, ഹദീസിന്റെ പേര് പറയുന്നുണ്ടോ, റെഫറൻസ് കൃത്യമായിട്ട് പറയുന്നുണ്ടോ എന്ന് നിങ്ങൾ കേൾക്കുകയും അത് പ്രതികരിക്കുകയും വേണം. നിങ്ങൾക്ക് സ്നേഹ പറയുന്ന റെഫറൻസ് മനസ്സിലാവുന്നു എങ്കിൽ അത് നിങ്ങൾ ഓർത്ത് ഇവിടെ എഴുതാം. ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ ബുക്കും പിന്നെ ഹദീസ് നമ്പറും ജസ്റ്റ് നിങ്ങൾ എഴുതാം. കാരണം ഇതിൽ വേറൊരു ഡ്രാമ വരാനുണ്ട്. ആ ഡ്രാമയാണ് എന്ന് പിന്നീട് കാണുന്നവർക്ക് കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സ്നേഹ പറയുന്ന റെഫറൻസ് മനസ്സിലാവുന്നവർ ഇവിടെ എഴുതി വെക്കാം. അതാണ് പറയാനുള്ളത്. റെഫറൻസ് അടുത്ത് ചോദിച്ചിരുന്നു ആ വേഴ്സ് ഏതാണ്, ഏതിന്റെ അകത്താണ് മുഹമ്മദ് സൂയിസൈഡ് ചെയ്യുന്നു എന്ന് പറയാനുള്ളത്. ഈ സാഹിഹ് ഹാദീസ് എന്ന് പറയുന്ന ഖുറാൻ അല്ല, ഒതന്റിക് ആയിട്ടുള്ള ഒരു ഇസ്ലാമിക് സോഴ്സിന്റെ അകത്ത് സഹിഹ് അൽ ബുഖാരി 2 വോളിയം 9 നമ്പർ 111 അകത്ത് മുഹമ്മദിന്റെ സൂയിസൈഡിനെ പറ്റി, മുഹമ്മദ് ട്രൈ ടു കിൽ ഹിംസെൽഫ് എന്ന് പറയുന്നതിനെ പറ്റി പറയുന്നുണ്ടല്ലോ. ഒരാൾ നേരത്തെ അത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം സ്നേഹ ഇവിടെ ഹദീസ് റെഫറൻസ് പറഞ്ഞു കഴിഞ്ഞു. അത് മനസ്സിലായവർ, അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയവർ എഴുതി വെക്കുക. കമന്റ് ബോക്സിൽ എഴുതാം. ഹദീസ് റെഫറൻസ് പറഞ്ഞല്ലോ, ബുക്ക് പറഞ്ഞു, വോളിയം പറഞ്ഞു, ചാപ്റ്റർ പറഞ്ഞു, ഹദീസ് നമ്പർ പറഞ്ഞു. ഓക്കെ. ഇനി നടക്കാൻ പോകുന്ന നാടകം നിങ്ങൾ കണ്ടോ? ഇനി നടക്കാൻ പോകുന്ന നാടകം നിങ്ങൾ കണ്ടോളൂ. അതെ, അതില് പറഞ്ഞുതരാം. അതില് ജാസ് ഉസ്താദ് വിശദീകരിക്കും. ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ ബേസിക്സ് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അബദ്ധം സംഭവിക്കുന്നത്. അത് ഓക്കെ, ശരി, വിശദീകരിച്ചു തരാം സ്നേഹ. പലതും മനസ്സിലായിട്ടില്ല, നമുക്ക് ഇവിടെ മനസ്സിലാകുന്നുണ്ട്. ജാസ് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചു കൊടുക്കുക എന്തുകൊണ്ടാണ് ഇത് സ്വീകാര്യമല്ല. അത് അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. അത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശവും, തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത്. ഇത് കേട്ടപ്പോൾ എനിക്കും ഓർമ്മ വന്നത് പണ്ടൊരു സിനിമയിലെ അക്കരയിലാണോ നാടോടിക്കാറ്റിലാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ മോഹൻലാലിന്റെയും ശ്രീനിവാസന്റെയും കഥാപാത്രങ്ങൾ കുട നന്നാക്കാൻ പോയ കഥയാണ് ഓർമ്മ വന്നത്. കാരണം റെഫറൻസ് ഇല്ല എന്ന ധൈര്യത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് ആദ്യം ജാസ് ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഗ്രൂപ്പ് മോഡറേറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് സ്നേഹ പിന്നെ പെട്ടെന്ന് പോയി റെഫറൻസ് കൊണ്ടുവരും എന്നവർ വിചാരിച്ചില്ല. അപ്പൊ സ്നേഹ വന്നു, റെഫറൻസ് പറഞ്ഞു. ഇവിടെ നമ്മൾ സ്നേഹയ്ക്ക് വേണ്ടി വാദിക്കല്ല. ഈ കപടന്മാര് കാട്ടിക്കൂട്ടുന്ന കാപട്യം എന്താണ് എന്ന് വെളിവുള്ള വിശ്വാസികളുടെ തലയിൽ കയറാൻ വേണ്ടിയിട്ട് ഇവരാരാണ് എന്ന് നിങ്ങൾക്ക് തൊലിയുരിച്ച് കാണിച്ചു തരാം.
ഇവരെങ്ങനെയാണ് ഇസ്ലാമിക റഫറൻസുകളെ കുറിച്ച്, ഇസ്ലാമിലെ ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ട വസ്തുതകളെ കുറിച്ച് ന്യായമായ ചോദ്യം ചോദിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിച്ചു കേൾക്കാം. ഹദീസ് റഫറൻസ് സഹീഹ് ബുഖാരിയിലെ ഹദീസും ബുക്കും ഒക്കെ കമന്റ് ബോക്സിൽ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സ്നേഹ റഫറൻസ് വെച്ചത് നമ്മൾ എല്ലാവരും കണ്ടു. ഓക്കെ, അപ്പൊ ഇദ്ദേഹം പറയാണ് നിങ്ങൾ ഇവിടെ നന്നായിക്കോളി, നിങ്ങളല്ലേ മുന്തിയ ആള്, നിങ്ങൾ നന്നായിക്കോളി, നിങ്ങളല്ലേ ഇൻസ്പെക്ടർ, നിങ്ങൾ നന്നായിക്കോളി എന്ന് പറയുന്ന കപട നാടകം. കാരണം മോഡറേറ്റ് ചെയ്യുന്ന ആൾക്ക് കയ്യിൽ നിന്ന് പോയി. എന്നിട്ട് കുറെ പരിഹാസം. നിങ്ങൾക്ക് പലതും മനസ്സിലായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായിക്കണ്. ഉഡായിപ്പിന്റെ ഉസ്താദുമാരാണ് ഇവർ. അതൊന്ന് പറഞ്ഞു. അവര് ഏതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒന്ന് ഏത് റഫറൻസ് നിങ്ങൾ ഏതാ sunnah.com ആണോ എടുത്തത്? അല്ല, റെഫറൻസ് sunnah.com ഒന്നല്ല. എന്റെ അടുത്ത് മുസ്ലിം ആയിട്ടുള്ള ഒരാൾ തന്നെ ഇപ്പൊ പറഞ്ഞ സാധനമാണിത്. സാഹിഹ് ഹദീസിന്റെ അകത്ത് വോളിയം 9 ബുക്ക് 87 നമ്പർ 111 ഈ പറയുന്ന മുഹമ്മദ് ട്രൈ ടു കിൽ ഹിംസെൽഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉള്ളത്. അതേപോലെ തന്നെ ഇപ്പം ആ സംഭവം തരികിട ബാസിലിനെ വിടവ് വീണ് കിട്ടിയ സുഹൃത്തുക്കളെ, ബാസിൽ കൃത്യമായിട്ട്, ബാസിൽ എത്ര കണ്ണിങ്ങോട് കൂടിയാണ് ഇതിൽ തരികിടകൾ ഒപ്പിക്കാൻ വേണ്ടി തക്കം വാർത്തിരിക്കുന്ന സൂത്രശാലിയായിട്ടുള്ള ഒരു കുറുക്കനായി നിൽക്കുന്നതെന്ന് ആലോചിക്കണം. സ്നേഹ കൃത്യമായിട്ട് സഹീഹ് ബുഖാരിയിലെ റഫറൻസ് കൃത്യം പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത് ജാസുസ്താദിന് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞ ജാസുസ്താദിനോട് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറഞ്ഞു മറ്റേ മോഡറേറ്റർ തടിയൂരി. ജാസുസ്താദ് വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത്, അതിന് ബബ്ബ അടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒന്നുകൂടി ആ റഫറൻസ് ചോദിച്ചപ്പോൾ പിന്നെ സ്നേഹ പറയുന്നത് സഹീഹ് ഹദീസ് എന്ന് പറഞ്ഞു, സഹീഹ് ബുഖാരി എന്ന് പറഞ്ഞിട്ടില്ല. ആ അവസരം കൃത്യമായി മനസ്സിലാക്കിയ അബ്ദുള്ള ബാസിൽ വിഷയങ്ങൾക്ക് മറുപടി പറയാനല്ല, സൂത്രങ്ങൾ ഒപ്പിക്കാനും തരികിട കാണിക്കാനും കുതന്ത്രങ്ങൾ പയറ്റാനുള്ള ഗ്യാപ്പ് നോക്കി നിൽക്കുന്ന ഒരു കൗശലക്കാരന്റെ ബുദ്ധിയോടുകൂടി സാമർത്ഥ്യത്തോടുകൂടി അബ്ദുള്ള ബാസിൽ ചാടി വീഴുന്ന രംഗമാണ് പിന്നെ കാണുന്നത്. സഹീഹ് ഹദീസോ, അങ്ങനെ ഒരു ബുക്ക് തന്നെ ഇല്ല, അങ്ങനെ ഒരു ഗ്രന്ഥം തന്നെ ഇല്ല. കേട്ടോളി. അതില് സഹീഹ് ഹദീസ് അല്ല, അത് സഹീഹ് ഹദീസിലെ ചില 111 എന്നൊക്കെ പറയുന്നത്. സഹീഹ് ഹദീസ് എന്ന് വെച്ചാൽ ഒരു ഹദീസ് സ്വീകാര്യമാണോ അല്ലേ എന്നുള്ളതാണ്, അല്ലാതെ അതൊരു ഗ്രന്ഥമൊന്നുമല്ല. അപ്പൊ അത് ശരിക്കൊന്ന് ആ തന്ന ആളോട് കുറച്ചും കൂടി ഒന്ന് അന്വേഷിച്ച് തരാൻ പറയും. ബാസിൽ സ്കോർ ചെയ്ത്. പൊന്നാര ബാസിലെ കൂട്ടരെ, വിശ്വാസികളെ കേൾക്കുക, കണ്ണു തുറന്ന് കാണുക, കേൾക്കുക. 5-6 മണിക്കൂർ നടത്തിയ വലിയ തരികിടയിൽ നിന്ന് 3.5 മണിക്കൂറിന് ശേഷം നടക്കുന്ന തരികിടയിൽ നീണ്ടു നിൽക്കുന്ന ഇടയിൽ കയറലും സംസാരങ്ങളും കേൾവിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ മാറ്റാനുള്ള കുതന്ത്രങ്ങളൊക്കെ അടർത്തി മാറ്റിയിട്ട് കൃത്യം പോയിന്റ് മുറിച്ചെടുത്ത് നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഇവിടുന്ന് 5 സെക്കൻഡ് അല്ല, ചർച്ചയുടെ പൂർണ്ണ രൂപം. അപ്പൊ ആദ്യം സഹീഹ് ബുഖാരിയുടെ കൃത്യം റഫറൻസ് പറഞ്ഞപ്പം വായിൽ കൊഴുക്കട്ട വീണ പോലെ ഇരുന്നവർ പിന്നീട് രണ്ടാമത് ആവർത്തിക്കുന്ന സമയത്ത് സഹീഹ് ബുഖാരി എന്ന് പറയാൻ ആ ബുഖാരി മിസ്സായപ്പോൾ അതിൽ കയറി ഗോൾ അടിക്കുന്ന സൂത്രശാലിയായിട്ടുള്ള ബാസിലിനെ നിങ്ങൾക്ക് കാണാം. ബാസിൽ തരികിടയാണ് കാണിക്കുന്നത് എന്ന് തെളിവ് സഹിതാണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇദ്ദേഹം മാത്രമല്ല, എന്നാൽ ബാക്കി നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാലോ, ഒരാൾ അശ്രദ്ധ കൊണ്ട് അത് സഹീഹ് ബുഖാരി എന്ന് നേരത്തെ പറഞ്ഞത് കേട്ടില്ല എന്നാണ് വാദമെങ്കിൽ കൂടിയിരിക്കുന്ന മറ്റുള്ളവർക്ക് മനസ്സിലാവണ്ടേ? കാരണം അവരാണല്ലോ റെഫറൻസ് ചോദിച്ചത്, അവർക്കാണല്ലോ റെഫറൻസ് കൊടുത്തത്. അപ്പൊ ഒരാൾ അശ്രദ്ധമായിരുന്നാൽ ബാക്കിയുള്ളവർ കേട്ടിട്ടില്ലേ? ഇവരെല്ലാവരും ഇതേ നാടകത്തിന് കോറസ് പാടുന്ന കാഴ്ച അടുത്തത്. അത് ഒത്തന്റിക് ഇസ്ലാമിക് സോഴ്സ് ആണല്ലോ. അല്ല, അങ്ങനെ ഒരു ഗ്രന്ഥമൊന്നും ഇല്ല. സഹീഹ് ഹദീസ് എന്ന് പറഞ്ഞു പറയാം. ഗ്രന്ഥമില്ല സ്നേഹ, അതുള്ളതാ പറയുന്നത്. സ്നേഹ ഏതാണ് ആ ഒതന്റിക് സോഴ്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഗ്രന്ഥം ഏതാണ് ഒന്ന് പറയൂ. ഇപ്പോ സ്നേഹ സഹീഹ് ഹദീസ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമില്ല. ഇപ്പൊ ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ, മുസ്നദ് അഹമ്മദും ബുഖാരി. അല്ല, ഈ ഓറിയന്റലിസ്റ്റുകളെ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ആരോപണത്തിന് മറുപടി പറഞ്ഞത് നമുക്കറിയാം. പക്ഷെ ഇവര് കൊണ്ടുവരുന്ന ഏതാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇതിനെ ചിരിയെന്ന് വിളിക്കാൻ പറ്റില്ല. ചോദ്യകർത്താവിനെ നോളാക്കാൻ വേണ്ടി ചിരിച്ച് അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള കുടില ശ്രമമാണ്. നിങ്ങൾ നോക്ക്, സഹീഹ് ബുഖാരിയുടെ ബുക്ക് നമ്പറും വോളിയവും ഹദീസ് നമ്പറും ഒക്കെ കൃത്യമായി പറഞ്ഞതിന് ശേഷം പിന്നീട് ആവർത്തിച്ച് പറഞ്ഞപ്പം അവിടെ ബുഖാരി എന്ന വാക്ക് മിസ്സായി പോയതിൽ പിടിച്ചു തൂങ്ങി
അവിടെ അസിമട്രി നടത്തുകയാണ്, അപ്പിയിട്ട് എരപ്പാക്കുകയാണ് ആ ക്ലബ് ഹൗസ് ചർച്ച. ആ നാറ്റം സഹിക്കാതെ ചോദ്യകർത്താവ് ഇറങ്ങിപ്പോയെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന പ്രതീക്ഷയിൽ ഇവര് മറ്റേ ഒരു ഇവര് പറഞ്ഞതുപോലെ എറിയുകയാണ്, എറിയുകയാണ്. അല്ലേ? ഞാൻ വെറുതെ പറഞ്ഞാണോ? ഇതൊക്കെ ഞാൻ തെളിവ് വെക്കുന്നത്, ഇതൊക്കെ ഞാൻ കൃത്രിമമായി സൃഷ്ടിച്ചെളിക്കുന്ന തെളിവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നവർ കമന്റ് എഴുത്. ഇവർ കാണിച്ചു കൂട്ടുന്ന കാപട്യം ഒരാൾക്ക് മിസ്സായെങ്കിൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവണ്ടേ? അപ്പൊ ഇവര് ആ തന്ത്രത്തിൽ പിടിച്ച്, ആ തരികിടയിൽ പിടിച്ച് എല്ലാവരും തൂങ്ങിയാടുന്ന ദയനീയമായ കാഴ്ച. ആകെ ചോദിച്ചെന്താ, ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്, ഹദീസിൽ ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പോരെ? അപ്പൊ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിൽ ആത്മഹത്യ സുന്നത്താണെന്നല്ലല്ലോ പറയാൻ ശ്രമിക്കുന്നത്. അതൊന്നല്ലല്ലോ ചോദ്യവും. മുഹമ്മദിന് നിരാശ തോന്നിയിരുന്നു എന്നും മുഹമ്മദ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്നും ബുഖാരിയിൽ സഹീഹായി ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ ഉണ്ട്. അത് വിശദീകരിച്ചു കൊടുത്താൽ പോരെ? കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് നിങ്ങൾ വിചാരിക്കണം ഇതാണ് ഉഡായിപ്പിന്റെ അവസാനം എന്നാ? അല്ല, ഇത് തുടങ്ങാണ്. ചെളിയിൽ കിടന്ന് ഉരുളാൻ തുടങ്ങുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അല്ല, ഈ സഹീഹ് ബുഖാരി എന്ന് പറഞ്ഞ ഗ്രന്ഥം ഇല്ലെന്നാണ് ഇപ്പൊ നിങ്ങൾ സഹീഹ് പറയുന്നത്. ഹദീസ് എന്നാണ് താങ്കൾ ആദ്യം പറഞ്ഞത്. അത് സ്വഹീഹുൽ ബുഖാരി ഇല്ല എന്നല്ലല്ലോ പറഞ്ഞത്. സ്വഹീഹുൽ ബുഖാരിയിൽ എത്ര നമ്പറാണ്? ഇപ്പൊ സഹീഹ് ബുഖാരി ഉണ്ട് എന്നായി. അപ്പൊ ഇവരിത് കേൾക്കാത്തല്ല, തരികിടയാണ്, കള്ളത്തരമാണ്, കാപട്യമാണ്. വിശ്വാസികൾ വരെ മനസ്സിലാക്കണം. എങ്ങനെയാണ് നിങ്ങൾ തെളിവ് ചോദിക്കുമ്പോൾ, എങ്ങനെയാണ് നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ വിമർശകർ ഉന്നയിക്കുന്ന വിമർശനങ്ങളോട് ഇവരെ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നതിന്റെ ലൈവ് തെളിവ് ഉദാഹരണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ബുഖാരി ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ബുഖാരി ഉണ്ട്. കാരണം സ്നേഹ ആദ്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ പറഞ്ഞപ്പോൾ മിസ്സായതാണ്, പിന്നെ ഇവരുടെ ഉരുളൽ കഴിഞ്ഞപ്പോൾ ബുഖാരി ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ല ബുഖാരി ഉണ്ട്. അപ്പൊ എന്നാ ബുഖാരിത്തെ ഏതാ നമ്പർ എന്നാണ്. അപ്പൊ ബുഖാരിത്തെ നമ്പർ വന്നു. സ്വഹീഹുൽ ബുഖാരിയിലെ നമ്പർ പറയൂ. വോളിയം 9 ബുക്ക് 87 നമ്പർ 111. അതിന്റെ അകത്ത് മുഹമ്മദ് സൂയിസൈഡ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ലെന്ന് പറയാൻ ഒരു പറ്റുമോ? മിനിറ്റ്, ഓക്കെ, ഒരു മിനിറ്റ്. 109 11 ഓക്കെ. ജാസുസ്താദ നോക്കുന്ന സമയത്തിനുള്ളിൽ ചെറിയ കാര്യം പറയട്ടെ. ഇതുപോലെ വിഷയം തിരിച്ചു വിടാന്നുള്ളൊരു കാര്യേ. അപ്പം കൃത്യം റെഫറൻസ് കയ്യിൽ കിട്ടി, അത് തൊണ്ടയിൽ കുരുങ്ങിയപ്പം ഒരു മിനിറ്റ് ഇപ്പൊ പറയും. അപ്പൊ രക്ഷകയായി മറ്റു സഹോദരി അവതരിക്കുകയാണ്. ജാസുസ്താദ് ഹദീസ് നോക്കുന്ന സമയം കൊണ്ട് ജാസുസ്താദ് എന്താ പറഞ്ഞു? അങ്ങനെ ഒരു സംഭവം ഇല്ല, 100% ഇല്ല. നവാസ് ജാൻ എന്താ പറഞ്ഞു? ഞാൻ അങ്ങനെ കേട്ടിട്ട് തന്നെ ഇല്ല. പിന്നെ പറഞ്ഞു സഹീഹ് എന്ന് പറഞ്ഞൊരു ഹദീസ് ഇല്ല, ഗ്രന്ഥമില്ല. അപ്പൊ ബുഖാരിയാണ് പറഞ്ഞത് കൂട്ടരെ പറഞ്ഞപ്പോ ബുഖാരിയാണോ എന്നാ ഏതാ നമ്പർ? അപ്പൊ നമ്പർ പറഞ്ഞു കൊടുത്തു. നമ്പർ പറഞ്ഞപ്പോ ഞാൻ അപ്പ വരാൻ ജാസുസ്താദ്. അപ്പൊ ഈ വിഷയത്തിനെ ഒന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി ആരാ ശ്രമിക്കുന്നത്? വേറെ ഒരു സഹോദരി കയറിയിട്ട് ചോദിക്കുകയാണ്, എന്ത്? സഹീഹ് ബുഖാരിയുടെ റെഫറൻസ് നമ്പർ കൊടുത്താൽ ക്ലബ് ഹൗസിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് sunna.com അടിച്ചു നോക്കാൻ 5 സെക്കൻഡ് മതി. അതിന് പകരം ഈ സഹോദരി വിഷയം കൈമാറ്റി ആളുകളുടെ ശ്രദ്ധ ഇതിൽ നിന്ന് മാറ്റി അകറ്റിക്കൊണ്ടുപോവുകയാണ്. കാരണം ഇവർക്ക് ഇനി പറയേണ്ട ന്യായം ആലോചിക്കാനുള്ള ഗ്യാപ്പ് കൂടി വേണം. ഏകദേശം 10 മിനിറ്റോളം ഈ സഹോദരിയുടെ ഈ സംസാരം നീണ്ടുപോകുന്നു. അതിനുശേഷം അബ്ദുൾ പിന്നീട് വന്നിട്ട് ജാസുസ്താദ് പറയുന്ന രംഗം ശ്രദ്ധിച്ചു കേട്ടോട്ടോ. ആദ്യം പറഞ്ഞു അങ്ങനെ സംഭവം ഇല്ലാന്ന്, പിന്നെ പറഞ്ഞു അങ്ങനെ കിതാബില്ലാന്ന്, പിന്നെ പറഞ്ഞു ഹദീസ് നമ്പറും കിതാബും കിട്ടിയപ്പോൾ പറഞ്ഞു ഇപ്പൊ വരാ 1 മിനിറ്റ് എന്ന്. 1 മിനിറ്റ് കഴിഞ്ഞ് കിതാബ് കിട്ടിയപ്പോൾ പറയുന്നത് ആ ഹദീസില്, നിങ്ങൾ ആ പറഞ്ഞ ഹദീസില് സ്നേഹക്ക് അറബി അറിയോ എന്നാണ് ചോദ്യം. കേട്ടോളിട്ടോ. കാരണം സ്നേഹക്ക് അറബി അറിയുമെങ്കിൽ വേറെയാണ് ഉത്തരം, അറബി അറിയില്ലെങ്കിൽ വേറെയാണ് ഉത്തരം. കേട്ടോളി, വെറുതെ പറയല്ലോ അതൊന്നും. ഞാനേ നിങ്ങൾ പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് അറബി അറിയോ? ഇല്ല, എനിക്ക് അറബി അറിയില്ല. എങ്കിൽ നിങ്ങൾ ആ വേർഡ്, നിങ്ങളുടെ സ്നേഹ ആ അറബിക് വേർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ DP ഒന്ന് മാറ്റിയിട്ട് അതാക്കുവോ? ഏത്?
നിങ്ങൾ പറഞ്ഞ ഇതിൽ ഞാൻ sunnah.com ഒന്നും നോക്കിയിട്ട് അത് കാണുന്നില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലഖദ് ഖശീതു അലാ നഫ്സി എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. അതിലും സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നില്ല. എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് അറബി അറിയോ? ഇല്ല, അറബി അറിയില്ല. സമാധാനായി. അപ്പൊ പറയാം, നിങ്ങൾ പറഞ്ഞ റെഫറൻസിൽ അങ്ങനെ ഇല്ല. നിങ്ങൾക്ക് അറബി അറിയുകയാണെങ്കിൽ നിങ്ങളെന്നാ അറബി ഒന്ന് സ്ക്രീൻഷോട്ട് ആക്കി എടുത്ത് നോക്കായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ അറബി അറിയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ റെഫറൻസുള്ള ഹദീസ് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ പറഞ്ഞ സാധനം ഇല്ല. ആരാ പറയണേ? ജാസ് ഉസ്താദ്. 100% ഇങ്ങനെ സംഭവമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ ആള് ഹദീസും റെഫറൻസും കൃത്യം കിട്ടിയപ്പോൾ ആ തന്ന റെഫറൻസിൽ നിങ്ങൾക്ക് അറബി അറിയില്ലല്ലോ, അതുകൊണ്ട് അതിലില്ല. അത് ജാസ് മാത്രം പറയാണോ? ഈ സമയം കൊണ്ട് ജാസ് മാത്രമാണോ ഹദീസ് റെഫറൻസ് നോക്കിയത്? ഹദീസ് റെഫറൻസ് നോക്കി വായിച്ചാൽ, ഇംഗ്ലീഷും അറബിയും അറിയാവുന്ന ആളുകൾ കുത്തിയിരുന്ന് വായിച്ചാൽ ഈ പറഞ്ഞ സംഭവം ഹദീസിലുണ്ട് എന്ന് കാണാൻ പറ്റൂലേ? കാണാൻ പറ്റും. ഇനി അങ്ങനെ ഉണ്ട്, പക്ഷെ അതിനെ വിശദീകരിക്കേണ്ടത് അങ്ങനെയല്ല എന്ന ഒരു വാദമാണ് എങ്കിൽ അത് ഈ പോയിന്റിൽ പറയാമായിരുന്നു. അതായത് ഹദീസിൽ അങ്ങനെ ഒരു റിവായത്ത് വന്നിട്ടുണ്ട്, പക്ഷെ അതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാനുള്ള ഒരു വിശദീകരണമോ ന്യായീകരണമോ ആണെങ്കിൽ പോലും അവർക്ക് ഈ ഘട്ടത്തിൽ അത് പറയാമായിരുന്നു. കാരണം റെഫറൻസ് കിട്ടി, അത് നോക്കാൻ ഏകദേശം 10 മിനിറ്റ് അധികം സമയവും കിട്ടി. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവർക്ക് ചോദ്യം ചോദിച്ച ആൾക്ക് അറബി അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ അറബി അറിയില്ലല്ലോ, നിങ്ങൾ നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് അതിൽ അങ്ങനെയൊന്നും കാണുന്നില്ല, വേറെ ഒരു സാധനം ഹദീസിൽ കാണുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങൾ അതായിരിക്കും ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ പോലത്തെ ഒരു സാധനം ഹദീസിലില്ല എന്ന് ഒരാളല്ല എല്ലാവരും വട്ടം പറയുന്നു. കേട്ടോളി. അല്ല, സ്നേഹക്ക് ഇപ്പൊ ഒരാൾ അയച്ചു തന്നാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആ സംഭവം അതെ, ഒന്ന് ആ screenshot വാട്സപ്പ് എടുത്തിട്ട് യൂണിവേഴ്സിറ്റിക്കാരനോട് അതിന്റെ ഓതന്റിക് സോഴ്സ് ചോദിക്കേ. സോയിൽ അത് ബുഖാരിയിൽ വാട്സപ്പിലുള്ള ആളല്ല എനിക്ക് അയച്ചത്. ക്ലബ് ഹൗസിൽ ഈ ചർച്ചയിൽ കുറെ നേരമായിട്ട് ഹാൻഡ് റൈസ് ചെയ്തിട്ട് ഓപ്പർച്യൂണിറ്റി കൊടുക്കാത്ത ആൾക്കാർ അദ്ദേഹത്തിന്റെ പേരൊന്ന് പറയാം. അയച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഇപ്പൊ ആഡ് അദ്ദേഹത്തിന്റെ ചെയ്യാം. പേര് കിങ് വർഷിപ്പർ. ഓക്കെ, ഇപ്പൊ ആഡ് ചെയ്യാം. അദ്ദേഹം തന്നെ പറയട്ടെ. ഓക്കെ, ആഡ് ചെയ്യും. അതുപോലെ കുറെ പേരുണ്ട്, മുഹമ്മദ് മുസ്തഫ. അതായത് കുറെ പേരൊന്നും ആഡ് ചെയ്യണ്ടല്ലോ. ഇപ്പൊ ഒരാൾ പറയാം, താങ്കളെ ഓക്കെ, ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ ആളെ ആഡ് ആഡ് ചെയ്താൽ ചെയ്യും. മതിയല്ലോ. കിങ് വർഷിപ്പർ അല്ലെ? കിങ് വർഷിപ്പർ. ഓക്കെ, ഇപ്പൊ ആഡ് ചെയ്യാണ് ഞാൻ അദ്ദേഹത്തെ. അദ്ദേഹം തന്നെ പറയട്ടെ ഏതാണെന്നുള്ളത്. അദ്ദേഹം ഹാൻഡ് റൈസ് ചെയ്തിരുന്നത് അത് ഇപ്പൊ കളഞ്ഞു. ഞാനത് ക്ലിക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്കും കളഞ്ഞു. ഹാൻഡ് റൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത്ര നേരം. ഞാനത് അഡ്മിറ്റ് ചെയ്യാൻ പോയപ്പോ അദ്ദേഹം അത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത തരികിട, അതായത് കിങ് വർഷിപ്പർ എന്ന് പറയുന്ന മറ്റൊരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ്, അവരുടെ കയ്യിൽ റെഫറൻസ് ഉണ്ട്. ഓക്കെ, ഇവർക്ക് അറബി അറിയില്ല, നിങ്ങൾക്ക് റെഫറൻസ് തരാൻ പറ്റുമോ, വായിക്കാൻ പറ്റുമോ? ജാസ് ഉസ്താദ് നോക്കിയിട്ട് പറഞ്ഞ അങ്ങനെ ഒരു ഹദീസ്, അങ്ങനെ ഒരു സംഭവം നിങ്ങൾ പറഞ്ഞ സാധനം ഹദീസിലില്ല. അപ്പം മറ്റേ സഹോദരി, മുസ്ലിം സഹോദരി ചോദിക്കാം, ഒരു കഥയും അറിയാതെ, ഒരു കുന്തവും അറിയാതെ കുത്തിയിരുന്ന് ന്യായീകരിക്കാം. ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതിൽ എനിക്ക് മനസ്താപമുണ്ട് കുറച്ച്. പക്ഷെ എന്താ ചെയ്യുക? ഇത് തരികിട അല്ലെങ്കിൽ വേറെ എന്താ? റെഫറൻസ് നോക്കി അതിലില്ല എന്ന് പറഞ്ഞു. ഇനി റെഫറൻസ് കൊണ്ടുവരാൻ വേറെ ആളെ, നിങ്ങൾക്ക് ആരാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാരൻ? അപ്പോൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ നിലവിൽ ഇത് റെഫറൻസും കയ്യിൽ പിടിച്ച് ഈ വിഷയം സംസാരിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. പലരെയും മ്യൂട്ട് ചെയ്യാണ്, ഹാൻഡ് റൈസ് ചെയ്തവരെ കയറാൻ സമ്മതിക്കുന്നില്ല. ഇതാണ് ഇവരുടെ ചർച്ചയുടെ രീതി. എന്നിട്ട് നിൽക്കോ. അപ്പൊ ഇയാൾ പറയാ ആള് കിങ് വർഷിപ്പർ അല്ലേ, അപ്പൊ ശരി, കിങ് വർഷിപ്പറിനെ ഞങ്ങൾ എടുക്കാൻ പോകണം. അയ്യോ, കിങ് വർഷിപ്പർ ഇത്ര നേരം ഹാൻഡ് റൈസ് ചെയ്തിരുന്നു, ഇപ്പൊ നോക്കുമ്പോ കാണാനില്ല, അയാള് ഊരി മുങ്ങി, അയാൾ രക്ഷപ്പെട്ടു എന്ന് പ്രതീതി ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബാസിലാണ് ഈ തരികിട ഒപ്പിച്ചത്. ബാസിൽ കുറ്റമേറ്റു. അല്ല, അങ്ങനെയല്ല, അത് ഞാൻ അത് അനുവദിക്കാത്തതാണ്. കേട്ടോളേ. ഇതില് വേറൊരു കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ഒരു മിനിറ്റ്. ഈ ഇതില് ഹാൻഡ് റൈസ് ചെയ്ത് അഡ്മിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ ഈ ചർച്ച ശ്രദ്ധിക്കുമ്പോൾ അറിയാലോ, ഇപ്പൊ സ്നേഹ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആള് അഡ്മിറ്റ് ചെയ്താല് എല്ലാവരും കൂടി സംസാരിച്ച് സ്നേഹക്ക് സംസാരിക്കാൻ പറ്റാതാവും. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ക്ലബ്ബുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അയാൾക്ക് തന്നെ പരമാവധി അവസരം കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അക്സെപ്റ്റ് ചെയ്യാത്തത്. അത് ഒന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ബാസിൽ അഡ്മിറ്റ് ചെയ്തു, മറ്റേയാൾ പിൻവലിഞ്ഞു പോയതല്ല, അത് അവസരം കൊടുക്കാതിരുന്നാണ്. ആരാണ് ഈ തരികിട ഒപ്പിച്ച ആള്? ബാസിൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കാണ്. അയാൾ ഹാൻഡ് റൈസിങ് ഒഴിവാക്കിയതല്ല, നമ്മൾ സൈസാക്കിയതാണ്. നമ്മൾ അയാൾ കയറി വന്നാൽ ശരിയാവില്ല വെച്ചിട്ട് രണ്ടാൾ ഒരുമിച്ച് സംസാരിച്ചാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് മറ്റേയാൾ ഹാൻഡ് റൈസിങ് ഒഴിവാക്കിയതാണല്ലോ. ഓക്കെ, എനിവേ,
ഗത്യന്തരമില്ലാതെ ഈ കിങ് വർഷിപ്പർ മുകളിലോട്ട് വരുന്നു. ഇതിനിടയിലൊക്കെ വേറെ ബഹളങ്ങളും തർക്കങ്ങളും ഉണ്ട്. അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഈ വിഷയത്തിലേക്ക് മാത്രം നിങ്ങളെ കൊണ്ടുപോകാൻ കേട്ടോ ഈ യാത്ര. അല്ലാതെ നിങ്ങൾക്ക് ഈ ക്ലബ് ഹൗസ് ചർച്ച പൂർണ്ണമായി കേട്ടിരുന്ന് 5 മണിക്കൂർ കളഞ്ഞിട്ട് ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം തരികിട എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും ലാഗ് അടിപ്പിക്കുന്ന തരികിട, നമ്മൾ തരികിട എന്താണെന്ന് മനസ്സിലാവാതെ ലാഗിൽ ഭരിച്ചു പോകും. അതുപോലത്തെ തരികിടയാണ്, വെൽ പ്ലാൻഡ് തരികിടയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ വിഷയം ചുരുക്കി നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. അങ്ങനെ കിങ് വർഷിപ്പർ കയറി വരുന്നു. ഇവിടെ കമന്റ് ബോക്സിൽ നിൽക്കുന്നവരോട് പറയണത് ഹദീസിലുണ്ട് എന്നതുകൊണ്ട് ഒരു കാര്യം ഇസ്ലാമിക നിയമമാണ് എന്ന് ഞാൻ വാദിക്കുന്ന ആളല്ല. മുഹമ്മദ് നബി ആത്മഹത്യ ചെയ്യാൻ പോയി എന്നോ അല്ലെങ്കിൽ മുഹമ്മദ് നബി ഇസ്ലാമിൽ ആത്മഹത്യ സുന്നത്താണ് എന്ന് പറഞ്ഞു എന്നോ എനിക്ക് വാദമില്ല. ഇനി ഇതും പിടിച്ചുകൊണ്ട് നാളെ വരണ്ട. എന്താണ് ഇവിടെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഹദീസുമായി ബന്ധപ്പെട്ട് നിങ്ങളോടൊരു വിമർശനാത്മകമായ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടാൽ ഒരു ഹദീസ് നിങ്ങൾക്ക് കൃത്യമായ അർത്ഥം പറഞ്ഞ് അതിനെ വിമർശിക്കാനോ അതിനെ വിശദീകരിക്കാനോ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോട്ടിമാട്ടലും ഉഡായിപ്പും തരികിടയും നാടകവും പൊതുജനങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. ആ ഹദീസ് അല്ല നമ്മുടെ വിഷയം. ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ അതിൽ കാണിക്കുന്ന തരികിടയും കപട നാടകവും നുണയും അഹങ്കാരവും ഇതൊക്കെയാണ്. മറ്റുള്ളവരെ അവഹേളിക്കലും എങ്ങനെയാണ് നിങ്ങൾ വിഷയങ്ങളെ വളച്ചൊടിക്കുന്നത് എന്ന്. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, പറഞ്ഞു പറഞ്ഞ് പാറ ചേറാക്കുക എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് കേൾവിക്കാരുടെയും ചോദ്യകർത്താവിൻ്റെയും തലച്ചോറ് ചിഹ്ന ഭിന്നമാക്കുന്ന പ്രക്രിയയാണ്, തരികിടയാണ്. നിങ്ങൾ സമൂലം തരികിടയാണ്. നിങ്ങളുടെ കയ്യിൽ തരികിടയല്ലാത്ത ഒന്നുമില്ല. ഉണ്ടെങ്കിൽ കൊണ്ടുവരും. അപ്പൊ ശ്രദ്ധിക്കാം, ഈ ഹദീസിൽ അങ്ങനെയില്ല എന്നാണ് കിങ് വർഷിപ്പർ പറഞ്ഞു. നിങ്ങൾ ഈ കാണിക്കുന്ന എന്ത് സ്വഭാവമാണ്. ഇപ്പോഴത്തേക്ക് ഏകദേശം 1/4 മണിക്കൂറായിട്ടുണ്ട്. അരമണിക്കൂറിലധികം സമയം പോയിട്ടുണ്ട്. അപ്പൊ ഈ ചങ്ങാതി കയറി വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാണ് കാണിക്കുന്നത്? ഒരു സ്നേഹ എന്ന് പറയുന്ന ഒരാളെ മാത്രം വെച്ച് ഇങ്ങനെ കോർണർ ചെയ്ത് ഇങ്ങനെ പരിഹസിച്ചും അവഹേളിച്ചുമാണോ നിങ്ങൾ കാര്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മളെ ബാസിലിക്കാക്ക് ദേഷ്യം വന്നു. സുഹൃത്തുക്കളെ, ദേഷ്യം വന്നു. സ്നേഹയുടെ മുസ്ലിം സുഹൃത്ത് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അറബി പദം ഒന്നിവിടെ പറഞ്ഞാൽ നമുക്ക് മുസ്ലിം സുഹൃത്ത് ആരും ആയിക്കോട്ടെ അറബി പദം ഒന്ന് പറയാം. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു മുസ്ലിം സുഹൃത്ത് മുഹമ്മദ് മുസ്തഫ എന്നോ എന്തോ പേര് ആദ്യം സ്നേഹ പറയുന്നുണ്ട്. ഈ കയറി വന്നിരിക്കുന്ന കിങ് വർഷിപ്പർ മുസ്ലിം സുഹൃത്താണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ സ്നേഹ അവിടെ ക്ലിയർ ആയിട്ട് പറയേണ്ടത് ഇതല്ല മുസ്ലിം സുഹൃത്ത്, കിങ് വർഷിപ്പർ എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ മതചിഹ്നമൊക്കെ DP യിൽ ഇട്ടിട്ടൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാൻ. അപ്പൊ എന്തായാലും വന്നയാൾ മുസ്ലിം സുഹൃത്ത് അല്ല എന്ന് കൃത്യമായിട്ട് ഇവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇതേ നുണ ആവർത്തിക്കുന്നത് നിങ്ങൾ തുടർന്ന് പോകുമ്പോൾ കേൾക്കും. അത് അപ്പം നിങ്ങൾക്ക് ഓർമ്മ വരാൻ വേണ്ടി ഇപ്പൊ നിങ്ങൾ ശ്രദ്ധയിലേക്ക് തന്നു എന്നേ ഉള്ളൂ. അതേപോലെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് എന്ന് പറയുന്ന നവാസ് ജാനയെ നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടുവേണം ബാക്കി മുന്നോട്ട് പോകാൻ. ഓക്കെ, അപ്പൊ ഇനി ബാക്കി. അപ്പൊ കിങ് വർഷിപ്പർ വന്നു, ചോദ്യം ചോദിക്കും. ബാസിൽ സാറിന് ദേഷ്യം പിടിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പൊ ഇത്രയും പേരോട് ചേർന്ന് സ്നേഹ ഇങ്ങനെ ഒരാളെ മാത്രമേ കിങ് ഒരു മിനിറ്റ് ബാക്കി സംസാരങ്ങൾ അവിടെ നിർത്തുക. താങ്കൾ ഇവിടെ വിളിച്ചത് തന്നെ, ഇവിടെ താങ്കൾക്ക് മുമ്പേ ഹാൻഡ് റൈസ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. താങ്കൾ ഒരു ഹദീസ് ഇവിടെ ഉദ്ധരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കയറ്റിയത്. അത് ഉദ്ധരിക്കാണ്ട് പെട്ടെന്ന് ഉദ്ധരിക്കാം. അപ്പൊ നിങ്ങളെ വിളിച്ചത് ആ ഹദീസിന്റെ റെഫറൻസ് വെക്കാനാണ്. വേറെ വലിയ വർത്താനം എന്ന് പറയണ്ട. ഹദീസ് റെഫറൻസ് ഉണ്ടെങ്കിൽ ഹദീസ് റെഫറൻസ് വെക്ക്. പിന്നെ അവിടെ ചെറിയ തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവസാനം കിങ് വർഷിപ്പർ റെഫറൻസ് വെച്ചു, ഹദീസ് വായിച്ചു. കേൾക്കാം. സഹി അൽ ബുഖാരി 6982 ബുക്ക് 91 ഹദീദ് 1 വോളിയം നമ്പർ ബുക്ക് 87 ഹദീദ് 111. ബുഖാരിയിൽ പോയിട്ട് 91 എന്ന് പറഞ്ഞ് ബുക്ക് 91 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. ബുക്ക് 91. ഓക്കെ, അതിൽ ജാസുസ്താദ് ചോദിച്ചത് ഓൾറെഡി ഒരു മിനിറ്റ്, ജാസുസ്താദ് ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു നമ്പർ നമ്മൾ സെർച്ച് ചെയ്തു. അതിൽ നിങ്ങൾ ഏതാണ് ആ കമ്മിറ്റി, സൂയിസൈഡ് കമ്മിറ്റിയെ നോക്കി എന്ന് പറയുന്ന ആ വാചകം ഏതാണെന്നുള്ളത് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തൊന്ന് DP ആക്കിയാൽ മതി. നിങ്ങളെ ഓൾറെഡി നമ്പർ പറഞ്ഞു കഴിഞ്ഞല്ലോ, അപ്പൊ അത് ചെയ്താൽ മതി. ബ്രോ, എന്റെ DP നല്ല അടിപൊളി DP. നിങ്ങൾ sunna.com തുറന്നു നോക്കുക. ആ sunna.com അറബി പദം ഒന്ന് ഇടുക. കിങ് ഒന്ന് താങ്കളുടെ പേരറിയത്. താങ്കൾ ഇപ്പൊ സ്നേഹ ഇവിടെ പരിചയപ്പെടുത്തിയത് എന്റെ മുസ്ലിം സുഹൃത്തെന്നാണ്. സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ ഒക്കെ ഫോളോവർ ആയിട്ടുള്ള മുസ്ലിം സുഹൃത്താണെന്ന് അറിഞ്ഞില്ല. എന്നിരുന്നാലും ഇവിടെ ഒന്ന് DP ഇട്ടാൽ മതിയല്ലോ. ആ DP sunna.com താങ്കൾക്ക് കിട്ടിയല്ലോ. ഞങ്ങൾക്ക് അത് സെർച്ച് ചെയ്യാൻ വേണ്ടിട്ട് ആ അറബി പദം വെച്ച് സെർച്ച് ചെയ്യാനാണ്. ഈ ഇവിടെ DP ഹദീദ്
നോക്കൂ, ഇവിടെ ആ മുസ്ലിം സുഹൃത്ത് അല്ല എന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെയും അത് പരിഹസിച്ച് ആവർത്തിച്ച് കിങ് വേർഷിപ്പർ എന്ന പേരിൽ തന്നെ വന്ന ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ആണ് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന ഒരാള് റെഫറൻസ് വായിക്കുമ്പോൾ ബാസിൽ പറയുന്നു, ആ റെഫറൻസ് ഓൾറെഡി ഞങ്ങൾ നോക്കി, പക്ഷെ അതിൽ അങ്ങനെ കണ്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ആ ഭാഗം ഒന്ന് ഡീപ്പ് ഇടുന്ന ആദ്യം ബാസിൽ പറയുന്നു. മറ്റേ മോഡറേറ്റർ വന്നിട്ട് പറയണു, അതിൻ്റെ അറബി ഭാഗം നിങ്ങൾ ഡീപ്പ് ഇടണം എന്ന് വാശി പിടിക്കുന്ന ഭാഗം നിങ്ങൾ കണ്ടോ? അറബി തന്നെ വേണം, അവർക്ക് അറബി തന്നെ വേണം. ഈ ഹദീദ് നമ്മൾ തുറന്നു നോക്കുമ്പം sunna.com ബുഖാരി നമ്പർ 91 തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് വായിക്കാം, Prophet became so sad as we have heard that he intended several times to throw himself from the tops of the mountains, and every time he went up to the mountain, Gabriel would appear to him and stop him. ഇതാണ് ഹദീസ്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ പ്ലീസ്. അതാ പറഞ്ഞ താങ്കൾക്ക് sunna.com സെർച്ച് ചെയ്തിട്ട് താങ്കൾക്ക് കിട്ടി. ബാസിൽ എനിക്ക് തോന്നുന്നേ ബദുൽ നിങ്ങൾ കാണുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ഉരുളൽ നാടകമാണ്. അതായത് ഹദീസ് റെഫറൻസ് പറഞ്ഞു, ഹദീസ് വായിച്ചു, അപ്പൊ അവർക്ക് അറബി വേണം. എന്നിട്ട് ഇവിടെ ജാസിന്റെ നാടകമാണ്. എന്താ ജാസിന്റെ നാടകം? എനിക്ക് തോന്നുന്നത് ആ ഹദീസിൽ വേറെ ഒരു ഭാഗത്ത് പിന്നെ ഈ ബദുൽ വഹീനെ കുറിച്ച് പറയുന്ന സമയത്ത് എൻ്റെ ശരീരം എന്നെ ഭയപ്പെടുന്നു, എൻ്റെ ശരീരത്തെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഉറക്കത്തിൽ പേടി സ്വപ്നം കണ്ട് ജിബ്രീലിനെ കണ്ട് പേടിച്ചോടി വന്ന് എന്നെ പുതപ്പിട്ട് മൂടൂ ഖദീജ എന്ന് പറഞ്ഞ് പേടിച്ച് വന്ന് കിടന്നുറങ്ങിയ സമയത്ത് ഖദീജാനോട് സംസാരിക്കുന്ന ഭാഗത്ത് എനിക്ക് എൻ്റെ ശരീരത്തെക്കുറിച്ച് ഭയം തോന്നുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇനി അതെങ്ങാനും ആയിരിക്കൂട്ടോ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത്. എന്തുപോലത്തെ ആക്ടിങ് ആണ് ഇതൊക്കെ? ആരെ കബളിപ്പിക്കാനാണ്? നിങ്ങൾ കൊണ്ട് നടക്കുന്ന ആദർശത്തെക്കുറിച്ച് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് എന്ന് നിങ്ങളോട് പറയാനുള്ളത്. അല്ല, ഹദീസിലുണ്ട്, അത് കുഴപ്പമില്ലാതെ അങ്ങനെയല്ല. കാരണം ഇസ്ലാമിൽ ആത്മഹത്യ ഹലാൽ അല്ലല്ലോ. പിന്നെ ഈ ഹദീസ് നിങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിന് എന്താ കുഴപ്പം? കുഴപ്പം എന്താന്ന് വെച്ചാൽ അവരുടെ ടൈറ്റിലിന് ഈ സാധനം കുറെ തടസ്സം. കാരണം മുഹമ്മദ് നബി തന്നെ ഒരു ഘട്ടത്തിൽ വഹീന്റെ തുടക്കഘട്ടത്തിൽ ഇങ്ങനെ ഒരു കാര്യം ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും മനുഷ്യന്റെ പല സാഹചര്യങ്ങളിൽ പലർക്കും നിരാശയോ വിഷാദമോ സങ്കടമോ വിഷമോ ഒക്കെ വരും. അത് സ്വാഭാവികമാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. ഇവിടെ ചർച്ച എന്താ? നിരീശ്വരവാദികൾക്ക് വിഷാദവും നിരാശയും ആത്മഹത്യയും, മുസ്ലിങ്ങൾക്ക് നിരാശയില്ല വിഷാദമില്ല ആത്മഹത്യയില്ല എന്ന് സ്ഥാപിക്കണം. ഇതാണ് ഇപ്പോൾ ചർച്ച. അവിടെ മുഹമ്മദ് നബിക്ക് എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ മോശമല്ലേ? അതുകൊണ്ട് ഇതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കാം. ഇനി നടക്കുന്ന നാടകം നിങ്ങളൊന്ന് കണ്ടോളൂ. വഹിയുമായി ബന്ധപ്പെട്ട്, അതായത് വഹിന്റെ തുടക്കത്തിലുള്ള ആ അധ്യായത്തിലുള്ള ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മുപ്പത് വായിച്ചതിനെ അതന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഞാനിപ്പോ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് നിങ്ങൾ പറഞ്ഞ ആ ഹശയത്തിൽ നഫ്സ് എന്ന് പറയുന്ന ഒരു സംഗതി മാത്രമാണുള്ളത്. എന്നിട്ട് അനുബന്ധമായിട്ടുള്ള കമന്ററിയില് പല ആളുകളും ഇങ്ങനെ അഭിപ്രായം പറയുന്നുള്ളത്. ഒരു മിനിറ്റ്, താങ്കളത് ഉദ്ധരിച്ചു അത് എന്താണെന്നുള്ളത് ചിലപ്പം ഇപ്പോ ഇവിടെ പറയുന്ന നവാസ്കാക്കും ജാസ് ഉസ്താദിനൊക്കെ അത് അറിയുന്നത് കൊണ്ട് പിന്നെ ആളുകൾക്ക് കൂടി മനസ്സിലാവണല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഹദീസ് ഞാൻ ഈ ഒരു നമ്പറിൽ തന്നെ ഉള്ളത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതാണ് മനസ്സിലാകുന്നത്. അതായത് വഹി വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ വളരെ പേടിച്ചരണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രമുണ്ട്. ഖദീജ ബീവിയോട് എന്നെ ജമീലുനിയ ഖദീജ എന്ന് പറഞ്ഞുകൊണ്ട് പോയ ആ ഒരു ചരിത്രത്തിലെ നോക്കൂ, ഇവിടെ എത്രാമത്തെ നുണയിൽ നിന്നാണ് ഇവർ ഉരുളാൻ തുടങ്ങുന്നതെന്ന് ആലോചിക്കണം. ആദ്യം റെഫറൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, 100% ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ റെഫറൻസ് ഹദീസ് ഗ്രന്ഥം കാര്യങ്ങളും പറഞ്ഞിട്ട് അതിൽ നിന്ന് ഗ്യാപ്പ് കിട്ടിയപ്പം അങ്ങനെ ഒരു ഗ്രന്ഥം ഇല്ല എന്ന് പറഞ്ഞ് ഉരുളാൻ ശ്രമിച്ചു. ഗ്രന്ഥം കിട്ടിയപ്പോൾ ഹദീസ് നമ്പർ കിട്ടിയപ്പോൾ ആ ഹദീസിൽ അങ്ങനെയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആള് വന്ന് ഹദീസ് റെഫറൻസും നമ്പറും പറഞ്ഞ് ഹദീസിൽ നിന്ന് വാചകങ്ങൾ വായിച്ച് ഉദ്ധരിച്ചപ്പോ ഇത് വേറെന്തോ സംഭവമാണ്. ആ ഹദീസിന്റെ തുടക്കത്തിലുള്ള ജമ്മിലൂനിയ ഖദീജ എന്ന് പറഞ്ഞിട്ട് ജിബ്രീലിനെ കണ്ട് പേടിച്ചു വന്നപ്പോ എന്താണ് എൻ്റെ ശരീരത്തെക്കുറിച്ച് എനിക്ക് പേടി തോന്നുന്നു എന്ന് പറഞ്ഞ ആ ഭാഗമായിരിക്കും. ഇതൊക്കെ ഞങ്ങൾ പണ്ടേ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് MM അക്ബറിന്റെ ഡിക്ടോ അടവാണ് ഇനി ഇവിടുന്ന് അവിടെ ബാസിൽ എടുക്കുന്നത്. എല്ലാവരും ഇതേ കാര്യം പറയാം, അതന്നെ ആയിരിക്കും, ഞാനും നോക്കി അതന്നെ കേട്ടോ, ശരിയാട്ടോ അതന്നെ കേട്ടോ. അപ്പൊ ഇത് കേട്ടിരിക്കുന്ന ആളുകൾ എന്താ വിചാരിക്കുക? എന്നാ ശരിയായിരിക്കും, ഇതന്നെ ആയിരിക്കും.
ഇങ്ങനെ ഒരു ഹദീസിൽ ഉണ്ടായില്ലായിരിക്കും, ഇവർ പറയണായിരിക്കും ശരി എന്ന് കേട്ടിരിക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാം. പിന്നെ മണിക്കൂറുകൾ ക്ലബ് ഹൗസിൽ ആൾക്കാർ ചിലപ്പോൾ കേട്ടിരിക്കില്ല, കുറെ പേര് ഇടക്ക് വെച്ച് നിർത്തിപ്പോകും, കുറെ പേര് ഇടക്കെന്ന് കയറി വരും. അപ്പൊ ആളുകളെ വേഗം കൺഫ്യൂഷൻ ആക്കാൻ പറ്റും. ഹദീസിൽ അങ്ങനെയുണ്ട് എന്ന് അറിയാവുന്നവരാണിവർ, നുണ പറയുകയാണിവർ. ഇതങ്ങനെ 4-5 പേജുള്ള ഹദീസൊന്നല്ല, അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഹദീസാണ്. പക്ഷെ ആ ഹദീസിന്റെ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഹദീസ് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ. അതിന് പകരം നുണ പറഞ്ഞതിന്റെ മുകളിൽ നുണ പറഞ്ഞ് അത് പൊളിയുമ്പോൾ അടുത്ത നുണ പറഞ്ഞ് ഉരുണ്ട് മറിഞ്ഞ് നാടകം കളിച്ച് ചോദ്യകർത്താവിനെ അവഹേളിച്ച് ചോദ്യകർത്താവിന്റെ ചോദ്യത്തെ പരിഹസിച്ച് അവരുടെ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്ത് ഇങ്ങനെ ഉരുണ്ട് പെനണ്ട് അസിമെട്രി പ്രിൻസിപ്പിൾ എങ്ങനെയാണ് അബ്ദുള്ള അബ്ബാസിന് ഇത്ര തറവായിട്ട് അറിയാവുന്നത് എന്ന് എനിക്ക് ചർച്ച കണ്ടപ്പോൾ ശരിക്കും മനസ്സിലായി. ഇവരുടെ കയ്യിൽ ആകെയുള്ള പ്രിൻസിപ്പിൾ അസിമെട്രി പ്രിൻസിപ്പിളാണ്. തൂറുകയും വരകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ലബ് ഹൗസിൽ. ഒരൊറ്റ ഹദീസിനെ കുറിച്ച് ഒരു ചോദ്യം വന്നിട്ട് നേർക്ക് നേർ മറുപടി പറയുന്നതിന് പകരം വട്ടളഞ്ഞിരുന്നിട്ട് ഇതാണ് പരിപാടി. നിങ്ങൾ കേട്ടോ, ഞാൻ ആദ്യം ഈ കഥ മൊത്തം ഒന്ന് വെറുതെ വിശദീകരിക്കുക ബാസിൽ, എന്നിട്ട് ആ ഹദീസിന്റെ അവസാന ഭാഗം മാത്രം പറയൂല. അതായത് ഈ ഭാഗം എഴുതിയ ഭാഗത്തേക്ക് മാത്രം അവർ പോകൂല, അതിനു മുൻപ് മുഹമ്മദ് നബിക്ക് വിഷമമുണ്ടായി, സങ്കടം ഉണ്ടായി എന്ന് വരെ മാത്രം പറഞ്ഞു നിർത്തും. മലന്റെക്ക് മോളിക്ക് പോയതും ചാടാൻ ആലോചിച്ചതും ജിബ്രീൽ വന്ന് തടഞ്ഞതുമായിട്ടുള്ള ഭാഗം ഹദീസിൽ എഴുതി വെച്ചിടത്തേക്ക് ഇവരുടെ ആരണി കണ്ണും പോവില്ല കയ്യും പോവില്ല. ഇതാണ് പരിപാടി. കേട്ടോളെ, കുറച്ച് ലെങ്തിയാണ്, കേട്ടോളെ. ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് ആ ഒരു സംഭവമാണ് പറയുന്നത്. അല്ലാതെ പ്രവാചകത്വത്തിന് ശേഷം പിന്നെ പ്രവാചകനായിരിക്കെ ആത്മഹത്യാൻ പോയി എന്നുള്ളതൊക്കെ വളരെ ഓക്കെ. ജാസ് ഉസ്താദ് അത് ഒന്നെ കുറിച്ച് പിന്നെ എല്ലാവർക്കും അറിയണ്ടാവില്ല ആ ഒരു സംഭവം. ഒന്ന് പിന്നെ ലളിതമായി ഒന്ന് ആ ഒരു സംഭവം ഒന്ന് വിശദീകരിച്ചു. എന്നിട്ട് ബാസിലിന്റെ വിശദീകരണം കഴിഞ്ഞു. എന്നിട്ട് ജാസ് ഉസ്താദ് നിങ്ങളൊന്നും കൂടെ വിശദീകരിച്ചു കൊടുത്താളി. അപ്പം എന്താന്ന് വെച്ചാൽ ഇത് കേട്ടിരിക്കുകയാണ്. ക്ഷമ കെട്ട ആൾക്കാർ കുറെ പേര് ഇറങ്ങിപ്പോകും, ചിലപ്പോൾ ചോദ്യകർത്താവിന് ഇറങ്ങിപ്പോയാലോ രക്ഷപ്പെട്ടില്ല. എന്നിട്ട് ജാസ് ഉസ്താദിന്റെ വിശദീകരണം കേട്ടോ, കേട്ടോളി. ബ്രദർ അബ്ദുള്ള പറഞ്ഞതിനകത്ത് ഒരു തെറ്റുണ്ട്. ഒരു മിനിറ്റ് ജാസ് ഉസ്താദ് പറയട്ടെ. അപ്പൊ അബ്ദുള്ള ബാസിൽ പറഞ്ഞതിനോട് പ്രതികരിക്കാൻ ഈ വിഷയം ഉന്നയിച്ച ആൾക്ക് അവസരം നിഷേധിച്ചുകൊണ്ട് ജാസ് ഉസ്താദ് പറയട്ടെ. കാരണം ജാസ് ഉസ്താദ് ഒരു 5 മിനിറ്റ് കഥയാണ് പറയട്ടെ, സമയമാണ് പോട്ടെ എന്നാണ്. എനിക്ക് അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നെറ്റിൽ ഗൂഗിളിൽ ചെയ്തു നോക്കി. അപ്പം അതിൽ ഈ ആരോപണത്തിന് മറുപടി പറഞ്ഞ ചില ലേഖനങ്ങൾ കണ്ടു. എന്താണ് ആരോപണം എന്ന് നോക്കുമ്പോൾ അതിലും വലിയ രസമാണ്. അപ്പം ഈ മറുപടി പറഞ്ഞവർ തന്നെ ചിരിച്ചുകൊണ്ട് മറുപടി എഴുതുന്ന രൂപത്തിലാണ് കാണുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഓക്കെയാണ്. ഏതായാലും ഈ ഹദീസ് മറ്റൊരാളിപ്പോ സെർച്ച് ചെയ്തിട്ട് ഇതിലേക്ക് നോക്കുമ്പോഴാണ് ഓക്കെ അതില് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവര് പറയുന്നത് വഹിയിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ്. വഹി തുടങ്ങുന്നു, അങ്ങനെ അത് ആദ്യകാലങ്ങളിൽ അർറുയ സ്വാദിഖ, സ്വപ്ന രൂപത്തിലായിരുന്നു വഹി ഉണ്ടായിരുന്നത്. അങ്ങനെ ഹിറാ ഗുഹയിൽ നിൽക്കുകയും പിന്നീട് ഞാൻ വളരെ ചുരുക്കിയായിട്ടോ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഓതാൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ആ സംഭവം ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമായിരിക്കും. അങ്ങനെ ഖദീജ ബിയുടെ അടുക്കലേക്ക് ചെന്ന് സമ്മിലൂനി എന്ന് പറയുന്നു, എന്നെ പുതപ്പിട്ട് മൂടണം എന്നും പറയുന്നു. അങ്ങനെ യാ ഖദീജ മാലി, എനിക്ക് എന്തേ പറ്റിയെന്ന് ചോദിക്കുന്നു. അഖ്ബറഹൽ ഖബറ, അങ്ങനെ ഖദീജ ബിവിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. വഖാല ഖദ് ഖശീതു അലാ നഫ്സി, എന്റെ ശരീരത്തിന്റെ മേൽ ഞാൻ ഭയപ്പെട്ടു. ഈ വാക്കായിരിക്കുന്ന എനിക്ക് തോന്നുന്നത്, അല്ലാതെ ഇതിൽ വേറെ ഒന്നും നമ്മൾ കാണുന്നില്ല. അതായത് അവിടെ വരെ വായിച്ചിട്ട് നിർത്തണം. എന്നിട്ട് കത് ഖശീതു മിൻ നഫ്സി, അതല്ലാതെ ഞാൻ ഈ ഹദീസിൽ ഒന്നും കാണുന്നില്ല. അതായത് ആ ഹദീസിൽ അങ്ങനെ ഒരു വചനമില്ല എന്ന് നുണ പറയുന്നു. എന്തൊക്കെ പറഞ്ഞു? തെളിവില്ല എന്ന് തോന്നിയപ്പം, അല്ലെങ്കിൽ റെഫറൻസ് കയ്യിലില്ല എന്ന് തോന്നിയപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ വാചകത്തിലെ അബദ്ധത്തിൽ കയറി പിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഗ്രന്ഥമില്ല എന്ന് പറഞ്ഞു. ഗ്രന്ഥം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അറബി വേണമെന്ന് പറഞ്ഞു. അറബിയല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വായിച്ചോ എന്ന് പറഞ്ഞിട്ട് ഹദീസ് റെഫറൻസ് കൊടുത്തപ്പോൾ അത് വായിച്ചു തരണം എന്ന് പറഞ്ഞു. വായിച്ചു കൊടുത്തപ്പോൾ നിങ്ങൾ പറഞ്ഞ ഹദീസിൽ അങ്ങനെയില്ല, ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ ചരിത്രം വിശദീകരിച്ചിട്ട് ആ ഹദീസിന്റെ അവിടെ വരെ മാത്രം പോകില്ല, ഇദ്ദേഹം ഇനിയും കുറച്ചുകൂടി വായിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗത്തേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് വായിക്കുന്നില്ല എന്ന് പറയുന്ന രംഗം കൂടി നിങ്ങൾ കേട്ടോ. ഒരുപാട് നീട്ടി പോകുന്നില്ല. മറ്റുള്ള ഭാഗത്തിലൊന്നും ഇത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നീട് ആ ചരിത്രം നമുക്കൊക്കെ അറിയുന്ന ചരിത്രമാണ്.
ഇതിൽ വഖദ് ഖശീതു അലാ നഫ്സി എന്ന് പറയുന്ന ഭാഗം, അതായത് എന്റെ ശരീരത്തിന്റെ മേൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് എങ്ങനെയാണ് സൂയിസൈഡ് അറ്റംപ്റ്റ് ആകുക എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അതായത് അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇതെങ്ങനെ അതാവുക എന്നാണ്. എനിക്ക് എന്റെ ശരീരത്തെ കുറിച്ച് ആലോചിച്ചിട്ട് പേടി തോന്നുന്നു എന്ന് പറഞ്ഞത് എങ്ങനെയാണ് സൂയിസൈഡ് അറ്റംപ്റ്റ് ആവുക എന്നാണ് ചോദ്യം. തരികിടകൾ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ. അവിടെ കടന്ന് ഉരുണ്ട് മറിഞ്ഞ് സമയം കൊന്ന് ഇതിനിടയിൽ ഒരു 10 ആളുടെ സംസാരം കഴിഞ്ഞ് ആകെ നാശകോശാടിയാക്കാണ്. എന്നിട്ടോ വീണ്ടും ബ്രദർ ജാസ്മിന്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിനകത്ത് ഈ ഹദീസില് മുഹമ്മദ് വെന്റ് ടു ദ ടോപ്പ് ഓഫ് എ മൗണ്ടൻ ആൻഡ് ട്രൈ ടു ത്രോ ഹിംസെൽഫ് ഡൗൺ, ആ ഫ്രേസ് ഉണ്ടോ ഇല്ലേ? ഇല്ല ഇല്ല, അങ്ങനത്തെ ഒരു ഫ്രേസ് ഇല്ല. അങ്ങനെ ഒരു 100% ഉറപ്പ് വരാം. ഇല്ല അല്ലേ? ഇല്ല. അത് താങ്കൾ ഇവിടെ ഡി പി ആക്കിയാൽ മതിയല്ലോ, തീർന്നില്ലേ പ്രശ്നം. അത് താങ്കൾ ആ സുന്ന.കോമിലുള്ള സാധനം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ ഡി പി ഓക്കെ. ആക്കിയാൽ മതി. എനിക്ക് ബ്രദർ എനിക്ക് 1 മിനിറ്റ് തരണം. ഞാൻ അത് കഴിയില്ല, അത് കഴിയില്ല. ഞാൻ അപ്പോ അത് അത് അങ്ങനെ താങ്കൾ കഴിയില്ല. ഒട്ടും ശരിയാവത്തില്ല ബ്രദറെ. എങ്ങനെ നിങ്ങളെ പൊളി അല്ലല്ല, താങ്കൾ ഇവിടെ വിളിച്ച് കയറ്റിയത് എന്തിനാണ്? ഒരു ഹദീസ് ഉണ്ട്, റസൂല് ഇപ്പം ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോയി എന്ന് ഒരു മിനിറ്റ് കിങ്, ഒരു മിനിറ്റ്. അല്ല പിന്നെ ഇവിടെ താങ്കൾ സെർച്ച് ഒന്നാമത് ചെയ്തെടുക്കുന്നില്ല ബാസ്. ഒരു മിനിറ്റ്. ബാസ് ഒരു മിനിറ്റ്. അതായത് ഇയാൾ പറയുന്നത് എനിക്കിതിന്റെ അറബി അറിയില്ലല്ലോ. ഞാനിത് ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്യുമ്പോ അങ്ങനെ കിട്ടുന്നേ ഇല്ല. ഇയാളത് ഡി പി ആക്കണം, എന്നിട്ടേ വിടാൻ പറ്റുള്ളൂ. അപ്പൊ അല്ല, അറബിക്ക് സഹോദരൻ ഡി പി ആക്കിയാൽ മതി. അറബിക്ക് വെച്ച് നമുക്ക് ശുക്കൂർക്ക, സെർച്ച് ചെയ്യാം. ഒരു മിനിറ്റ് അറബിക്ക് മാത്രം ഡി പി ശുക്കൂർ ആക്കിയാൽ ഭായ്, മതി. ഒരു മിനിറ്റ് ശുക്കൂർ ഭായ്, നിങ്ങൾ അദ്ദേഹം പറയുന്ന 2-3 വേർഡ്, ഒരൊറ്റ വേർഡ് മാത്രം നിങ്ങൾ സുന്ന.com തുറക്ക്, ബുഖാരി തുറക്ക്, നേരെ അതിന്റെ മേലെ സെർച്ച് ചെയ്യുന്ന പോയിന്റിൽ അടിച്ചു കൊടുത്താൽ അത് വരുന്നുണ്ടോ? ഇല്ല, സെർച്ച് പിന്നെ വരുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത് ബ്രദർ അടിച്ചു ഒന്ന് നോക്കുന്ന വെയിറ്റ് സമയത്ത് ചെയ്യ്. ഞാൻ മതിയാ. ഇപ്പൊ എല്ലാരും കൂടെ കിടന്ന് ഇതാണ് സുഹൃത്തുക്കളെ അസിമെട്രി എന്ന് പറഞ്ഞു. ആ ഹദീസ് അവിടെ ഉണ്ട് എന്നും ആ ഹദീസിൽ ആ വചനം അറബിയിലും കിട്ടുമെന്നും ഇംഗ്ലീഷിലും കിട്ടുമെന്നും കൃത്യമായി അറിയാവുന്ന ജാസ് കാണിക്കുന്ന അസിമെട്രി. എന്നിട്ട് നമ്മളെ ശുക്കൂർ ഭായിക്ക് അറബി അറിയില്ല പോലും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് രണ്ടാമത്തിന് ചോദിക്കും, പിന്നെ നിങ്ങൾക്ക് അറബി അറിയോ, നിങ്ങൾക്ക് അറബി അറിയോ? ഇവിടെയും ചോദിച്ചു ചോദ്യകർത്താവിനോട്, മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ടും ഇസ്ലാം ബാക്ക്ഗ്രൗണ്ട് അല്ല എന്ന് പറഞ്ഞിട്ടും അറബി അറിയോ, അറബിയിൽ ഡി പി ഇട്, അറബിയിൽ ഹദീസ് വായിക്ക്. ശുക്രുവായി അതിൻ്റെ അടിയിൽ പറയാ എനിക്ക് ഇതിൻ്റെ അറബി ഒന്നും അറിയില്ലല്ലോ, ഞാൻ ഇയാൾ പറഞ്ഞതനുസരിച്ചിട്ട് ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്തു, എനിക്കും കിട്ടുന്നില്ല, ആർക്കും കിട്ടുന്നില്ല. എത്ര തവണ എത്ര വട്ടം എല്ലാവരും നിരന്നിരുന്ന് നുണ പറയുന്ന ഭാഗമാണ് അടുത്തത്. കണ്ടോളി. കിങ് ഒരു മിനിറ്റ്. ഇതില് നമ്മൾ സാധാരണ പിന്നെ ഈ ഫേക്ക് ഐഡികളെ അക്സെപ്റ്റ് ചെയ്യാറില്ല. കിങ് എന്ന് പറയുന്ന ആദ്യം അയാള് സംസാരിക്കാൻ സമ്മതിക്കണം. ഒരു മിനിറ്റ് സ്നേഹ, ഒരു മിനിറ്റ്. സാധാരണ ഫേക്ക് ഐഡികളെ അക്സെപ്റ്റ് ചെയ്യാറില്ല. സ്നേഹ ഈ ഒരു ഹദീസ് ഉദ്ധരിക്കും എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് താങ്കൾ അക്സെപ്റ്റ് ചെയ്തത്. താങ്കൾ ഇവിടെ ഉദ്ധരിച്ചതിൽ താങ്കൾ പറഞ്ഞ കാര്യം ഇവിടെ കാണുന്നില്ല. വളരെ കൃത്യമായി കൊണ്ട് വെറുതെ ഒച്ചപ്പാടാക്കല്ല കിങ്ങ. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഫേക്ക് ഐഡികളെ പിന്നെ അക്സെപ്റ്റ് ചെയ്യാത്തതും. താങ്കൾക്ക് ആ ഹദീസിന്റെ ആ ഭാഗം ഡി പി ആക്കാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ. അതല്ലെങ്കിൽ താങ്കൾക്ക് ഉദ്ധരിക്കാൻ പറ്റൂല, താങ്കൾക്ക് വേറെ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് ഉള്ളതെങ്കിൽ അതിന് ഇപ്പൊ തൽക്കാലം സൗകര്യമില്ല. താങ്കൾ പറഞ്ഞ ഒരു ആരോപണം തന്നെ ഇവിടെ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട്. എന്താണ് ആ കാര്യം? വഹി വന്നപ്പോൾ നമ്മൾ മദ്രസയിൽ പോലും നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? വഹി വന്നപ്പോൾ പിന്നെ പ്രവാചകൻ ആകെ ഭയപ്പെട്ടതും ആ കാര്യമൊക്കെ നമ്മൾ മദ്രസയിലടക്കം പഠിക്കുന്ന കാര്യമാണ്. ആ ഒരു ഹദീസിനെ വെച്ചുകൊണ്ടാണ് റസൂല് സൂയിസൈഡ് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചത്. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾക്കത് ഉദ്ധരിക്കാൻ പറ്റുമെങ്കിൽ ഉദ്ധരിക്കുക, അതല്ലെങ്കിൽ പിന്നെ ഈ ഫേക്ക് ഐഡികളുടെ സാധാരണ സ്വഭാവം കാണിക്കാതെ മാന്യമായി ഇറങ്ങിപ്പോവുക. ബാസിലിന്റെ മര്യാദ, സഹിഷ്ണുത, സംയമനം തുടങ്ങിയിട്ടുള്ള ഗുണങ്ങളാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. ഈ ബാസിലാണ് ഓൺലൈൻ സംവാദത്തിന് റൂം ഇട്ടിട്ട് അവിടെ കാത്തിരിക്കുന്നു, ധൈര്യം ഉണ്ടെങ്കിൽ കയറി വാടാ എന്ന് പറയുന്നത്. ഇതാണ് ബാസിലിന്റെ മര്യാദ. ഉത്തരം മുട്ടിയപ്പോ, ശരിക്ക് കുടുങ്ങിപ്പോയപ്പോ ഇനി അവിടുന്ന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഹദീസ് തള്ളുക, അതല്ലെങ്കിൽ തരികിട കാണിച്ച് രക്ഷപ്പെടുക. അതിന്റെ ആദ്യഘട്ടമാണ് ചോദ്യകർത്താവ് ഫേക്ക് ഐഡി. അപ്പൊ കയറുമ്പോൾ അറിയില്ലായിരുന്നോ ഫേക്ക് ഐഡി ആണെന്ന്? പേര് പറഞ്ഞപ്പോൾ അറിയില്ലേ ഫേക്ക് ഐഡി ആണെന്ന്? ഹദീസ് വായിക്കാൻ അവസരം കൊടുത്തപ്പോൾ അറിയില്ലേ ഫേക്ക് ഐഡി ആണെന്ന്? എന്നിട്ട് ഒരു വട്ടത്തിലിരുന്ന് പറയാ ആ ഹദീസിൽ അങ്ങനെ ഒരു ഫ്രേസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ഫ്രേസ് ഇല്ല എന്ന് ഒരു പ്രശ്നമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ ഒരാളല്ല കേട്ടോ, ഒരുമിച്ചിരുന്ന് കളവ് പറയാം.
ആ ഹദീസ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ ഏതൊരാൾക്കും അവർ പറയുന്ന ആ ഫ്രേസ് ഇപ്പൊ നിങ്ങൾക്ക് ഗൂഗിൾ sunna.com സെർച്ച് ചെയ്താൽ നിങ്ങളുടെ മുന്നിൽ ആ ഹദീസ് വരും. വെറുതെ കടന്ന് മെഴുകുക. എന്നിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ തരികിട പറയുമ്പോൾ ഇവരിങ്ങനെ കഥ പറഞ്ഞു പോകുമ്പോൾ അതിലിടപെടാൻ ശ്രമിക്കുന്നവരെ മ്യൂട്ട് ചെയ്യുക, താഴത്തേക്കിടുമെന്ന് ഭീഷണിപ്പെടുത്തുക, സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കുക, അസഹിഷ്ണുത പ്രകടിപ്പിക്കുക, ചോദ്യകർത്താവിനോട് ആക്രോശം ഉന്നയിക്കുക, സൗകര്യം ഉണ്ടെങ്കിൽ നിന്നാ മതി അല്ലെങ്കിൽ മാന്യായിട്ട് ഇറങ്ങിപ്പോണം എന്ന് പറയുക. ഈ ബാസിലാണ് ഓൺലൈൻ സംവാദത്തിന് നമ്മളെ വിളിക്കുന്നത്. ആലോചിക്കണം. എന്തുകൊണ്ടാണ് ബാസിലിന് ഓഫ്ലൈൻ സംവാദത്തിന് വേദിയിൽ വരാൻ പറ്റാത്തത് എന്നും എന്തുകൊണ്ടാണ് ഓൺലൈൻ ആണെങ്കിൽ ഞാൻ റെഡിയാണ് എന്ന് പറയുന്നത് എന്നും ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കി തരാം? ഞാൻ പറയുന്നു, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യം 30 മിനിറ്റ് നിങ്ങളുടെ മുമ്പിലുണ്ട്. അബ്ദുള്ള ബാസിൽ സംവാദത്തിന് വരാൻ തയ്യാറുണ്ടോ, തൻ്റെ ഇടമുണ്ടോ എങ്കിൽ അത് ഏറ്റെടുക്കാൻ ഇനിയും നിങ്ങൾക്ക് 30 മിനിറ്റ് കൂടി സമയമുണ്ട്. നമുക്ക് വേറെ പണിയും തൊഴിലും ഇല്ല എന്നാണ് അബ്ദുള്ള ബാസിൽ പറഞ്ഞത്. നമ്മൾക്കൊക്കെ വേറെ പണിയും തൊഴിലും ഇല്ലാതെ നമ്മൾ ആവശ്യത്തിനുള്ള സജ്ജീകരണങ്ങളും ആളുകളുമായിട്ട് നിങ്ങൾ ഇരിക്കുന്നത് പോലെ ഒരു മുറിയിൽ കുത്തിയിരുന്നാൽ അബ്ദുള്ള ബാസിലെ എഴുന്നേറ്റ് നിൽക്കാൻ ഗ്യാപ്പ് ഉണ്ടാവില്ല. എഴുന്നേറ്റ് നിൽക്കാൻ ഈ ഞാൻ ഒറ്റയ്ക്ക് ഒരൊറ്റ മുറിയിലിരുന്ന് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ പുറകെ കൂടുന്നത്. നിങ്ങൾ ആലോചിക്കണം. അപ്പൊ എനിക്ക് സഹായത്തിന് 1-2 പേരും അത്യാവശ്യം ഡിവൈസുകളും അത്യാവശ്യം സാങ്കേതികമായിട്ടുള്ള സൗകര്യങ്ങളും ഒഴിഞ്ഞിരിക്കാൻ ഒരു 5 മണിക്കൂർ ദിവസത്തിൽ സ്പെൻഡ് ചെയ്യാനുള്ള സമയവും കിട്ടിയാൽ എന്തായിരിക്കും എന്ന് നിങ്ങൾ വെറുതെ ആലോചിച്ചാൽ മതി. അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. ആലോചനയിലുള്ള കാര്യമാണ്. അപ്പൊ ഈ ഉരുണ്ടു മറിച്ചിലുകളൊക്കെ കഴിഞ്ഞു. ഹദീസ് മുന്നിലേക്ക് വന്നു. തെളിവ് ഒന്നും ചെയ്യാൻ പറ്റാത്ത വന്നു. ഹദീസ് പരിശോധിച്ചു, അങ്ങനെ ഇല്ല എന്ന് ഹദീസ് ഉദ്ധരിച്ച് വായിക്കുന്ന ആ ആളോട് പിന്നെയും പറയുന്നു, പിന്നെയും നുണ പറയുന്നു, ഒരേ നുണ ആവർത്തിക്കുന്നു, പിന്നെയും കേട്ടോളി. ഹദീസ് നമ്പർ പറഞ്ഞു, ബുക്ക് നമ്പർ പറഞ്ഞു, റെഫറൻസ് നമ്പർ പറഞ്ഞിട്ട് തുറന്നു നോക്കാൻ പോലും പറ്റും. ഹദീസ് ഞാൻ അതുപോലെ വായിച്ചിട്ട് റെഫറൻസ് തന്നു. നിങ്ങൾ പറയുന്ന വായിച്ചു നോക്കിയിട്ട് ഞങ്ങൾ അവിടെ കാണുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് അതിന്റെ റെഫർ വീണ്ടും ചോദിക്കുന്നത്. നിങ്ങൾ റെഫർ തന്നു, ആ റെഫർ നമ്മൾ കുറെ നേരം കൊണ്ട് ഞാൻ പറയുന്നത് റെഫറൻസ് ഒന്നുകൂടെ പറയാം, ഹോൾഡ് ചെയ്യാം. റെഫറൻസ് പറഞ്ഞു, അത് ഞങ്ങൾ സെർച്ച് ചെയ്തു, അതിൽ നിങ്ങൾ പറയുന്ന വാചകമില്ല. എത്ര തവണയാണ് ഇവർ ആവർത്തിച്ച് നിങ്ങൾ പറയുന്ന റെഫറൻസിൽ നിങ്ങൾ പറയുന്ന ഒരു വാചകം ഇല്ല എന്ന് ആളെണ്ണം വട്ടം പറയുന്നത് നിങ്ങൾ ആലോചിക്കുക. എത്ര തവണയാണ് കളവ് ആവർത്തിക്കുന്നത്. ഇനി അവസാനം പറയുന്ന ഒരു ന്യായമുണ്ട്, ഹദീസിന്റെ പകുതി ഞങ്ങൾ എടുക്കും പകുതി തള്ളും എന്ന്. അവിടത്തേക്കാണ് ഇത് പോണത്. അതിപ്പാണ് പറഞ്ഞാൽ പോരെ? പറയൂല. കാരണം അവസാന നിമിഷം വരെ തരികിടയുടെ ഏതെങ്കിലും പോയിന്റിൽ ചോദ്യകർത്താവ് പിന്മാറിയാൽ അവിടെ രക്ഷപ്പെടാം എന്ന കുടില തന്ത്രമാണ് വട്ടത്തിലിരുന്ന് അസിമെട്രി നടത്തുന്ന ഈ സംഘത്തിനുള്ളത്. ആ സംഘത്തിന് ചുക്കാൻ പിടിക്കുന്ന തരികിടയുടെ ആശാനാണ് അബ്ദുള്ള ബാസിൽ. ശുദ്ധമായ തരികിടയും തട്ടിപ്പും കൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന മതപ്രബോധനം കച്ചവടമാക്കാൻ തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് അതൊരു ബിസിനസ് ആക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ള അബ്ദുള്ള ബാസിൽ MM അക്ബറിന്റെ വിടവ് നികത്താൻ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ദഅവാ ബിസിനസ്സുകാരനാണ് എന്ന് ഒരു മനസ്താപമല്ലാതെ ഞാൻ പറയും. അബ്ദുള്ള ബാസിൽ നല്ല കണ്ണിങ് ആയിട്ടുള്ള തരികിട പറഞ്ഞ ആളെ പറ്റിച്ച് കബളിപ്പിച്ച് വിശ്വാസികളെ കൺകെട്ട് കാണിച്ച് മയക്കി ദൈവത്തിന്റെ ആശാനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേവലം തരികിടതാഴി മാത്രമാണ്. അത് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് അബ്ദുള്ള ബാസിലിനോട് വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധം കൊണ്ട് പറയല്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്ന് പൊതുജനം കാണുന്നുണ്ട്. അതിനെനിക്ക് എവിടെന്നെങ്കിലും 2 സെക്കൻഡ് 3 സെക്കൻഡ് അടർത്തിയെടുത്ത് മിമിക്രി വീഡിയോ കട്ട് ചെയ്തുണ്ടാക്കേണ്ട ഗതികേട് വന്നിട്ടില്ല ബാസിലെ. അബ്ദുള്ള ബാസിൽ ശുദ്ധമായ തരികിടയാണ് കാണിക്കുക. വ്യക്തിപരമായിട്ട് ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. കാരണം ഒരിക്കലെങ്കിലും 1-2 തവണയെങ്കിലും സൗഹാർദ്ദ നിലക്ക് സംസാരിച്ചിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്താണ് അദ്ദേഹം. അതുകൊണ്ട് ശ്രദ്ധിക്കാം. നമുക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് നിലപാടുകൾ പറയാം. ആളുകളെ കബളിപ്പിച്ച് എത്ര കാലം മറ്റുള്ളവരൊക്കെ പ്രശ്നക്കാരാണെന്നും മറ്റുള്ളവർ കളവ് പറയുകയാണ് എന്ന് അഭിനയിച്ചും
തരികിട കാണിച്ചും കൺകെട്ട് വിദ്യയിലൂടെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചും നിങ്ങൾക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? Sunnah.com, Bukhari Okay. 91, Sahih Okay. al-Bukhari 6982, Okay. Book 91, Hadith 1, Volume 9, Book 87, Hadith 111. ഇത്രയും പറഞ്ഞിട്ട് പോലും തുറന്നൊന്ന് നോക്കിയിട്ട് വായിക്കണം. നിങ്ങൾ നോക്കി കിങ് നോക്കി, അതിൽ താങ്കൾ കിങ് പറയുന്ന അത് കാര്യമില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ കിങ് അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഡി എന്തിനാ പി ആക്കാൻ ഭായി എന്താ ഇങ്ങനെ പ്രയാസമുള്ളത്? പറഞ്ഞ്? എനിക്ക് ഇതെല്ലാരും മനസ്സിലാവില്ല. കേൾക്കുന്നതല്ലേ? നിങ്ങൾ ഇതെല്ലാരും എങ്ങനെ സെർച്ച് ചെയ്യുന്നത്? എല്ലാരും കേൾക്കുന്നതാണ്. എല്ലാരും ഇപ്പൊ ഞങ്ങൾ എല്ലാരും സെർച്ച് ചെയ്തു. താങ്കൾ പറഞ്ഞ ഒരു വാചകം അതിലില്ല. ഉണ്ടെങ്കിൽ താങ്കൾ അത് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുക്കാൻ എന്താ ചെയ്യാൻ അറിയോ? രണ്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള രണ്ട് സാധനം ഒരുമിച്ച്, രണ്ട് സ്വിച്ച് ഒരുമിച്ച് അമർത്തിയാൽ സ്ക്രീൻഷോട്ട് ആവും. എന്നിട്ട് താങ്കൾ പിന്നെ ഈ ക്ലബ് ഹൗസിന്റെ ആ സെറ്റിംഗ്സിന്റെ അവിടെ പോയിട്ട് DP എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് ഓക്കെ ഓക്കെ ചേഞ്ച് ശരി, അടിച്ചാല് നിങ്ങൾ സംസാരിക്കും, ഞാനിപ്പോ DP ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? തരികിടയാണ്. എത്ര തവണയാണ് അബ്ദുള്ള ബാസിൽ ആവർത്തിക്കുന്നത്? ഞങ്ങൾ ആ റെഫറൻസ് നോക്കി വായിച്ചു, അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന നുണ എത്ര തവണ അബ്ദുള്ള ബാസിലും സംഘവും കുത്തിയിരുന്ന് ആവർത്തിച്ചു? നിങ്ങൾ ആലോചിക്കുക. ഇതൊക്കെ എങ്ങനെയാണ് സൗമ്യമായിട്ട് പറയുക? എങ്ങനെയാണ് അബ്ദുള്ള ബാസിലെ ഈ തരികിടകളെ കണ്ടില്ല എന്ന് അടിച്ച് പുറത്തു തട്ടി അഭിനന്ദിക്കാൻ പറ്റുക? ഇദ്ദേഹം വഞ്ചിക്കുന്നത് വിശ്വാസികളെയാണ്. ഇദ്ദേഹം കണ്ണു കെട്ടാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ട വിശ്വാസികളെയാണ്. ഇദ്ദേഹം എന്തോ തലമുതിർന്ന കുറെ മരുന്ന് കയ്യിലുള്ള ദാഴിയാണ് എന്ന് അഭിനയിക്കുകയാണ്. കയ്യിലുള്ളത് തരികിടവും കാപട്യവും മാത്രമാണ്. പറയാതെ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ബാസിൽ വായില് അണ്ണാക്കിലേട്ട് കോല് കുത്തിയിട്ട് പറയിപ്പിക്കുന്നത്. ബാസിൽ അത് അർഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്തൊക്കെ തരികിടകളാണ് അബ്ദുള്ള ബാസിൽ വ്യക്തിപരമായിട്ട് എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കാണിച്ചതെന്ന് ആലോചിക്കണം. എന്നാൽ ഞാൻ അബ്ദുള്ള ബാസിൽ തെളിവ് വെച്ച് അബ്ദുള്ള ബാസിൽ കാണിക്കുന്ന തരികിട പറയുമ്പോൾ അത് റെഡ് റിംഗ് ആണ്, അത് അഡോമിനമാണ്, ഒന്നുമില്ല. അബ്ദുള്ള ബാസിലിനോട് എനിക്ക് നിറഞ്ഞ സ്നേഹമാണ് വ്യക്തിയോട്. പക്ഷെ ഉഡായിപ്പിനോട് സാധാരണയില്ല. ഉഡായിപ്പ് കണ്ടാൽ തുറന്നു പറയും. അതിന് എനിക്ക് നിങ്ങളുടെ 2 സെക്കൻഡ് 3 സെക്കൻഡ് അടർത്തിയെടുത്ത് മിമിക്രി വീഡിയോ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഞാൻ DP ഇട്ടിട്ടുണ്ട്, ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫുൾ ആയിട്ടുള്ള ഇമേജ് ഇടാൻ പറ്റണില്ല, ക്രോപ്പ് ചെയ്തിട്ടിട്ടേക്കുന്ന ആ പറയുന്ന വേർഡ്സ് ഞാൻ DP ഇട്ടിട്ടുണ്ട്. ഞാൻ എന്റെ DPയും ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിനകത്ത് ഇന്റൻഡ് ടു ത്രോ ഹിംസെൽഫ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ ഇറ്റാലിക്സിലാണ്. ഞാൻ പറഞ്ഞ ഈ സെയിം ഹദീസ് സെയിം റെഫറൻസ് ആണ്. ഒരു മിനിറ്റ്. ഒരു അത് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ഒന്ന് മതിയാവില്ല. വായിക്കോ നിങ്ങൾ? അത് ഫുള്ള് വായിക്കണം, എന്നാലേ നമുക്ക് അതിന്റെ അറബി വായിക്കാൻ പറ്റിച്ചെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ എളുപ്പമായിരുന്നു. നിങ്ങൾ പറയുന്ന രീതിയിൽ ഒരു ആത്മഹത്യക്ക് ഇതൊരു ശ്രമിച്ചു എന്ന് ഉടായിപ്പാണ് ഇത്, പറയുന്നത് എന്തൊരു ഉടായിപ്പാണ്. എനിക്ക് അല്ലല്ല അറബിന്റെ കിങ് ആവശ്യമില്ല, ഇവിടെ ഇംഗ്ലീഷിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ വായിച്ചു തരാം, ഇനി വായിക്കാൻ സ്നേഹ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ സ്നേഹ വായിച്ചു തരാം. കംപ്ലീറ്റ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം വായിക്കും തന്നെ നിങ്ങൾ. ഇവിടെ സൂചിപ്പിച്ചത്. ഓക്കെ, അതിന്റെ കംപ്ലീറ്റ് അറബി വരാം. ഒന്ന് ബട്ട് സ്ക്രീൻഷോട്ട് ആഫ്റ്റർ ഫ്യൂ എടുത്തിടാം. ഡേയ്സ് വക്ര ഡൈഡ് സ്നേഹ ആൻഡ് വെയിറ്റ് ചെയ്യ്. ഇപ്പൊ എന്തായി? DP ഇടുകയാണ്. DP ഇട്ട് കൊടുത്തു. അല്ല പൊന്നാരി ചങ്ങായിമാരെ, ഒരു റെഫറൻസ് പറയുകയും അത് വായിച്ചു കേൾപ്പിക്കുകയും ചെയ്താൽ അത് കേട്ടോണ്ടിരിക്കുന്ന താഴെ ഇരിക്കുന്ന മനുഷ്യരിൽ എത്ര പേർ അത് Sunnah.com അതിനോടകം സെർച്ച് ചെയ്തിട്ടുണ്ടാകുമെന്നും അവരാ പറയുന്ന ഭാഗം കണ്ടിട്ടുണ്ടാകുമെന്നും അറിയാത്തവരാണോ? അല്ല. ഇത് കേൾക്കുന്ന വിശ്വാസികൾ വിമർശകരെ കേൾക്കുന്നത് അവിശ്വാസത്തോടെയും വിശ്വാസികൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ കേൾക്കുന്നത് പൂർണ്ണമായ വിശ്വാസത്തോടെയുമായിരിക്കുമെന്ന ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് വിശ്വാസികളായ ആളുകളെ കബളിപ്പിക്കാൻ നുണ പറയുകയാണിവർ. ഇവർ കൂട്ടം ചേർന്ന് നുണ പറയുകയാണ്. ഇപ്പൊ ഒരു വിമർശകനും ഒരു മൊയ്ലിയാരും ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നതല്ലല്ലോ വിശ്വാസി വിശ്വസിക്കുക, മൊയ്ലിയാർ പറയുന്നതായിരിക്കും ശരി എന്ന ഒരു മുൻവിധി വിശ്വാസിക്കുണ്ടാവും. ആ മുൻവിധിയെ മുതലെടുക്കാനാണ് അബ്ദുള്ള ബാസിലും സംഘം ഇവിടെ ശ്രമിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്നും ആ ഹദീസിൽ ആ വാചനമുണ്ട് എന്നും ഇതൊക്കെ ഇവർക്ക് അറിയാം. അറിയാതെയല്ല, ഞാൻ ഈ പറഞ്ഞ ആ ഒരു ലൂപ്പ് ഹോൾ പരീക്ഷിക്കുകയാണ് ഇവിടെ. ഇതൊക്കെ ഇവര് അറിയാതെ അബദ്ധം സംഭവിക്കുന്നതാണെന്നും ഇതൊക്കെ ഇവർക്ക് വന്നു പോകുന്ന ചെറിയ തെറ്റാണെന്നും മിസ്റ്റേക്ക് ആണെന്നും നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? അപ്പൊ അവസാനം DP ഇട്ട് വന്നു. DP ഇട്ട് വന്നപ്പോൾ ഇനി അത് അറബിയിൽ ഇട്ടാലേ ശരിയാവുള്ളൂ എന്നാണ് പറയണത്. ആ പറഞ്ഞ ആരാ അറിയോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് എന്ന് പറഞ്ഞ നവാസ് ജാനെ.
ഇനിയാണ് വേറെ ഒരു ഗില്ലാടിയുടെ വരവ്. കണ്ടോളി. അതുകൊണ്ടാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് ആദ്യം തന്നെ സൂചിപ്പിച്ചത്, അറബിയിൽ ഒന്ന് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാൽ നമുക്ക് ഓ സെർച്ച് ചെയ്യാൻ എളുപ്പമുണ്ട്. എല്ലാം അറബിയാണല്ലോ, നിങ്ങളെല്ലാം അറബി സൗദി അറേബ്യയിൽ ഇപ്പൊ വന്ന് ഇറങ്ങിയ അങ്ങനെ കൂട്ടിക്കോ. പക്ഷെ കിങ് എന്തായാലും കൂട്ടിക്കോ. അല്ല, നമുക്ക് എന്താ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മ്യൂട്ടാക്കുന്ന എന്താ മ്യൂട്ടാക്കുന്ന ഫുൾ ഹദീസ് ഇട്. നമുക്ക് ഫുൾ ഹദീസ്? അതെ, പറഞ്ഞ പോയിന്റ് അതിനകത്തുണ്ട്, വായിക്കൂ. ഇംഗ്ലീഷ് ആകുമ്പോ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, എല്ലാരും മനസ്സിലായിക്കോട്ടെ. ഇല്ല ഒന്ന് അവിടെ വായിക്കാം. അത് അറബി ആവുമ്പോ ബാക്കിയുള്ളവർക്കല്ലോ. അതെന്താ അറബിയിലുള്ള സെയിം ട്രാൻസ്ലേഷൻ അല്ല ഇംഗ്ലീഷിൽ വരുന്നത്? അതല്ല, പിന്നെന്താ കുഴപ്പം? അതായത് അറബി ഇതിൽ ആണെങ്കിൽ ഏറ്റവും ഇംഗ്ലീഷ് ആണെങ്കിൽ കൂടുതൽ ഈ മുസ്ലിം പറയുന്ന സംഗതികളൊക്കെ ഏറ്റവും കൂടുതൽ വിശദീകരിച്ചിട്ടുള്ളത് അറബി ഭാഷയിലാണുള്ളത്. അപ്പൊ നമ്മൾ ഈ ഹദീസ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകൊണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ കുറെ സോഴ്സുകൾ ഇവിടെ കാണാൻ പറ്റും. ഞാൻ മറിച്ച് അറബിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഓതന്റിസിറ്റി നോക്കാൻ പറ്റുന്ന മെക്കാനിസം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് അതാണ് നല്ലത് എന്ന് പറയാം. നവാസ് സാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അറബിയിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും പോയിന്റ് ആണല്ലോ. ഭായ് നമ്മൾ അറബിയല്ല, നമ്മൾ ഒരു മിനിറ്റ്. ഷാഹുൽ സംസാരിക്കാം. അപ്പൊ നമ്മളെ ഷാഹുൽ പാലക്കാടിന് രംഗപ്രവേശമാണ്. ഇത്ര നേരങ്ങൾ കണ്ട നാടകം എന്താ? ഇത്ര നേരം കണ്ട നാടകത്തിൽ അവസാനം നവാസ് ജാനെ പറയണെന്താ? അത് അറബിയിൽ വായിക്കണം, മുഴുവനായിട്ട് വായിക്കണം. നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്ന ഭാഗം നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ, എന്തിനാ അറബി? ഇംഗ്ലീഷിൽ പറയുന്ന ഈ ഫ്രേസിലെ ചില വാക്കുകൾ വെച്ച് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഹദീസ് റെഫറൻസുകൾ കിട്ടും. അപ്പോൾ അത് നമുക്ക് നോക്കാൻ, അതിൽ ഏതാണ് ഒതന്റിക് നോക്കാൻ പാടാണ്. അറബി ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒതന്റിക് ആയിട്ടുള്ള ഹദീസിലേക്ക് കിട്ടും എന്ന്. നേരത്തെ ഷുക്കൂർ വരിക്കോടനും ജാസ് ഉസ്താദും എല്ലാവരും മാറി മാറി പറഞ്ഞെന്താ, നിങ്ങൾ പറഞ്ഞ ഫ്രേസ് വെച്ചിട്ടൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, അങ്ങനെ ഒന്നും കിട്ടുന്നേ ഇല്ല എന്ന്. ഒരേ കാര്യത്തിൽ ഇരുന്ന ഇരിപ്പിൽ 3 നുണ ആളുമ്പോൾ പറഞ്ഞാൽ എത്ര നുണയായിന്നാ? നിങ്ങൾ 5-8 പേരില്ലേ? എന്തൊക്കെ തരികിട, എത്ര സ്റ്റെപ്പ്! ഞാൻ പറയുന്നത് ഇവിടെ വരെ എത്തിയപ്പോഴത്തേക്ക് ഞാനൊരു 19-20 തരികിടകൾ എണ്ണിക്കഴിഞ്ഞു. എണ്ണാൻ വയ്യാണ്ട് നിർത്തി ഞാൻ. ഇനി അടുത്ത തരികിട എന്ന് പറഞ്ഞാൽ ഭൂലോക തരികിട. മുഴുവനുണ്ട് വായിക്ക്, അപ്പൊ ശരിയാക്കി തരാന്നാണ്. എന്താ നിങ്ങൾക്ക് മുഴുവൻ വായിക്കാൻ പറ്റൂലേ? അപ്പൊ കിങ് വർഷിപ്പർ പറഞ്ഞ നിങ്ങൾ അഡ്രസ്സ് തരും, ഞാൻ മെയിൽ അയച്ചു തരാം, അല്ലെങ്കിൽ പ്രിന്റ് എടുത്തിട്ട് പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഞാനും തപാലിൽ അയച്ചു തരാന്ന് പറഞ്ഞു. ഓക്കെ സ്നേഹ, പിന്നെ ആ ഹദീസിന്റെ റിലയബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ നിമിഷം കൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളല്ല. പക്ഷെ ആ ഹദീസ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആശയം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാമല്ലോ. ഒന്ന് വായിക്കാമോ ബ്രദർ? അത് സഹി ഹദീസാണ് ബ്രദർ. സുന്ന.com എന്ന സഹി ഹദീസാണ്, റിലയബിൾ ആണ്. സഹീ ആണോ എന്നുള്ളത് വേറെ വിഷയമാണ്. നിങ്ങളത് വായിക്കൂ, ഇപ്പയും മാറ്റി ഫസ്റ്റ് മുതൽ വായിക്കും. ബ്രദറിന് ഇതിന്റെ പോസ്റ്റൽ ഐഡി തന്ന ഇതൊരു പോസ്റ്റ് എടുത്ത് പ്രിന്റ് ചെയ്ത് അയച്ചു തരായിരുന്നു. ഇവിടെ ഷാഹുൽ വന്നിട്ട് പറയാൻ ശ്രമിക്കുന്നത്, അങ്ങനെ അതിന്റെ ഒരു റിലയബിലിറ്റി അത്ര പെട്ടെന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ കഴിയില്ല. അതായത് ഹദീസിലുണ്ടായാ പോരാ, അത് റിലയബിൾ ആണോ, അതിന്റെ സോഴ്സ് നോക്കണം, അതിന്റെ സനത് നോക്കണം. ഹദീസിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റൂല, പെട്ടെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഹദീസ് മൊത്തം വായിക്കണം. എന്തുകൊണ്ടാണ് പറയണേ? ഹദീസ് ഇച്ചിരി ദൈർഘ്യമേറിയ ഹദീസാണ്. അപ്പൊ അവസാനം അറബി വിട്ടു, അവസാനം ഹദീസ് മുഴുവൻ വായിക്കണം എന്നിടത്തേക്ക് എത്തി. അപ്പോൾ തന്നെ അടുത്ത ഉരുളാനുള്ള കണ്ടത്തിലേക്ക് വഴിവിട്ടിട്ടാണ്, അല്ലെങ്കിൽ വെട്ടിയിട്ടാണ് ഷാഹുൽ ഹമീദ് പാലക്കാട് തുടങ്ങണത്. അതിന്റെ റിലയബിലിറ്റി അത്ര പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂല, പെട്ടെന്ന് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഹദീസിലുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യത്തെ അപ്പടി വിഴുങ്ങാൻ പറ്റില്ല. അത് കല്യാണമായാലും കളവാണമായാലും ശരീരദാനമായാലും ആത്മഹത്യാ പ്രവണതയായാലും കാഫിറിനെ കൊല്ലലായാലും കേവലം ഒരു ഹദീസിൽ ഒരു വാക്കുണ്ട് എന്നതുകൊണ്ട് മാത്രം അതിനെ അങ്ങനെ വിഴുങ്ങേണ്ട കാര്യമില്ല. ഇതല്ലേ ഞാൻ ബാസിനോട് ചോദിച്ചത്? ഹദീസിലുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം സ്ഥിരപ്പെടുമോ, ശരിയാകുമോ? ഹദീസിലൊരു വചനമുണ്ട് എന്നതുകൊണ്ട് മാത്രമാകുമോ? അതിനാണ് തെളിവ് മുലകുടി ഹദീസിൽ നിന്ന് തന്നത്. ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഹദീസ് വായിച്ചിട്ടില്ല, ആ ഫ്രൈസ് ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ഒരു സാധനം ഇല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, നോക്കി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്നവർ ഹദീസിലെ വക്കിലോട്ടെത്തുമ്പോൾ, മുഴുവൻ വായിക്കാൻ ആവശ്യപ്പെടുമ്പോൾ
ഒരു മുൻകൂർ ജാമ്യം ഹദീസിന്റെ റിലയബിലിറ്റി അത്ര പെട്ടെന്ന് നമുക്ക് ഒറ്റ മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റൂല. കേട്ടോളി ബാക്കി. ഓക്കെ, ഇവിടെ പറയുന്ന ഹദീസ് എന്താണെന്നറിയോ? ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുണ്ടത് എന്താ വെച്ചാല്, അവര് ഈ ദുഹരി എന്ന് പറയുന്ന ഒരാൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ രീതിയിൽ പറയുന്നുണ്ട്. അതായത് എന്താണ് പറയുന്നത്? ഫകുല്ലമാ ഔഫാ ബിദർവതി ജബലിൻ ലികൈ യുൽഖി മിൻഹു നഫ്സഹു തബദ്ദ ലഹു ജിബ്രീൽ ഫഖാല യാ മുഹമ്മദ് ഇന്നക റസൂലുള്ളാഹി ഹഖൻ ഫയസ്കുൻ ബിദാലിക ജഅശു എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, ഇതില് അവരുടെ ഒരു നറേഷൻ, അവരുടെ കഥകൾ, അതായത് അന്ന് അവര് പറഞ്ഞിരുന്ന ആളുകൾ പറയുന്ന കഥകൾ ആയിഷ ആവർത്തിച്ചതാണ് സംഗതി. അപ്പൊ ആകെ പെട്ടു. ഹദീസ് മുന്നിൽ കിട്ടി, DP കിട്ടി, മുഴുവൻ വായിക്കും എന്ന ഘട്ടം വന്നപ്പോൾ ആ ഹദീസിൽ അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു വചനമൊക്കെ ഇപ്പൊ ഞാൻ കണ്ടു, ഇപ്പൊ ഈ വായിച്ചിട്ട് ഇതിൽ ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറയുന്ന ആളാരാ അറിയോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് എന്ന് പറഞ്ഞാൽ, അതായത് ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന് ആദ്യമായിട്ട് കേൾക്കുകയാണ് എന്ന് ആദ്യം പറഞ്ഞ നവാസ് ജാനെ പിന്നെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഷെറഹും സനദും എല്ലാം വായിച്ച് അതിൻ്റെ എന്താ പറയുക എല്ലാ ഗ്രന്ഥങ്ങളും വായിച്ചിട്ട് ആ ഹദീസിനെ 2 പീസാക്കാൻ പോകണം. അതായത് സഹീഹായി ഉദ്ധരിക്കപ്പെട്ടു വന്ന സഹീഹ് ബുഖാരിയിലുള്ള ആയിഷയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസിനെ 2 പീസാക്കാൻ പോവാണ് ഇവിടെ. 2 പീസാക്കിയിട്ട് ഒരു പീസ് ഞങ്ങൾ എടുക്കും, ഒരു പീസ് ഞങ്ങൾ എടുക്കൂലെന്ന്. നേരത്തെ വരെന്താ പറഞ്ഞ, ഒരു ഹദീസിൽ കല്യാണം ഉണ്ട്, ഒരു ഹദീസിൽ പിന്നെ എന്താ പറയാ ചെന്നിട്ട് ശരീരദാനം ചോദിക്കലുണ്ട്. അപ്പൊ നമ്മൾ ഈ 2 പീസിനെയും ജംആക്കണം എന്ന് പറഞ്ഞ മഹാന്മാർ ഇപ്പൊ പറയാണ് ഒരു ഹദീസിനെ നമുക്ക് മുറിച്ച് 2 പീസാക്കാം. ഇതിനെ അവസരവാദം എന്നല്ലാതെ എന്താ പറയാ, ഇതിനെ ഇരട്ടത്താപ്പ് എന്നല്ലാതെ എന്താ പറയാ, ഇതിനെ ഉഡായിപ്പ് എന്നല്ലാതെ എന്താ പറയാ, ഇതിന് സനദിൽ പ്രശ്നമുണ്ട് എന്ന്, ഇതിലെന്തെങ്കിലും പിന്നെ സ്വീകരിക്കുന്നതിന് തടസ്സമുണ്ട് എങ്കിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്, അതൊരു ഹദീസിലുണ്ട്, പക്ഷെ ആ ഹദീസിന് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് നേരത്തെ സ്നേഹ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ചോദിക്കുന്ന ദ വെരി നെക്സ്റ്റ് മൊമെന്റിൽ പറഞ്ഞാൽ അവിടെ തീരുമായിരുന്ന ഒരു പ്രശ്നത്തെ ഇത്രമേൽ ഉരുട്ടിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കാപട്യം മുഴുവൻ കാണിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നിങ്ങൾ തരികിട കളിക്കുകയാണ്, നിങ്ങൾ കാപട്യം കാണിക്കുകയാണ്, നിങ്ങൾ ഹദീസുകളെ കോട്ടിമാട്ടുകയാണ്. നിങ്ങൾക്ക് തരാതരം 2-3 ഹദീസും ജംഇയ്യ, നിങ്ങൾക്ക് പറ്റൂല തോന്നുമ്പോൾ ഒറ്റ ഹദീസിനെ 2 പീസാക്കുക, ഒറ്റ വെട്ടിന് 2 തുണ്ടമാക്കുന്ന കാഴ്ചയാണ്. ഇനി ആ ഒരു ഹദീസിനെ 2 പീസാക്കുകയാണ്. ഒരു ഭാഗത്ത് നവാസ് ജാനിയും മറുഭാഗത്ത് അബ്ദുള്ള ബാസിലും, സാക്ഷാൽ അബ്ദുള്ള ബാസിലും നിന്നിട്ട് ഈ ഹദീസിനെ വെട്ടി മുറിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടോളി. വിശ്വാസികളെ, നിങ്ങൾ ഇതെങ്ങനെ സഹിക്കും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഈ സംഗതി മൗസൂലല്ല, അതായത് റസൂലിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല സുഹരിയിൽ വെച്ച് കട്ടാവുന്ന ഒരു സനദാണ് ഇതിലുള്ളത്. അതായത് അവര് ഈ ഒരു സംഗതിയെ കുറിച്ച് ബുഖാരി പറയുമ്പോൾ അന്ന് അവർ പറഞ്ഞിരുന്ന ഈ സുഹരി അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്ന വാക്കുകൾ ഇതിൽ കൂട്ടിച്ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതെ, ആര് കൂട്ടിച്ചേർത്തു? സഹീഹ് ബുഖാരി കയ്യിന്നിട്ടു എന്നാണ്. അതായത് സഹീഹ് ബുഖാരി എഴുതി വെച്ച ഒരു കാര്യം ആയിഷയുടെ ഹദീസ് പറയുന്നതിന്റെ കൂടെ അന്ന് ആ നാട്ടിൽ പറഞ്ഞു കേട്ട കഥകൾ ബുഖാരി എഴുതി വെച്ചു എന്നുള്ളൂ എന്നാണ്. പൊന്നാറന്റെ നവാസ് ജാനെ, അതിനെ തന്നെയല്ലേ 10-200 കൊല്ലത്തിന് ശേഷം മുഹമ്മദ് മരിച്ച് ഏകദേശം 200 വർഷത്തിനിപ്പുറം സഹീഹ് ബുഖാരി അവിടുന്ന് ഇവിടുന്നും കേട്ടതും കിട്ടിയതും കൂട്ടിപ്പെറുക്കി തുന്നിക്കൂട്ടി വെച്ചതല്ലേ സഹീഹ് ബുഖാരി. ഇതില് പിന്നെ എന്താ പറയാ കൃത്യതയില്ല, അതിൽ സനദ് കൃത്യമല്ല, അത് പ്രവാചകനിലേക്ക് എത്തൂല, മുറിഞ്ഞു പോകുന്ന സനദുള്ള ഒരു അഭിപ്രായം സഹീഹ് ബുഖാരിയിൽ ഹദീസിൽ രേഖപ്പെടുത്തി വെച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കണോ? എന്താ നിങ്ങൾക്ക് സഹീഹ് ബുഖാരി ഹദീസ് ക്രോഡീകരിച്ചതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? എത്ര ലക്ഷം ഹദീസുകൾ പരിശോധിച്ചിട്ടാണ് സഹീഹ് ബുഖാരി തന്റെ സഹീഹ് ക്രോഡീകരിച്ചത്? എന്നിട്ടിപ്പോ പറയാ അത് ബുഖാരിക്ക് പറ്റിയ ഒരു കയ്യബദ്ധാണ്, അതിന്റെ പൗതി എടുത്താൽ മതി, പൗതി എടുക്കണ്ട നമുക്ക് ശരിയാവില്ല. അത് ആർക്ക് തെറ്റ് പറ്റിയതാണ്? അത് ബുഖാരിക്ക് ഒരു തെറ്റ് പറ്റിയതാണ്, ഒരു കയ്യബദ്ധം. പണ്ട് സൂറത്തു തൗബ യുദ്ധ സന്ദർഭമായിരുന്നു എന്ന് പറഞ്ഞത് അബ്ദുള്ള ബാസിലിന് തെറ്റ് പറ്റിയതാണെങ്കിൽ ഇപ്പോൾ ഈ ഹദീസ് എന്തൊക്കെ നുണ പറഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്? എത്ര മണിക്കൂർ എടുത്തിട്ടാണ് നിങ്ങൾ ആലോചിക്കണം. 1.5 മണിക്കൂറിലധികം എടുത്തിട്ടാണ്
ആദ്യത്തെ ഈ ഹദീസിനെ കുറിച്ചുള്ള പരാമർശം തൊട്ട് ഇവിടെ ഇവരെത്തുന്നത് 1.5 മണിക്കൂറിലധികം സമയം എടുത്തിട്ട്. ഇവരെ ഞാൻ തരികിട എന്ന് വിളിച്ചാൽ അധികമാവുന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ഹദീസിലുണ്ട്, ഓക്കെ, ഹദീസിലുണ്ട് കേട്ടോ. പക്ഷെ എന്താ പ്രശ്നം, ഹദീസിലുണ്ടല്ലോ, അത് മതിയല്ലോ അല്ലെ, പോരാ. തെളിവുണ്ട് പക്ഷെ പറ്റൂല. പിന്നെന്താ, അത് വല്ലാത്തൊരു കാര്യമാണല്ലോ. പുതിയ പെർസ്പെക്റ്റീവ് ആണോ? ഹദീസിലുണ്ട്, ഹദീസിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഹദീസിലുണ്ടോ? ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം? പിന്നെന്താ പ്രശ്നം? അപ്പൊ തെളിവുണ്ട്, ഹദീസിലുണ്ട്, ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നെന്താ പ്രശ്നം? എന്താ നമുക്ക് മനസ്സിലാകുന്നില്ല. ഹദീസിലുള്ളതൊക്കെ ശരിയാവോ? അത് ശരി. അപ്പൊ ഹദീസിലുണ്ട്, ഹദീസിൽ ഉണ്ടോ? ഉണ്ട്. പക്ഷെ ഹദീസിലുള്ളതൊക്കെ ശരിയാ. പ്രിയപ്പെട്ട സുഹൃത്തെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന്റെ തെളിവായി നമ്മൾ ഹദീസ് കൊണ്ടുവന്നു. നിങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ എടുക്കണം. വേറെ ആരെങ്കിലും ഹദീസ് നിങ്ങളെ മുമ്പിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ ഹദീസ് ഇല്ല എന്ന് പറയും, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയും, അത് ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയും, റെഫറൻസ് കൊണ്ടുവരാൻ പറയും. അറബി അറിയോ എന്ന് ചോദിക്കും, അറബി അറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഹദീസിലില്ല എന്ന് പറയും. അപ്പൊ വായിച്ചു തന്നാൽ നിങ്ങൾ ഡീപ്പ് ഇടണം എന്ന് പറയും, ഡീപ്പ് ഇട്ടാൽ നിങ്ങളത് മുഴുവൻ വായിക്കണം എന്ന് പറയും. മുഴുവൻ വായിച്ച് സംഗതി ശരിക്ക് തൊണ്ടയിൽ കുരുങ്ങിയാല്, നമ്മളെ ചൂണ്ടക്കുളത്ത് കുരുങ്ങുന്ന പോലെ ഹദീസ് കുരുങ്ങിയാൽ പറയും ഹദീസിലുണ്ട്. പോരെ? പോരാ. ഹദീസിലുള്ളതൊക്കെ ശരിയാവോ? പൊന്നാര ചങ്ങായ, ഹദീസിലുണ്ട് എന്ന് പ്രവാചകൻ ചെയ്തു എന്ന് ഹദീസിൽ നിന്ന് നമ്മൾ തെളിവ് വെച്ചു. അത് പോരെ? പോരാ. ഹദീസിന്റെ ഒരു പൊട്ട ഞങ്ങൾ എടുക്കുള്ളൂ, ഒരു പൊട്ട ഞങ്ങൾക്ക് വേണ്ടാന്നാണ്. വെറുതെ പറയല്ല. ആ ഹദീസിന്റെ പകുതി എടുക്കാൻ പറ്റുള്ളൂ, പകുതി എടുക്കാൻ പറ്റൂല, പകുതി സനദില്ല എന്നാണ്. ആയിഷയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസിന്റെ താഴെ ഇമാം ബുഖാരി കയ്യിൽ നിന്ന് ഇട്ട് ഒരു കള്ളക്കഥ, ഒരു തെറ്റായ പരാമർശം എഴുതി വെച്ചു എങ്കിൽ ആ സഹീഹ് ബുഖാരിനെ നിങ്ങൾ എന്തിന്റെ പേരിൽ നമ്പും കൂട്ടരെ? എന്തിന്റെ പേരിലാണ് നിങ്ങളത് ഖുർആൻ കഴിഞ്ഞിട്ടുള്ള 2ാം പ്രമാണമാണ് എന്ന് പറയുക? ഈ ബുഖാരിയുടെ ഹദീസിൽ പ്രവാചകനെ കുറിച്ച് എഴുതി വെച്ച അശ്ലീലങ്ങൾ അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് ഇസ്ലാമിനകത്തുള്ള ആളുകൾ പറയുമ്പോൾ നിങ്ങൾ അവരോട് യുദ്ധം പ്രഖ്യാപിക്കുന്നത് എന്തിനാ? ഹദീസ് നിഷേധികൾ ഇസ്ലാമിൽ നിന്ന് പുറത്തോട്ടാണ് എന്ന് പ്രസംഗിച്ച മഹാനാണ് അബ്ദുള്ള ബാസിൽ. എന്നിട്ട് അബ്ദുള്ള ബാസിൽ കുത്തിയിരുന്നിട്ട് പറയാണ് ആ ഹദീസിന്റെ പൗതി മതി, പൗതി വേണ്ട. കേട്ടോളി, വെറുതെ പറയല്ല ഞാൻ. സുന്ന.comന്റെ അകത്തുനിന്ന് കിട്ടി സാധനം അതിന്റെ കിട്ടിയപ്പോ വിശദീകരണമാണ് സ്നേഹ പറഞ്ഞത്. ഈ ചെയിൻ ഓഫ് നറേഷൻസ് എന്താണെന്നറിയാം അവിടെ നിങ്ങൾ സ്നേഹ? ഒന്ന് ജസ്റ്റിഫിക്കേഷൻ കേൾക്കുക അല്ല തന്നത്, ഉരുണ്ട് സ്നേഹ, കളിക്കുകയാണ് ചെയ്തത്. സ്നേഹ ഒന്ന് ജസ്റ്റിഫിക്കേഷൻ കേൾക്കുക. ഈ മൗസൂൽ ഉരുണ്ട് എന്ന് പറഞ്ഞാൽ കളിക്കാൻ എന്താണെന്നറിയോ? നിർത്തിയിട്ട് അപ്പൊ പറഞ്ഞ ഒന്ന് ആളിട്ട് ഒന്ന് പുറത്തു ചോദിച്ചോട്ടെ, വിട്ടു. ഒന്ന് ചോദിച്ചോട്ടെ സ്നേഹ, ഈ മൗസൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ സുഹേൽ? മൗസൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹലോ, ഐ ആം നോട്ട് എ മുസ്ലിം. എനിക്ക് ഈ സംഭവം എക്സാക്ട്ലി. അപ്പൊ ഞാൻ മുസ്ലിംസ് പറയുന്നത് പറയുന്നത് അതൊന്ന് കേൾക്കാറുണ്ട്. പറയുന്നൊന്ന് കേൾക്ക് സ്നേഹ. നിങ്ങൾ എക്സ്പേർട്ട് അവിടെ അല്ല. എന്താണ് ആ നിങ്ങൾ സംഭവം, താങ്കൾ ഉദ്ധരിച്ച സംഭവം എന്താണെന്ന് പറയാതെ വിശദീകരിക്കാമെന്ന് കേൾക്കണം. കേൾക്ക്. അതെ, പ്ലീസ് പക്ഷെ ആഡ് മുഹമ്മദ് പറഞ്ഞു മുസ്തഫ. തരാം, പ്ലീസ് പറഞ്ഞു തരാം. ആഡ് സ്നേഹ മുഹമ്മദ് മുസ്തഫ. പറയുന്നത് കേൾക്കുക. ഒരു മിനിറ്റ്, താങ്കൾ പറയുന്നൊന്ന് കേൾക്ക്. താങ്കൾ വെറുതെ ഇങ്ങനെ ഇവിടെ ഒച്ചപ്പാടാക്കിക്കൊണ്ടിരിക്കാതെ നവാസ് താങ്കൾ സാഹിബ് വളരെ ആരാ വ്യക്തമായി ഒച്ചയിടുന്നെ? പറഞ്ഞു, സുഹരിയിൽ നിന്നും പറഞ്ഞിട്ടുണ്ട്. അതെ, ആരാ ഒച്ചപ്പാടുണ്ടാക്കുന്ന? പറഞ്ഞാൽ ഈ റിപ്പോർട്ട് നിങ്ങൾ മൗസൂൽ അക്സെപ്റ്റ് അല്ല. ചെയ്യണമെന്ന് പറയാം. സ്നേഹ പറയുന്ന ഓഡിയൻസിൽ കേൾക്കുക, പോയി കേൾക്കുക. സ്നേഹയോട് ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി ഇല്ല, ഐ എം നോട്ട് എ മുസ്ലിം എന്ന് പറഞ്ഞു. then you have to listen to a Muslim. I am explaining it, right? You have to listen to a Muslim. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാണ്. അതിന്റെ ഒത്തന്റിക് സോഴ്സ് വെച്ചിട്ട് വളരെ വ്യക്തമായി വിശദീകരിച്ചു കഴിഞ്ഞു നവാസ് സാഹിബ്. ഇവിടെ സുഹരിയിൽ നിന്നാണ് ആ നറേഷൻ മൗസൂൽ അല്ല, എന്താ ചെയിൻ മൗസൂൽ അല്ല, ചെയിൻ കണക്റ്റഡ് ചെയിൻ അല്ല ഉള്ളത് നറേഷനിൽ എന്ന് വളരെ വ്യക്തമായി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ആ ഹദീസിന് മൊത്തത്തിൽ പ്രശ്നമല്ല കേട്ടോ, ഹദീസിന്റെ പകുതി. അതായത് ആ ഹദീസിലെ ഏത് ഭാഗം എടുക്കാം, ഏത് ഭാഗം എടുക്കാൻ പറ്റൂല എന്നും. അപ്പൊ ഇവർ ചോദിക്കാണ് സഹീഹ് ബുഖാരിയിലുള്ളത് എടുക്കാൻ പറ്റൂലേ, സഹീഹ് ബുഖാരിനെ വിശ്വസിക്കാൻ പറ്റൂലേ? സഹീഹ് ബുഖാരിയിൽ നിന്ന് ഒരു ഹദീസ് തള്ളിയാൽ അവൻ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോകും കൂട്ടരെ. അതുകൊണ്ട് ഹദീസ് മൊത്തത്തിൽ തള്ളാൻ പറ്റൂല. അപ്പൊ ഹദീസിന്റെ പകുതി തള്ളിയാലോ? അത് കുഴപ്പമില്ല. ഹദീസ് 2 പീസാക്കുക, ആ ഹദീസിന്റെ ഒരു പീസ് തള്ളുക, ഒരു പീസ് കൊള്ളുക. എങ്ങനെയുണ്ട് സൂത്രം? ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ, ഹദീസ് തള്ളാതിരിക്കാൻ, ബുഖാരിനെ തള്ളി പറയാതിരിക്കാൻ തൽക്കാലം ഹദീസ്, ബുഖാരി എഴുതി വെച്ച ഹദീസിന്റെ ഒരു ഭാഗം അടർത്തി മാറ്റി തോട്ടിലെറിയാം എന്നാണ് പുതിയ ദഅ്വാ സംഘത്തിന്റെ തീരുമാനം. ശരി ഞാൻ ശരി പറയട്ടെ, സ്നേഹ ഈ സ്നേഹ ഒരു കിണിക്കണ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. സ്നേഹ ഒരു ഓക്കെ മിനിറ്റ് ഓക്കെ ഒരു മിനിറ്റ്. ഈ സ്നേഹ സഹീഹ് ബുഖാരി താങ്കൾ കേൾക്കുന്ന കോട്ട് ചെയ്തല്ലോ. ആൾക്കാർക്ക് മനസ്സിലാവും, പക്ഷെ ഞങ്ങൾ പറയുന്ന സ്നേഹ ചോദിക്കട്ടെ അല്ല സ്നേഹ സഹീഹ് ബുഖാരി എന്നാണ് കോട്ട് ചെയ്തത്. ഇതിന്റെ ഷറഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ?
ഓ, ഉസൂലുൽ ഹദീസ് എന്താണെന്നറിയോ? ഇല്ല, സ്നേഹക്ക് അറിയില്ല. ഹദീസിന്റെ ഷർഹ അറിയോ? ഇല്ല. എന്നാ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞത് കേൾക്കണം എന്നാണ്. ഇനി ഷർഹ് വെച്ചിട്ടാണ് തരികിട. പറഞ്ഞോളി, നമുക്കും അറിയില്ല. ഷർഹ് ഒന്ന് പറഞ്ഞ നീ. ഒരു മിനിറ്റ് ഇവിടെ താങ്കൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ആ ഒരു ടേംസ് അടക്കം, പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടേംസ് അടക്കം പരമാവധി മലയാളീകരിച്ചുകൊണ്ട് പറഞ്ഞു തരുമ്പം അതിന്റെ ഇടയിൽ ഇടക്ക് കയറരുത്, ദയവ് ചെയ്ത്. നമ്മൾ സാധാരണ 2-3 പ്രാവശ്യം ഇടക്ക് കയറിയാൽ സാധാരണ 2-3 പ്രാവശ്യം ഇടക്ക് കയറിയാൽ അവരെ ഓഡിയൻസിലേക്ക് മൂവ് ചെയ്യാറാണ് പതിവ്. എന്നിട്ട് ഇവിടെ ഒരു 100 പ്രാവശ്യം താങ്കൾ ഇവിടെ ഇടക്ക് കയറിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ദയവ് ചെയ്ത് ഒന്ന് കേൾക്കാൻ തയ്യാറാവുക. എന്താണ് സംഭവം എന്നുള്ളത് താങ്കൾക്കടക്കം താങ്കൾ വീണ്ടും ഇടപെടുകയാണ്. ഇനി ഇടപെട്ടാൽ ഓഡിയൻസിലേക്ക് മൂവ് ചെയ്യേണ്ടി വരും. കാരണം അത് താങ്കൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉള്ളത് കൊണ്ടല്ല. പക്ഷെ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഉരുളാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് മെഴുകാൻ പറ്റുന്നില്ല. ഇനി നിങ്ങൾ മുണ്ടല്ലേ, നിങ്ങൾ മുണ്ടിയാ ഞങ്ങൾ പുറത്തേക്ക് ഇടുവെന്നാണ്. ആരത് പറയണേ? ബാസില്. നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നിങ്ങൾക്ക് ഉസൂലുൽ ഫിഖ് പിന്നെ ഹദീസ് അറിയില്ല, നിങ്ങൾക്ക് ഷറഹുൽ ഹദീസ് അറിയില്ല, നിങ്ങൾക്ക് ഒന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞുതരാം. അതിന്റെ ഇടയിൽ നിങ്ങൾ ഇനി മുണ്ടിപ്പോയാൽ ഞങ്ങളുടെ അടുത്ത് പുറത്തേക്ക് ഇടുന്നു. അബ്ദുള്ള ബാസിലെ, നമുക്ക് വേറെ പണിയുള്ളതുകൊണ്ടാണ്. പൊന്നാര മോനെ, പൊന്നാര സുഹൃത്തെ, നമുക്ക് വേറെ പണിയുള്ളതല്ല, പണിയും തൊഴിലുള്ളതുകൊണ്ടാണ്. ഒരു ദിവസം 6 മണിക്കൂർ ഇതിന് മെനക്കെടാൻ കിട്ടിയാൽ ഇതെന്നെ കൊണ്ട് തൊഴിലാക്കരുത് എന്നാണ് ഈ പറഞ്ഞ ഒരു ഹദീസ്. ചിലപ്പം ഈ ഇമാമിങ്ങൾ ഈ പറഞ്ഞ കളക്ട് ചെയ്ത സഹീഹ് ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം അത് ചില ഹദീസുകൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യും. അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും നമ്മുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട്. പക്ഷെ അദ്ദേഹം തന്നെ അവരെന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും, ഇത് സഹീഹാണ്, ഇത് ദഹീഫാണ്, അങ്ങനത്തെ രീതിയിൽ. അതാണ് ഈ സഹീഹ് ഹദീസ്, മറ്റേത് ലഹീഫ് എന്നൊക്കെ പറയുന്നത്. സ്നേഹക്ക് മനസ്സിലാവാത്തതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം സംഭവം ചിലപ്പോൾ ബുഖാരി എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനെ നമ്മളിങ്ങനെ സഹീഹെന്നും ലൈഫ് എന്നൊക്കെ വേർതിരിക്കും. പൊന്നാര കൂട്ടരെ, അത് പണ്ടേ അൽബാനി ചെയ്ത് കഴിഞ്ഞില്ലേ. അൽബാനി എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ട് മുമ്പൊന്നല്ല, 200 വർഷത്തിനിപ്പുറം സമ്പൂർണമായ സനത് പരിശോധിച്ച്, പൂർണ്ണമായ വിശ്വാസ്യത പരിശോധിച്ച്, ഒരബദ്ധമും പറ്റാതിരിക്കാൻ പരമാവധി സൂക്ഷ്മത പുലർത്തി സഹീഹുൽ ബുഖാരി ലക്ഷക്കണക്കിന് ഹദീസുകളിൽ നിന്ന് ഓരോ ഹദീസ് ക്രോഡീകരണത്തിനിടയിലും കൃത്യമായി സുന്നത്തും നിസ്കരിച്ച് പൂർണ്ണമായ ഭക്തിയോടുകൂടി ക്രോഡീകരിച്ച് ആറ്റിക്കുറുക്കിയെടുത്ത് ലക്ഷങ്ങളിൽ നിന്ന് പെറുക്കി കൂട്ടിയ 5000-ഓ 6000-ഓ വരുന്ന ഹദീസിൽ ഇനിയിപ്പോ UA ടീം ക്ലബ് ഹൗസിൽ കുത്തിയിരുന്നിട്ട് പുതിയ ലൈഫും പുതിയ പിന്നെ ഷറഹും രചിക്കുകയാണോ? അപ്പൊ സ്നേഹക്ക് ഇതൊന്നും അറിയില്ല. കാരണം സ്നേഹക്ക് അറബി അറിയില്ല, സ്നേഹ മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആളല്ല, സ്നേഹ ക്രിസ്ത്യൻ പിന്നെ ഭാഗത്തു നിന്നുള്ള ആളാണ്. ആരോ ആയിക്കോട്ടെ, ചോദ്യം ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ പോരെ. ഞാൻ ചോദിക്കട്ടെ, ഈ ഹദീസിന്റെ ഉസൂലുൽ ഹദീസും ഇതിന്റെ സനദിലുള്ള പ്രശ്നവും ഇതിന്റെ പിന്നെ ചെയിൻ മുറിഞ്ഞു പോകുന്ന പ്രശ്നവും ഒക്കെ ഈ വിഷയം ആദ്യം ചോദിച്ച് ഹദീസ് റഫറൻസ് പറയുന്ന സമയത്ത് നിങ്ങൾ ഈ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു എങ്കിൽ നിങ്ങളുടെ സത്യസന്ധതയിൽ നമുക്കൊരു ചെറിയ വിശ്വാസം വരുമായിരുന്നു. നിങ്ങളത് ചെയ്തില്ല. എന്നിട്ട് ഇത്ര നേരം 1.5 മണിക്കൂർ കിടന്ന് ഉരുണ്ടത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയപ്പോൾ, ഇത് തൊണ്ടയിൽ കുരുങ്ങിയപ്പോൾ മാത്രമാണ് നിങ്ങൾ ഏറ്റവും അവസാനത്തെ പൂഴിക്കടകനായിട്ട് ഹദീസ് മുറിച്ച് 2 പീസാക്കി. ഒരു പീസ് സഹീഹ് ബുഖാരിനെ തള്ളാൻ പറ്റാത്തതുകൊണ്ട് ആദ്യത്തെ പാതി കയ്യിൽ വെക്കുകയും മറ്റേ പാതി തള്ളിക്കളയുകയും ചെയ്യുക എന്ന ഗതികേടിന്റെ ഷർഹാണിത്. നിങ്ങളെ ഗതികേടിന്റെ ഷർഹ്. അപ്പൊ ഈ പറയുന്ന ഹദീസില് ആയിഷ റളിയല്ലാഹുവിന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാല് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിച്ചു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് നിർത്തി. പിന്നെ അടുത്തത് ഫീമ ബലഗന എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ, അതായത് സിയാദ എന്ന് പറയും, അതായത് അഡൻഡം എന്നൊക്കെ പറയുന്ന രീതിയിൽ ബുഖാരി കൂട്ടിച്ചേർത്താണ് ഇങ്ങനെയും ഒരു ആളുകൾ പറയപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന സംഗതി. അതായത് ഈ ഹദീസ് സഹിയാണ്, അവിടെ ആയിഷ റളിയല്ലാഹുവിന്റെ സംഭവം വെച്ച് അവിടെ വെച്ച് നിന്നു. ബാക്കിയുള്ള സംഗതി ഫീമ ബലഗന എന്ന് പറയുന്ന ഒരു ആഡൻഡം മാത്രമാണ് ഈ പറയുന്ന പ്രശ്നം ഉള്ളത്. അതായത് ഒരിക്കലും റസൂലിലേക്കോ അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹുവിലേക്കോ എത്തുന്നില്ല. ഇത് സുഹരി എന്ന് പറയുന്ന ആളിന് മാത്രം അറിയപ്പെട്ട ഒരു സംഗതി മാത്രമായിരുന്നു എന്നുള്ള.
അപ്പൊ ഹദീസ് ശരി തന്നെയാണ്. കാരണം ഹദീസ് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം സഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ്, തള്ളാൻ പറ്റൂല. നിങ്ങളെ ഗതികേട് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഞങ്ങൾക്ക് ഇത് കൊള്ളാനും പറ്റില്ല. കാരണം മുഹമ്മദ് നബീനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരാമർശം അതിനകത്തുള്ളത്, അതും ആയിഷയിൽ നിന്ന് ഉദ്ധരിച്ചതുണ്ടായിരിക്കെ, അത് ആയിഷയിലേക്ക് കണക്ട് ചെയ്താൽ, അത് മുഹമ്മദ് നബിയിലേക്ക് എത്തിയാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ആ ചെയിന് മുറിച്ച് കളയുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്. അതുകൊണ്ട് ഹദീസിന്റെ പാതി ഓക്കെയാണ്. അതുകൊണ്ട് ഹദീസ് നമ്പർ സേഫ് ആണ്. പക്ഷെ ആ ഹദീസിന്റെ അവസാനത്തിൽ വന്ന ആ ആഡ് ഓൺ എന്ന് പറയുന്നത് അത് ബുഖാരി അശ്രദ്ധമായി ഇത് എഴുതി ചേർത്ത ഒരു തെളിവില്ല കഥ മാത്രമാണ് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കണം. ഓക്കെ, എല്ലാരും പറഞ്ഞു പിന്നെ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ. സ്നേഹക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടി പിന്നെ ആ ഇല്ല അബ്ദുള്ള, കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഇനിയെങ്കിലും പറഞ്ഞു ഞാനൊന്ന് കഴിഞ്ഞു. ഓക്കെ സംസാരിച്ചോട്ടെ, ഇനിയെങ്കിലും ഞാനൊന്ന് ഓക്കെ, താങ്കൾ സംസാരിച്ചോട്ടെ. സംസാരിച്ചോളൂ. അപ്പോ നിങ്ങൾ ഈ പറയുന്നത് ഈ സംഭവം ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം ഈ പറയണ എന്തായിരുന്നു മറ്റേ ബുഖാരി എന്ന് പറയുന്ന സംഭവത്തിന് കണ്ടീഷൻസ് അപ്ലൈ എന്നും കൂടെ എഴുതിയിടണം എന്ന് ഞാൻ അറിഞ്ഞിടത്തോളം ഖുറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാംസിന്റെ ഏറ്റവും ഒതന്റിക്കേറ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് ഈ പറയുന്ന സഹീഹ് ബുഖാരി. ഈ സഹീഹ് എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ സ്വീകാര്യത ഉള്ളതാണ് എന്നൊക്കെയാണ്. അപ്പൊ അത് തന്നെ നിങ്ങൾ റിജക്ട് ചെയ്യുന്നു. ഷോ, എത്ര കറക്റ്റാണ് ചോദ്യം. സ്നേഹ ആരായാലും എത്ര എത്ര ക്ലിയർ ആണ്. സഹീഹ് ബുഖാരിയിലെ ഹദീസ് ഉണ്ട് എന്നത് കണ്ടീഷൻ സപ്ലൈ ആണോ? സഹീഹ് ബുഖാരിയിൽ ഒരു കാര്യമുണ്ട് എങ്കിൽ അത് ശരിയാണോ? ശരിയാണെങ്കിൽ തോട്ടത്തിൽ കല്യാണാലോചന സഹീഹ് ബുഖാരിയിലില്ലേ? സഹീഹ് മുസ്ലിമിലില്ലേ? ശരീരദാനം ചോദിച്ചതില്ലേ? കല്യാണം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ജംഇയ്യം തോന്നുന്നാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഇവിടെ എന്തുകൊണ്ടാണ് ഹദീസിനെ 2 പീസാക്കാൻ തോന്നുന്നത്? സഹീഹ് ബുഖാരിനെ നമ്പാൻ പറ്റൂലേ? റിജക്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ അവസാനം നവാസ്ക പറഞ്ഞത് സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ് എന്താണ്? ആയിഷ ബീവി പറഞ്ഞത് എവിടെ വരെയാണ്? റസൂലിന് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വരെയാണ് ആ ഹദീസ്. പിന്നെ ആഡ് ഓൺ ചെയ്ത കാര്യമാണെന്ന് പറഞ്ഞാൽ ബാസിൽ ആയിഷ ബീവി പോലും ഈ സംഭവം നടക്കുന്ന കാലത്ത് ജനിച്ചിട്ടില്ല കേട്ടോ. അത് വേറെ കാര്യം. അതെ. പിന്നെ ബുഖാരി മുഹമ്മദ് നബീന്റെ വല്യപ്പയായിരുന്നല്ലോ. ആയിഷ ഹദീസ് നിവേദനം ചെയ്തത് ആയിഷ ജനിച്ചിട്ടില്ലാത്ത സമയത്ത് നടന്ന ഒരു സംഭവത്തെ കുറിച്ച് ആയിഷ ഉദ്ധരിക്കുന്നതിൽ വിശ്വാസക്കുറവുള്ള ആൾക്കാര് ആയിഷ ജനിച്ചതിന് ശേഷം മുഹമ്മദിന്റെ കഥയിൽ നിന്ന് ആയിഷ ഉദ്ധരിച്ചത് എന്താ? ഖദീജയെ കുറിച്ച്, ഖദീജയുടെ കല്യാണത്തെ കുറിച്ച്, ഖദീജയുമായിട്ടുള്ള സ്നേഹത്തെ കുറിച്ച് ആയിഷയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസ്. ആയിഷ ജനിച്ചിട്ട് എന്താ കാര്യം? മുഹമ്മദ് നബി മരിക്കുമ്പോൾ ആയിഷന്റെ പ്രായം എത്രയാ? എന്തൊക്കെ തരം യുക്തികളാണ് പ്രയോഗിക്കുന്നതെന്ന് ആലോചിക്കണം. എനിക്ക് നിങ്ങളോട് ചോദിക്കാതിരുന്നത്, ഈ ഹദീസ് ചോദിക്കുന്ന ഘട്ടത്തിൽ, ഹദീസ് നമ്പർ ഉദ്ധരിക്കുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഭാഗം വിശദീകരിക്കാതിരുന്നത്? ഇതാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുതയെങ്കിൽ നിങ്ങൾ ആദ്യം അതങ്ങ് വിശദീകരിച്ചിരുന്നെങ്കിൽ അന്നത്തെ നിങ്ങളുടെ 1.5 മണിക്കൂറും ഇന്നത്തെ ഞങ്ങളുടെ 2 മണിക്കൂറും ഞങ്ങൾക്ക് സേവ് ചെയ്യാമായിരുന്നില്ലേ? നിങ്ങൾ ശുദ്ധമായ തരീട കാണിച്ചതല്ലേ? ഓരോ സ്റ്റെപ്പിൽ രക്ഷപ്പെടാനുള്ള പഴുതുകൾ പരിശോധിക്കുകയായിരുന്നില്ലേ? റെഫറൻസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനത്തെ സംഭവമില്ല. പിന്നെ റെഫറൻസ് കിട്ടിയപ്പോൾ ഹദീസിൽ അങ്ങനെ ഇല്ല. അറബി അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഹദീസിൽ അങ്ങനത്തെ പിന്നെ സംഭവം വിശദീകരിക്കുന്നില്ല. റെഫറൻസ് കിട്ടിയപ്പോൾ അറബിയിൽ കിട്ടണം, അറബിയിൽ കിട്ടിയപ്പോൾ ഫുള്ള് വായിക്കണം. എന്തൊക്കെ ഉഡായിപ്പ് കാണിച്ചിട്ടാണ് അവസാനം ഈ ഹദീസ് ചൂണ്ടക്കുളത്ത് കുരുങ്ങുന്ന പോലെ കുരുങ്ങിയപ്പോഴല്ലേ നിങ്ങൾക്ക് ഹദീസ് മുറിച്ച് വലിച്ചെറിയാൻ തോന്നിയത്? ഈ ഹദീസിന്റെ അവസാനത്തെ ഭാഗത്തെ നിങ്ങൾ പല്ലിവാല് പോലെ മുറിച്ചിടാൻ ശ്രമിക്കുകയല്ലേ സുഹൃത്തുക്കളെ? എന്താണ് ഇവർ കാണിച്ചത്? ഇവർ സത്യസന്ധമായിട്ട് ഹദീസ് വിശദീകരിച്ചതാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ കമന്റ് എഴുതും. സ്വന്തത്തോട് ആത്മാർത്ഥത കാണിച്ചിട്ട് സത്യസന്ധത ഉണ്ടെങ്കിൽ. ഇവരാണോ നവദാഴികൾ? ഇവരാണോ വിമർശകരുടെ നുണ പൊളിക്കുന്ന സിംഹങ്ങൾ? ഇവരുടായിപ്പിന്റെ ഉസ്താദുമാരല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോ ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത കാര്യം, സ്വഹീഹായ കാര്യം എന്താണെന്നുള്ളതും പിന്നെ ആഡ് ഓൺ ചെയ്ത് എന്താണെന്നുള്ളതും നവാസ്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സ്നേഹക്ക് അത് മനസ്സിലാവാത്തത് കൊണ്ടാണോ പിന്നെയും ആൾക്കാർ ഇങ്ങനെ പിന്നെ മെസ്സേജ് അയച്ചു തരുന്നത് അനുസരിച്ച് അതേപോലെ പറയാണോ എന്ന് എനിക്കറിയില്ല. സ്നേഹ ആ കാര്യം മനസ്സിലാക്കുക. സ്നേഹം ഒന്ന് മനസ്സിലാക്കൂ പ്ലീസ്. നമ്മളെ ബാസിൽ ഡോക്ടറിനെ ഒന്ന് മനസ്സിലാക്കൂ. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ മുമ്പേ മനസ്സിലാക്കിയാണ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, കുറച്ച് ആൾക്കാർക്ക് ഇതിന് മുമ്പ് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയും മനസ്സിലാവാത്തവരെ കുറിച്ച് നമ്മൾ എന്ത് മനസ്സിലാക്കാനാണ്? എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ പറ. സ്നേഹ പ്ലീസ് ഒന്ന് നിർത്തൂ എന്നാണ് അബ്ദുള്ള ബാസിൽ പറയുന്നത്.
സഹീഹുൽ ബുഖാരിയുള്ള കാര്യം പൂർണ്ണമായും ഒതന്റിക് തന്നെയാണ്. എന്നാൽ ഈ കാര്യം പറഞ്ഞ തേർഡ് പേഴ്സൺ ആയിട്ട് പറഞ്ഞ, അതായത് ആളുകൾ ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്ന കാര്യമാണ് താങ്കൾ ഇപ്പോൾ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കൂ എന്ന് ഇത് പറയുമ്പോൾ റിട്ടേൺ ആവാം. ഈ മുഹമ്മദ് മൗണ്ടൈന്റെ മുകളിൽ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആ ഏഞ്ചൽ ഗബ്രിയലിനെ മീറ്റ് ചെയ്തു എന്നൊക്കെ പറയണത് തേർഡ് ആ പേഴ്സൺ പറഞ്ഞിട്ട് ഞാൻ പറയണ ജസ്റ്റ് സ്റ്റോറി മാത്രമാണ്. ഇങ്ങനെ ഒരു സംഭവം ആ പറയണ പുസ്തകത്തിൽ ഇല്ല എന്നാണോ മിസ്റ്റർ അബ്ദുള്ള നിങ്ങൾ പറയണത്? അതാണ് ചോദ്യം. ഹദീസിലുണ്ടോ എന്നാണ് ചോദ്യം. ഹദീസിലുണ്ടോ? ഹദീസിലുണ്ട്, പക്ഷെ അത് ഞങ്ങൾ എടുക്കൂല. ഹദീസിന്റെ ആയിഷ ബീവിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് മുഹമ്മദ് നബിക്ക് വഹി കിട്ടിയ സമയത്ത് പേടിച്ചോടി വന്നതും, പിന്നീട് വറക്കൻ മരിച്ചതിന് ശേഷം വഹി കിട്ടാതായപ്പോൾ മുഹമ്മദ് നബി വിഷമിച്ചു എന്ന് വരെയുള്ളൂ. വിഷമിച്ചിട്ട് ആ വിഷമം കൊണ്ട് മലയുടെ മുകളിൽ കയറിയതില്ല. അത് ഞങ്ങൾ എടുക്കൂല. ഹദീസിലുണ്ട്. ഓക്കെ, ഹദീസിലുണ്ട് കേട്ടോ. പക്ഷെ എന്താ പ്രശ്നം? ഹദീസിലുണ്ടല്ലോ, അത് മതിയല്ലോ അല്ലെ? ഹദീസിൽ പോരെ? പോരാ അല്ലേ? തെളിവുണ്ട്, പക്ഷെ പറ്റൂല. പിന്നെന്താ? അത് വല്ലാത്തൊരു കാര്യമാണല്ലോ. ഇത് പുതിയ പേഴ്സ്പെക്റ്റീവ് ആണോ? ഹദീസിലുണ്ട്, ഹദീസിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഹദീസിലുണ്ടോ? ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം? പിന്നെന്താ പ്രശ്നം? അപ്പൊ തെളിവുണ്ട്, ഹദീസിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പിന്നെന്താ പ്രശ്നം? എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. ഹദീസിലുള്ളതൊക്കെ ശരിയാവോ? അത് ശരി. അപ്പൊ ഹദീസിലുണ്ട്, ഹദീസിൽ ഉണ്ടോ? ഉണ്ട്. പക്ഷെ ഹദീസിലുള്ളതൊക്കെ ശരിയാ. പ്രിയപ്പെട്ട സുഹൃത്തെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന്റെ തെളിവായി നമ്മൾ ഹദീസ് കൊണ്ടുവന്നു. പൊന്നാരവാസിലെ ഹദീസ് ഞങ്ങൾ കൊണ്ടുവന്നു. നിങ്ങൾ ഹദീസ് 2 പീസാക്കി. ഒരു പീസ് നിങ്ങൾ എടുത്തു, ഒരു പീസ് നിങ്ങൾ തോട്ടിക്കളഞ്ഞു. ഇതല്ലേ പൊന്നാരവാസിലെ ആദ്യം ചോദിച്ചത്? ഹദീസിലുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം ശരിയാവുമെന്ന്. അതല്ലേ പൊട്ടിച്ചിട്ട് പരിഹസിച്ച് പിന്നെ വഷളച്ചിരിയും ചിരിച്ചിട്ട് വീഡിയോ ആക്കിയിട്ട് ഷോർട്ടാക്കിയിട്ട് നാട്ടിൽ കൂടി പറത്തിയത്? ഇപ്പൊ എന്തായി? ഇപ്പൊ ഹദീസിലുണ്ട്, പക്ഷെ അത് ആയിഷ പിന്നെ ഉദ്ധരിച്ച ഹദീസിൽ മുഹമ്മദ് നബിക്ക് വിഷമം വന്നത് വരെയുള്ളൂ. മലേന്റെ മുകളിൽ കയറിയിട്ട് ചാടാൻ നോക്കിയത്, ജിബ്രീൽ വന്നതും തടുത്തു നിർത്തിയതും അത് ഞങ്ങൾ എടുക്കൂലെന്ന്. അപ്പൊ ഹദീസിലുണ്ടായ മതി. മുഹമ്മദ് നബീന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഹദീസിലുണ്ടായ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഹദീസിലുണ്ടായ പോരെ? ഓരോരോ അവസ്ഥ അല്ലേ ബാസിലെ? അല്ല, എന്താണ് അല്ലല്ല, വീണ്ടും ഞാൻ ഇത് അതൊന്ന് ആവർത്തിക്കേണ്ടി വ്യക്തമാക്കി ഒരു വരുന്നത്? മിനിറ്റ് നവാസ്ക, ഒന്നെന്ന് സമ്മതിച്ചു. നവാസ്ക ഒരു മിനിറ്റ്. അത് പിന്നെ അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഹദീസ്, അതായത് ഓതന്റിക് ആയിട്ടുള്ള സഹീഹുൽ ബുഖാരിയിലുള്ള മുഴുവൻ ഓതന്റിക് ആണ്. ആ ഓതന്റിക് ആയിട്ടുള്ള കാര്യം എന്താണ്? മുഹമ്മദ് നബിക്ക് വിഷമമുണ്ടായി, അതാണ് ഓതന്റിക് ആയിട്ടുള്ള കാര്യം. എന്നാൽ അതിനുശേഷം ജനങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ സാധനം ഉണ്ടല്ലോ, അത് എന്താകുന്നില്ല, അതിന്റെ ചെയിനിലുള്ള പ്രശ്നങ്ങളാണ് പറഞ്ഞത്. അതൊരിക്കലും എന്തല്ല, ഹദീസിന്റെ ഭാഗമല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഹദീസിൽ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടോ ഞാൻ അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു എന്ന്? ഉണ്ടോ? കല്യാണം ഉരുട്ടിയെടുക്കാനും ചുരണ്ടിയെടുക്കാനും പോകുന്ന തബക്കാത്തുൽ കബീറില് മുഹമ്മദിൻ്റെതായിട്ടുള്ള പരാമർശം വന്നിട്ടുണ്ടോ? അവരെ ഞാൻ നിക്കാഹ് ചെയ്തു എന്ന്? ഇല്ല. അപ്പൊ കല്യാണത്തിൽ ഹദീസ് മതി, തെളിവും വേണ്ട, ഷറഹും വേണ്ട, വിശദീകരണം വേണ്ട, മുത്തഫഖുൻ അലൈഹിയും വേണ്ട. ബുഖാരിയിലും മുസ്ലിമിലും കൃത്യമായ സനദോടുകൂടി, മുറിയാത്ത സനദോടുകൂടി, സഹീഹാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയ സനദോടുകൂടി വന്ന ഹദീസിൽ കല്യാണത്തിന് നിങ്ങൾക്ക് അത് പോരാ. നിങ്ങൾക്ക് ആ കുഞ്ഞേ ഹദീസ് മാത്രമേ പറ്റുള്ളൂ, ഇത് പറ്റൂല. ആയിഷയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് എടുക്കുമ്പോൾ ആ ഹദീസ് ഞങ്ങൾക്ക് മുഴുവൻ വേണ്ട, ഞങ്ങൾക്ക് ഹദീസിന്റെ പൗതി മതി, പൗതി സ്നേഹം എടുത്തോന്ന്. ഗതികേട് എന്നാണോ ഇതിനെ പറയേണ്ടത്? തരികിട എന്നാണോ പറയേണ്ടത്? ഉഡായിപ്പ് എന്നാണോ പറയേണ്ടത്? എന്ത് പേരിട്ടാണ് അബ്ദുള്ള ബാസിലിന്റെ ഈ കാര്യങ്ങളെ, ഈ ശ്രമങ്ങളെ, ഈ പിന്നെ കലാപരിപാടിയെ വിളിക്കേണ്ടത് എന്ന് നിങ്ങൾ ആലോചിക്കാം. സംവാദത്തിനുള്ള വെല്ലുവിളി സ്വീകരിക്കാനും ഉണ്ടായിരുന്ന സമയം കഴിഞ്ഞു. ഇനിയും വേണമെങ്കിൽ നമ്മളൊരു 5 മിനിറ്റ് കൂടി ബോണസ് ടൈം കൊടുക്കാൻ തയ്യാറാണ്. 7 മിനിറ്റ് വരെ കൊടുക്കാം. 12:15 അബ്ദുള്ള ബാസിൽ ഈ തോട്ടം വിഷയത്തിൽ സംവാദത്തിന് വെല്ലുവിളി ഏറ്റെടുത്ത് വന്നാൽ, ഷമീറിന്റെ 30,000 കൊണ്ട് ഷമീർ അവിടെ വന്നാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഷമീറിന്റെ ഈ മുത്തലാ കേസ് മാത്രമായിട്ട് പ്രത്യേകിച്ച് ചർച്ചയ്ക്ക് താല്പര്യമില്ല, എൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതൊരു പാക്കേജ് ആയിട്ടാണുള്ളത്. മുഹമ്മദിന്റെ കല്യാണ ധാർമ്മികത
ജൗനിന്റെ തോട്ടത്തിലിരുന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അബ്ദുള്ള ബാസിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ UA ടീമിൽ ആത്മവിശ്വാസമുള്ള ഏതെങ്കിലും മുസ്ലിം മത സംഘടനകളോ പണ്ഡിതന്മാരോ നേതാക്കളോ ഉമറാക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കുക. നമ്മൾ 7 മിനിറ്റ് കൂടി, 6 മിനിറ്റ് ഇനിയും ബാക്കിയുണ്ട്, 12:15 വരെ നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാണ്. ആരെങ്കിലും ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അബ്ദുള്ള ബാസിലിനെ വേദിയിലെത്തിക്കാം എന്ന ആ ഒരു സാഹസം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടവരുണ്ടെങ്കിൽ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് ബാസിലിന്റെ ഈ തരികിടകൾ തുറന്നു കാട്ടുന്ന പരിപാടികൾ നമ്മൾ ഇനിയും തുടരും. സമയത്തിന്റെ പ്രശ്നം എനിക്കുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ബാസിൽ ഇപ്പോഴും പലതും നമ്മളിങ്ങനെ കവറപ്പ് ചെയ്ത് പോകുന്നത് എന്ന് ബാസിൽ മനസ്സിലാക്കുക. ലൈക്കുകൾ കൂമ്പാരമാവട്ടെ എന്നാണ് പറയുന്നത്. ലൈക്ക് ഇന്ന് കൂമ്പാരമാവൂല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നോക്കൂ, ഇന്ന് ലൈക്ക് കുറവായിരിക്കും, അതുകൊണ്ട് അത് കാര്യമാക്കണ്ട. ലൈക്ക് എത്ര കിട്ടി എന്നുള്ളതല്ലോ, വിശ്വാസികൾ ഇത് കേൾക്കുക എന്നുള്ളതാണ്. മല്ലൂർ റിസ്റ്റോറേഷന്റെ കമന്റ്, ബാസിലിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. സ്നേഹ തോൽപ്പിച്ചു, ലിയാക്കത്തും കൂട്ടരും തോൽപ്പിച്ചു, ഇനി ബാസിലിനെ തോൽപ്പിക്കാനാവില്ല. ഇനി ബാസിലിന് ട്യൂഷൻ ഉണ്ട്, MM അക്ബറിന്റെയും കൂട്ടരുടെയും ട്യൂഷൻ ഉണ്ട് എന്ന്. അല്ല പെണ്ണിട്ടുണ്ടാന്ന് പറഞ്ഞ മുഹമ്മദ് പിന്നെയും പെണ്ണെട്ടി എന്നും അത് അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്ന കല്യാണമായിരുന്നു എന്നും മുഹമ്മദ് നബി അള്ളാഹിനെ ധിക്കരിച്ചിരുന്നു എന്നും സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഷമീർ പെന്നെ വിളിക്കുന്നത്. അപ്പൊ അതാണ്, നിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞാൻ റെഡിയാണെന്ന്. നിങ്ങളല്ല, ബാസിൽ, സാക്ഷാൽ ബാസിൽ വരണം. സമയം കഴിഞ്ഞോന്ന് ഓഫീസിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്ന ബാസിൽ. തോൽക്കാൻ ബാസിലിക്കയുടെ ജീവിതം ഇനിയും ബാക്കി. UA ടീം ഉരുളൽ അബ്ദുള്ള ടീം എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇനി 5 മിനിറ്റ് കൂടിയുണ്ട്, ലാസ്റ്റ് 5 മിനിറ്റ്. ഈ വിലപ്പെട്ട സമയം പ്രയോജനപ്പെടുത്തി UA ടീമിന് വേണ്ടി ആരെങ്കിലും ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ബാസിലിനെ വേദിയിലെത്തിക്കാനുള്ള ആ ഒരു ടാസ്ക് ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാഷെ ഒരു LLB എടുക്കൂ, സൂപ്പർ പോയിന്റ്സ്, ബാസിൽ കംപ്ലീറ്റ്ലി ട്രാപ്ഡ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന പ്രൊഫഷനാണ് കേട്ടോ LLB. നമ്മളെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അതിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ MSW ആഗ്രഹിച്ചു, അതൊന്നും നടന്നില്ല. അതൊക്കെ പോട്ടെ. 413 ലൈക്ക് വരുന്നത് കണ്ട് സന്തോഷത്തിൽ പറഞ്ഞതാണ്. എനിക്ക് നിങ്ങൾ സന്തോഷം ഉണ്ടാവും, പക്ഷെ ഏതാണ്ട് 1082 വോട്ട് വന്നു ഇവിടെ. മീൻസ് പോളിൽ പോലും 1082 പേര് പോൾ ചെയ്ത് കഴിഞ്ഞു. ആ സ്ഥിതിക്ക് ഈ ലൈക്ക് എന്ന് പറയുന്നത് 50%-ൽ താഴെയാണ് എന്നതിൽ കൃത്യമായ ചില സൂചനകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെണ്ണുകെട്ടലിന് സുല്ലിട്ട് ആയത്തിറങ്ങിയ ശേഷമാണോ തോട്ടം സംഭവം? അങ്ങനെ ഒരു ആംഗിൾ ക്ലൂ തന്നു അന്ന്, പക്ഷെ ഇന്നലെ തോട്ടം കൺക്ലൂഷനിൽ കണ്ടില്ല. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അള്ളാഹ് പെണ്ണിട്ടരുത്, ഇനി പെണ്ണിട്ടാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് ആയത്തിറക്കിയതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. മുഹമ്മദ് മരിക്കുന്നതിൻ്റെ തൊട്ടു മുൻപത്തെ വർഷമായിട്ടാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോ ഇനി മരിക്കുന്ന അതേ വർഷമാണോ എന്നുള്ളത് അടുത്ത സംശയമുണ്ട്. എന്തായാലും ഹിജ്റ 9 ശേഷമാണ്, 9-ലോ അല്ലെങ്കിൽ 9-ന് ശേഷം 10-ലോ ആണ് സംഭവം. കാരണം ആ തോട്ടത്തിലെ സംഭവം നടക്കാതെ അത് ചീറ്റിപ്പോയപ്പം ആ തോട്ടത്തിലെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് അവൾ പോയെങ്കിൽ പോട്ടറാന്ന് പറഞ്ഞിട്ട് വേറെ ഒരു പെണ്ണിനെ ഒരു ആങ്ങളെ ഓഫർ ചെയ്യുകയും ആ സ്ത്രീയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അയാൾ യാത്ര പോവുകയും തിരിച്ചു വരുന്നതിന് മുൻപ് മുഹമ്മദ് മരണപ്പെടുകയും ചെയ്തു എന്നാണ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അത് നമ്മുടെ ഇയാൾ പറയുന്ന പോലെ പരിഗണിച്ചാൽ, നമ്മുടെ ഷുക്കൂർ വരിക്കോടന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രൈമറി സോഴ്സിൽ കിടക്കുന്നുണ്ട്. നോക്കൂ, അവസാനത്തെ 2 മിനിറ്റിലേക്ക് കിടക്കുകയാണ്. ആരെങ്കിലും ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് മുന്നോട്ട് വരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ലിയാക്കത്ത് നോണ പറയുകയാണെന്നും ലിയാക്കത്ത് ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഇസ്ലാം വിമർശകനാണെന്നും പ്രൂവ് ചെയ്യാനുള്ള സുവർണാവസരം, ഈ സുവർണാവസരം കൈവിട്ട് കളയരുതേ എന്നാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ 15 മിനിറ്റ് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരിക്കുകയാണ് ഓഫർ. നോട്ട് LLB, യു ആർ CBI എന്നാണ്.
CBIയെ ബറക്കത്താണ് ജിബ്രീൽ കൂട്ടരെ എന്നാണ്. എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെ കാണുന്നവരിൽ 60% വിശ്വാസികളാണ്. കുറ്റം പറയാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുന്നവരാണ് കൂടുതൽ. എയറിൽ പോയ ശ്രീമാൻ ബാസിലിക്ക ജയിച്ചെന്ന് ഞങ്ങൾ പറയും, വേഗം സമയം തീർന്നെന്ന് പറയൂ. 1 മിനിറ്റ് കൂടിയുണ്ട്, നമ്മൾ ആ സമയം പാലിക്കണം. അവസാനമായപ്പോ ശബ്ദം പോയിട്ടോ, അതുകൊണ്ട് ഒരു വ്യത്യാസമുണ്ട്. അല്ല സുഹൃത്തെ, നിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് ഞാനൊരു വേദി ഒരുക്കി തരാം, ധൈര്യമുണ്ടോ? അങ്ങോട്ട് പണം ഓഫർ ചെയ്തിട്ട് വെല്ലുവിളിക്കുന്ന ആളെടുത്ത് വന്നിട്ട് ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, വല്ലാത്ത സംഭവം തന്നെയാണ്. എൻ്റെ നമ്പർ ലഭ്യമല്ലാത്തവർക്ക് എൻ്റെ നമ്പർ അവിടെ കൊടുക്കുന്നു, 6282933384. ഇത്തരുണത്തിൽ വേറൊരു സംഭവം കൂടി ഉണർത്താം. ഇന്നലെ നമ്മൾ ലൈവിൽ സംസാരിച്ചപ്പോൾ എന്നോട് ഫോണിൽ സംസാരിക്കാൻ ധൈര്യമുണ്ട്, ആഗ്രഹമുണ്ട്, ധൈര്യമുണ്ടെങ്കിൽ ഫോണിൽ സംസാരിക്കുന്നൊക്കെ പറഞ്ഞ കക്ഷി ഉണ്ടല്ലോ, ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫോണും കാത്ത് ഞാൻ ഏകദേശം 10-15-20 മിനിറ്റോളം പിന്നെയും ഉറങ്ങാതെ കാത്തിരുന്നു. പക്ഷേ അദ്ദേഹം എന്നെ നിരാശപ്പെടുത്തി എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. മുഹമ്മദ് റിയാസ് ടി, സുഹൃത്തേ വാ എന്നാണ്. എങ്ങോട്ടാ വരേണ്ടത് റിയാസെ? എൻ്റെ നമ്പർ അവിടെ കൊടുത്തിരിക്കുന്നു സുഹൃത്തെ. അബ്ദുള്ള ബാസിലിനെ സംവാദവേദിയിൽ എത്തിക്കാൻ താങ്കൾ തയ്യാറാണെങ്കിൽ താങ്കൾക്കും കിട്ടും 10,000, ബാസിലിന് കിട്ടും 25,000. ഇനിയും ഈ ഒരു അവസാന നിമിഷത്തിൽ താങ്കൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുവെങ്കിൽ അത് കൃത്യമായിട്ട് അബ്ദുള്ള ബാസിലിനെ ഈ വിഷയത്തിൽ, മേൽ വിഷയത്തിൽ അബ്ദുള്ള ബാസിലിനെ സംവാദത്തിന് വേദിയിലെത്തിക്കാമെന്ന് ഞാനിതാ ഉറപ്പ് നൽകുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കോൺടാക്ട് നമ്പർ എഴുതുക, അല്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പായിട്ട് ആ ഒരു ഉറപ്പ് എനിക്ക് മെസ്സേജ് അയക്കുക. അത് കൃത്യമായിട്ടും നമ്മൾ പാലിക്കും. ഇനിയും ഈ ഒരു അവസാന നിമിഷം അത് പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുഹമ്മദ് റിയാസ് തയ്യാറാണെങ്കിൽ എന്ത് തയ്യാറാണെന്ന് പറയണേ? അബ്ദുള്ള എൻ്റെ നമ്പറിലേക്ക് വിളിച്ചോളൂ, ഇപ്പോൾ വിളിച്ചോളൂ. ഞാനത് ഇപ്പോൾ കേൾപ്പിക്കാം, ആളുകളെ നിങ്ങളുടെ ശബ്ദത്തിൽ തന്നെ കേൾപ്പിക്കാം. ഞാനിത് എൻ്റെ ഫോണും കൈ പിടിച്ചിരിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് വേണ്ടി സമയം ദീർഘിച്ചു പോകുമ്പോഴും നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാണ്. അബ്ദുള്ള ബാസിലിനെ വേദിയിലേക്ക് കൊണ്ടുവരാൻ റിയാസ് തയ്യാറാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ, ഇപ്പോൾ വിളിക്കൂ. നിങ്ങൾ വിളിക്കുന്ന നമ്പറിൻ്റെ അവസാനത്തെ 2-3 നമ്പർ പറഞ്ഞിട്ട് വിളിക്കുക, അപ്പോഴാണ് നിങ്ങളുടെ കോൾ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ആരുടെയും കോൾ വരുന്നില്ല. എൻ്റെ ഫോൺ ഇവിടെ ഉണ്ട്. ഓഫറുകളുടെ പെരുമഴയാണ് സുഹൃത്തുക്കളെ. ഈ നട്ടപ്പാതിരാക്കി ഇതുപോലത്തെ ലേലം വിളി വേറെ ഏത് സംവാദത്തിനുണ്ടാവുക? റിയാസ് കടന്നു വരൂ, റിയാസ് കടന്നു വരൂ. നിങ്ങൾ എല്ലാ ദിവസവും ഓരോരുത്തർ വന്നിട്ട് ഓരോ ദിവസവും ഇപ്പൊ വരാം, ഇപ്പൊ വിളിക്കാം, ഇപ്പൊ മെസ്സേജ് അയക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുങ്ങുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാസിലും പോയി, റിയാസും പോയി, എല്ലാവരും പോയി. അപ്പം നമുക്കിനി പോയി കിടന്നുറങ്ങിയാലോ? സമയം കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് റിയാസ് ഇന്ന് ഒരു 12:30 ഉള്ളിലൊക്കെ ആണെങ്കിൽ റിയാസിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നറിയിക്കുന്നു. അതും കഴിഞ്ഞിട്ട് നമുക്ക് കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ എന്ന ചോദ്യത്തിന് 83% ആളുകൾ എപ്പോഴോ ചെയ്തു എന്ന് മറുപടി പറയുന്നു. ഇപ്പോൾ ചെയ്തു എന്ന് പറയുന്ന 10% ആളുകൾ, ഏകദേശം 1123 ആളുകൾ പോൾ ചെയ്തതിൽ 10% ആളുകൾ ഈ ചാനൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വലിയ ഒരു നമ്പറാണ്. അങ്ങനെ നമുക്ക് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള ആ ഒരു, നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത്, നമ്മൾ ഇത്രയും പണിയെടുത്ത്
ഇത് ചെയ്യുമ്പോൾ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന കൂടെ നിൽക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ദീപക്, മുഹമ്മദ് റാഫി, MC പ്രദീപ്, സനെ സാപ്പിയൻ, എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് കൂടി പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തേക്ക് നിർത്തുന്നു. നാളെ നമ്മളെ പ്രധാനപ്പെട്ട വിഷയവുമായിട്ട് നാളെ നമുക്ക് വിശദമായിട്ട് കാണാം. റിയാസെ മോനെ തിരിച്ചു വരൂ എന്നാണ്. ഒരു ദിവസത്തേക്ക് കൂടി നീട്ടാൻ പറ്റുമോ എന്നാണ്. ഈ ക്ലബ് ഹൗസ് ഡിബേറ്റ് കണ്ടിട്ടും വെല്ലുവിളി നടത്തുന്ന ബാസിൽ ഫാൻസിന് ബാസിലിനോട് എന്താണ് വിരോധമുണ്ട്? മുഹമ്മദ് റിയാസ് ഉറങ്ങി, ഞാൻ കൊന്നാലും വെല്ലുവിളി ഏറ്റെടുക്കില്ല. ഓക്കെ, എന്തായാലും ഒരുപാട് പേരുണ്ടായിരുന്നു. വളരെ രസകരമായിട്ട് നമ്മൾ ഇത് അവസാനിപ്പിച്ചു. നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. മറ്റൊരു വിഷയം അല്ല, സൂറത്തു തൗബയിലെ പുതിയ ന്യായീകരണത്തെ ഇതുപോലെ നമുക്കൊന്ന് ഇഴകീറി പരിശോധിക്കേണ്ടതുണ്ട്. അതിലേക്ക് നാളെ നിങ്ങളെ എല്ലാവരെയും ഇപ്പം തന്നെ ക്ഷണിക്കുകയാണ്. നാളെ നമുക്ക് രാത്രി 10 മണിക്ക് തന്നെ കൂടാം. അപ്പോൾ നാളെ സൂറത്തു തൗബയും കരാറും യുദ്ധവുമായിട്ട് നാളെ കാണാം. അപ്പോൾ എന്തായാലും എല്ലാവരോടും ശുഭരാത്രി. താങ്ക് യു.